future of education in India with the power of liberal arts and STEAM education for teachers educators, hosted by Labour India Teachers College in association with MG University Kottayam and Self-Financed Training College Principals Association. We warmly welcome you all to this valuable event. Dancing is an art that requires discipline, hard work, and passion. So get ready to witness an enchanting display of grace and precision. So I welcome our dearest first year B.Ed students to showcase the talent in front of us. Join us to learn how you can integrate liberal art and STEAM principles into your teaching methods. It's our culture to remember our God Almighty before everything we do or start. So, let's begin our function seeking the blessings and presence of our Almighty. I would like to invite our college choir to lead the prayer. Everyone, please rise for the prayer. ഇങ്ങുമിങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂമടിമേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. My Lord, my God, have mercy on us. Education imparted by heart can bring revolution in the society. Let us now welcome the person who doesn't need any introduction and known among all of us for his wisdom and knowledge. Our Honorable Principal, Dr. Babu Kochamkunnel, the former Chairman of Board of Studies, Education and faculty member in Kannur University. He is also the General Convener of 5 UGC-sponsored National Seminar, Palliative Center Experience, Pre-Marriage Courses. He also received different lifelong educational achievements. I would like to request our Principal, Dr. Babu Kochamkunnel, for the welcome speech. Jesus. ഇന്നത്തെ നാഷണൽ സെമിനാറിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ലേബർ ഇന്ത്യയുടെ ആരാധ്യനായ ഫൗണ്ടറും ചെയർമാനുമായ നമ്മുടെ ജോർജ് സാറെ,
ഇന്നത്തെ ചീഫ് ഗസ്റ്റ് നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ്റെ സതേൺ റീജിയൻ്റെ ചെയർമാൻ പ്രൊഫസർ KK ഷൈൻ സാർ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന MG യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന തുളസീധരൻ സാറുണ്ട്, തങ്കച്ചൻ സാറുണ്ട്, KK ജോൺ സാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇതേ സ്ഥാപനത്തിൻ്റെ എല്ലാം മാനേജിങ് ഡയറക്ടറായിട്ടുള്ള സാറും നമ്മുടെ കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന അധ്യാപകരും റിസർച്ച് സ്കോളേഴ്സും ഈ കോളേജിലെ അധ്യാപകരും കുട്ടികളും എല്ലാവർക്കും ഹൃദയമായ ഒരു വണക്കത്തോടുകൂടി ഞാൻ സ്വാഗത പ്രസംഗം പറയുന്നു. ലേബർ ഇന്ത്യ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ 2005 സ്ഥാപിതമായി. അതിൻ്റെ 18ാമത്തെ വർഷത്തിൻ്റെ സന്തോഷത്തോടു കൂടി പോവുകയാണ്. ഈ വർഷം ഒരു നാഷണൽ ലെവലിലുള്ളൊരു സെമിനാർ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തു. ആ തീരുമാനം എടുത്തിരിക്കുന്നത് അധ്യാപകരും കുട്ടികളും മാനേജ്മെൻറ്റും കൂടി ഒരുമിച്ചുള്ളൊരു മീറ്റിങ്ങിലാണ്. അങ്ങനെ നടക്കുമ്പോൾ ഏറ്റവും ഉചിതമായിട്ടുള്ള കാലപ്രസവമായിട്ടുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെടുത്തി അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുമ്പോൾ അതെങ്ങനെയിരിക്കും എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു സംഭവം ദയവേത് 2-3 മിനിറ്റ് എടുക്കുമായിരിക്കും. എൻ്റെ ഇൻട്രൊഡക്ഷൻ ആകുന്നതുകൊണ്ട് 2-3 മിനിറ്റ് എടുത്താലും ഞാൻ ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് കർണാടകയിലുള്ള അദ്ദേഹം വളരെ മിടുക്കനായ ഒരു പയ്യനായിരുന്നു. അദ്ദേഹം ഹീസ് വെരി ടാലൻറ്റഡ് ഇൻ മാത്തമെറ്റിക്സ് ആൻഡ് മ്യൂസിക്. ഇതിലേതെടുക്കണമെന്നുള്ള തീരുമാനം എടുത്തപ്പം അവസാനം എല്ലാവരും കൂടെ പറഞ്ഞു ജോലി കിട്ടാൻ എളുപ്പം മാത്തമെറ്റിക്സ് ആണ്, മ്യൂസിക് അവൻ അവോയ്ഡ് ചെയ്തു. മ്യൂസിക്കിലെ മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രൊഫസറായി, മ്യൂസിക്കിലല്ല മാത്തമെറ്റിക്സിലെ പ്രൊഫസറായി. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് പുള്ളിയുടെ മകനുമായിട്ട് വിദേശ രാജ്യത്തിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ 65ാമത്തെ വയസ്സിൽ മ്യൂസിക് എടുത്ത് പഠിക്കുക. ഇപ്പോൾ അവിടെ മ്യൂസിക് അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയാണ്. ആ സ്ഥിതി മാറ്റം വരികയാണ് നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മളുടെ ടാലൻ്റ് അനുസരിച്ച് ഏത് വിഷയവും ഏത് സമയത്തും പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരവസരം വരികയാണ്. അതിനാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഗുണങ്ങളിൽ പല ഗുണങ്ങളിൽ ഒന്ന്. അതോടൊപ്പം തന്നെ ലിബറൽ ആർട്സും കൂടെ കൂട്ടിയിട്ട് സ്റ്റെമ്മിൽ വരുമ്പോൾ അതെങ്ങനെയായിരിക്കും? സ്റ്റെം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ് ആൻഡ് മാത്തമെറ്റിക്സ്. ഞാൻ അതിനൊരു ചെറിയൊരു ഭേദഗതി വരുത്താനായിട്ട് ശ്രമിക്കുകയാണ്. അതിൻ്റെ ഉന്നതികളായിക്കോട്ടെ. ടെക്നോളജി ഈസ് നത്തിങ് ബട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് സയൻസ്. സോ ടെക്നോളജിയും എൻജിനീയറിങ്ങിന് പകരം ഞാനതിന് എൻവയൺമെൻറ്റ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ സയൻസ്, ടെക്നോളജി, എൻവയൺമെൻറ്റ് ആൻഡ് മാത്തമെറ്റിക്സ്, അതിനോടൊപ്പം ആർട്സും കൂടെ ചേരുമ്പോൾ സ്റ്റീമായിട്ട് നമ്മൾ വളർന്നു വരുമ്പോൾ എല്ലാ കുട്ടികൾക്കും അവരുടെ ടാലൻസും അവരുടെ കഴിവും അനുസരിച്ച് പഠിക്കാനായിട്ടുള്ള ഒരവസരം കൊടുത്ത് ഭാവിയിലെ എഡ്യൂക്കേഷനിലേക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഭാവിയിലെ പൗരന്മാർ, ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന നല്ല പൗരന്മാരായിട്ട് വളർന്നു വരാനായിട്ടുള്ള സാഹചര്യം ഒരുക്കാനായിട്ടുള്ള അതിൻ്റെ ഒരു ചെറിയൊരു ഉറവിടം നമ്മൾ തുടങ്ങി. സ്റ്റെം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ എൻവയോൺമെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നമ്മൾ G20 മീറ്റിംഗ് കൂടിയപ്പോൾ അവർ കൂടുതൽ ഡിസ്കസ് ചെയ്ത് എൻവയോൺമെൻറ്റിനെ പറ്റിയാണ്. നമ്മുടെ ഭാരതത്തിൽ നിന്നും ഇസ്രോയുടെ നേതൃത്വത്തിൽ ചന്ദ്രയാനും അതുപോലെ തന്നെ ഇപ്പം സൂര്യനെ പോലും സ്വീകരിക്കാനായിട്ടു വിവിധ ഭൂമിയിലെ എൻവയോൺമെൻറ്റ് മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിലുള്ള എൻവയോൺമെൻറ്റും കൂടെ പഠിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ രീതിയിലേക്ക് സെമിനാറിൽ അപ്പം സെമിനാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദിസ് ഈസ് വൺ ഓഫ് ദി മീൻസ് ഓഫ് ട്രാൻസ്ഫറിങ് നോളജ് ഓർ ഗെറ്റിംഗ് നോളജ്. അത് നാഷണൽ ലെവലിൽ എന്തിനാണ് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാഷണൽ ലെവലിലെ റെപ്യൂട്ടഡ് ആയുള്ള ആൾക്കാരാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്. നാഷണൽ ലെവലിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ളത് NCTയുടെ ചെയർമാൻ തന്നെ നമ്മുടെ അവിടെയുണ്ട്.
അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഇന്നാണ് ആദ്യം നേരിട്ട് കാണുന്നത്. പക്ഷേ കുറേ ദിവസങ്ങളായി ഞാൻ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് തന്നെയാണ് ഈ കോളേജിലേക്ക് വന്നത് തന്നെ. അത് കഴിഞ്ഞിട്ടുള്ള അതിന് മുമ്പ് എനിക്ക് ഒരു ബന്ധവുമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ലേബർ ഇന്ത്യയിലെ ഓരോ കുട്ടികളുടെയും നല്ല പെർഫോമൻസൊക്കെ സാറിന് അയച്ചു കൊടുക്കുമ്പോൾ സാറിന് വളരെ അപ്രിസിയേഷനും സന്തോഷവും ഉണ്ടാകുന്നതുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും സാറിൻ്റെ സാന്നിധ്യം, സാറിനെ പറ്റി നിങ്ങൾ സാറിൻ്റെ പ്രസംഗത്തിന് മുമ്പ് പറഞ്ഞോളാം. ഞാൻ ഒറ്റ സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ഡബിൾ PhD എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മടുക്കുന്ന അല്ലെങ്കിൽ വെറുക്കുന്ന പറയാൻ പറ്റുമല്ലോ, പേടിപ്പിക്കുന്ന വിഷയമായിട്ടുള്ള സാൻസ്ക്രിറ്റ് വിഷയത്തിൽ PGയും കഴിഞ്ഞ് ഡോക്ടറേറ്റും എടുത്ത ആളാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലും അങ്ങനെ ഡബിൾ PhD എടുത്തുള്ള സാറ്, അത് ഞാൻ ഈയിടെയാണ് അറിഞ്ഞത്, ഡബിൾ PhD. അങ്ങേര് NCTയുടെ ചെയർമാനായിരുന്നു മാത്രമല്ല, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആഴ്ചയിൽ അദ്ദേഹത്തിന് വലിയൊരു പൊസിഷനിലേക്ക് പ്രൊമോഷൻ കിട്ടി. അതായത് സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറും ഡയറക്ടറുമായിട്ട് പ്രൊമോഷൻ കിട്ടി. ജോയിൻ ചെയ്യേണ്ടതായിരുന്നു. നമ്മുടെ കൂടെ ഇവിടെ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹം വന്നത്. അങ്ങനെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സാറിനെ ഞങ്ങളെല്ലാവരും കൂടി ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ജോർജ് സാറിനെ പറ്റി കേട്ടിട്ടില്ലാത്തവരാരും കാണുകയില്ല. ഈ ലേബർ ഇന്ത്യയെ ഈ ലെവലിലേക്ക് ആക്കിയിട്ടുള്ളത് അദ്ദേഹമാണെന്ന് നമുക്കറിയാം, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ ആവർത്തിക്കുന്നില്ല. ലേബർ ഇന്ത്യയുടെ പറ്റി ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയാം. ഞാനൊരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒരു സെമിനാർ നയിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോടുള്ള ഫറൂഖ് കോളേജിൽ പോയപ്പോൾ അന്നത്തെ അവിടുത്തെ പ്രിൻസിപ്പൽ ഫസലുദ്ദീൻ സാറിനോട് പറഞ്ഞു, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കുടുംബത്തിലൊരു പയ്യനുണ്ട്, അവനെ എവിടെ ചേർക്കാൻ പറ്റും? ഞാൻ അന്നേരം തന്നെ റെഫർ ചെയ്തു ലേബർ ഇന്ത്യയിലേക്ക്. ലേബർ ഇന്ത്യയിലൂടെ വന്ന് 7 വർഷം ഇവിടെ പഠിച്ച് നല്ല നിലയിൽ +2 പാസ്സായി പോയപ്പോൾ സാറന്ന് റെഫർ ചെയ്ത് സാറെ സന്തോഷവും നന്ദിയും പറഞ്ഞു. ഫസലുദ്ദീൻ സാർ ഇവിടെ വന്നിട്ടുണ്ട്, ഇനിയും ചിലപ്പോൾ വരാൻ ചാൻസും ഉണ്ട്, ഡോക്ടർ ഫസലുദ്ദീൻ സാർ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള നോളജ് പ്രശ്നങ്ങളുള്ളതും എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ആ കുട്ടികളെ ലേബർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ നല്ല മിടുക്കന്മാരായിട്ട് ഔട്ട്പുട്ടോടുകൂടി +2 കഴിഞ്ഞിട്ടും വീണ്ടും പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട്. അതാണ് ലേബർ ഇന്ത്യ. ഏത് പ്രശ്നങ്ങൾ വന്നു വരുന്നു കഴിഞ്ഞാലും അതിന് ലേബർ ഇന്ത്യക്ക് അതിൻ്റേതായ വിവിഡായിട്ടും ക്ലിയറായിട്ടുള്ളൊരു വിഷനും മിഷനും ഒബ്ജക്റ്റീവും ഉണ്ട്. അതിനൊക്കെ നേതൃത്വം കൊടുത്തത് സാറാണ്. സാറിൻ്റെ കീഴിൽ ഇപ്പം സാറിൻ്റെ ഇപ്പോഴത്തെ ഉദ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാളും കുട്ടികളെ വളർത്തിക്കൊണ്ടിരുന്നു, അധ്യാപകരെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ നേടേണ്ടത് ഫാർമേഴ്സിനെ വർദ്ധിക്കൊണ്ട് വരിക എന്നാണ്. ഫാർമേഴ്സിനെ ഉണർത്താനായിട്ടും വളർത്താനായിട്ടുള്ള ഒരു മധ്യ കേരള ഫാർമേഴ്സ് പ്രോഡക്റ്റ് ഒരു കമ്പനിയായിട്ട് തന്നെ തുടങ്ങി. അതിൽ തന്നെ മെമ്പേഴ്സ് പലരുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അത് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികളും നാടും മുഴുവനും കൂടെ വളരണം. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് അയ്യപ്പ പണിക്കരുടെ ഒരു കവിതയാണ്. അയ്യപ്പ പണിക്കർ ഒരിക്കൽ പാടി, പച്ച പനന്തത്ത പാടിക്കളിക്കുന്ന കാടെവിടെ മക്കളെ, പ്ലാവെവിടെ മക്കളെ, മാവെവിടെ മക്കളെ. അപ്പോൾ അതിൻ്റെ ആൻസർ സാറ് പറയും, നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും നമ്മുടെ തൊണ്ടിയിലെല്ലാം നമ്മുടെ പറമ്പുകളിലെല്ലാം പ്ലാവുകൾ വളർത്തി പ്ലാവും തോട്ടം കൊടുക്കാനായിട്ട് സാറ് എൻ്റെ പ്രവർത്തനം നമ്മൾ മിക്കവാറും തന്നെ എല്ലാവർക്കും അറിയാം. ഈ ക്യാമ്പസിൽ 5 ഏക്കർ ജൈവ വൈവിധ്യ ക്യാമ്പസ് വളർത്താനായിട്ട് അത് B.Ed സ്റ്റുഡൻസിൻ്റെ സംരക്ഷണയിൽ കൊടുക്കാനായിട്ട് സാറ് നാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാ ലോകം മുഴുവനും അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഞാൻ വിശ്വസിക്കുന്ന നല്ലൊരു ഗുരുനാഥനെ സാറിനെ ഞങ്ങളുടെ എല്ലാവരുടെയും നമസ്തേ നൽകിക്കൊണ്ട് സാറിനെ വെൽക്കം ചെയ്യും. ഞങ്ങളിവിടുത്തെ ഈ കോളേജിൻ്റെ MD മാനേജിംഗ് ഡയറക്ടർ രാജേഷ് കുളങ്ങര സാർ. രാജേഷ് കുളങ്ങരയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കോളേജ് വളരെ മനോഹരമായിട്ട് ഓർഗനൈസ്. നമ്മളിവിടുത്തെ പ്രോഗ്രാം പോലും എൻ്റെ ബ്രെയിൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനോടുകൂടി കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, കോളേജിൽ എന്ന് പറഞ്ഞാൽ B.Ed കോളേജ് മാത്രമല്ല, ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട്, ഗുരുകുലമുണ്ട്, നമ്മുടെ സ്കൂളുണ്ട്, ഇതെല്ലാം നയിച്ചുകൊണ്ട് പോകുന്നത് സാറാണ്. ഇപ്പം
അപ്പോൾ സാറിൻ്റെ നേതൃത്വ പാഠവത്തിലെ അഭിനന്ദിച്ചുകൊണ്ട് സാറിനെ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എം ജി യൂണിവേഴ്സിറ്റിയിലെ ഞാൻ കണ്ടിട്ടുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടുള്ള 3 വ്യക്തികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് തുളസീധരൻ സാറിനെ പറ്റി കേട്ടിട്ടില്ലാത്തൊരു എം ജി യൂണിവേഴ്സിറ്റി കാണത്തില്ല. സെൽഫ് ഫിനാൻസിങ് കോളേജ് എം ജി യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ അതിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ച് യൂണിവേഴ്സിറ്റി സെൻറ്ററുകളിലൊക്കെ നായകനായിട്ട് ഡയറക്ടറായിട്ട് പോകുന്നത് മാത്രമല്ല, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായിട്ട്, ഡീനായിട്ട്, പ്രൊഫസറായിട്ട് ദീർഘകാലം എം ജി യൂണിവേഴ്സിറ്റിയുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നയിച്ചതുകൊണ്ട് മിക്കവാറും എല്ലാ വ്യക്തികൾക്കും അറിയാം. അദ്ദേഹം നാക്കിൻ്റെ ഒരു വിസിറ്റിന് പോയിട്ട് ചെയർമാനായിട്ട് വിസിറ്റ് പോയിട്ട് ഇന്നലെ വന്നതേ ഉള്ളൂ. എങ്കിലും ക്ഷീണം മാറ്റിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനായിരുന്ന 3 വട്ടത്തിലും സാറ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സാറിന് ഹൃദ്യമായിട്ട് നന്ദിയോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കണ്ണൂരിലുള്ള PKM കോളേജിന് നാക് അക്രഡിറ്റേഷൻ എടുക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ ഞാൻ കോട്ടയത്തേക്ക് വന്നിട്ട് 2 കോളേജ് വിസിറ്റ് ചെയ്തു. 2 കോളേജ്, ഒന്ന് പാലസ് സെൻറ് തോമസ് കോളേജും ഒന്ന് ടൈറ്റസ് സെക്കൻഡ് തിരുവല്ലയിലുമാണ്. ആ സമയത്ത് അവരുടെ നാക്കിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടിരുന്ന 2 പേരുണ്ട്. ആ 2 പേരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. അല്ല, തങ്കച്ചൻ സാറ് പാലാ സെൻറ് തോമസ് കോളേജിൻ്റെ പ്രൊഫസറാണ്. നമ്മുടെ ഇന്നത്തെ കീ റിസോഴ്സ് പേഴ്സൺസിൽ ഒരാളാണ്. കീ റിസോഴ്സ് പേഴ്സണിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ എം ജി യൂണിവേഴ്സിറ്റി മാത്രമല്ല, കേരളത്തിലെ ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സിൽ API സ്കോർ ഇത്രയും മാക്സിമം ആയിട്ടുള്ള ഒരു വ്യക്തി ഇല്ല. അത്രമാത്രം ഡിഗ്രികളും സംവിധാനങ്ങളും പേപ്പറുകളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. എവിടെയും ഇവിടെ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ പ്രിൻസിപ്പൽമാരുടെ ഒരു മീറ്റിങ്ങിൽ സെമിനാർ ഓർഗനൈസ് ചെയ്ത് ലീഡ് ചെയ്ത് അദ്ദേഹമാണ്. സാറിൻ്റെ വിജ്ഞാനം ഞങ്ങൾക്കൂടെ തരാനായിട്ട് സന്മനസ് കാട്ടിക്കൊണ്ട് വന്നതിന് സാറിന് നന്ദിയോടുകൂടി വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഈ സെമിനാർ ഓർഗനൈസ് ചെയ്യുന്നതിലെ ഒരു പങ്കാളി നമുക്കറിയാം, ഇത് 3 പേര് ലേബർ ഇന്ത്യയും അതോടൊപ്പം തന്നെ MG യൂണിവേഴ്സിറ്റിയും അതോടൊപ്പം തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽസ് അസോസിയേഷൻ കൂടിയാണ്. അതിൻ്റെ പ്രസിഡൻറ്റ് KK ജോൺ സാറുണ്ട്. KK ജോൺ സാറ് തുളസീധരൻ സാറിൻ്റെ ശിഷ്യനും കൂടിയാണ്. ടൈറ്റസ് സെക്കൻഡിൽ ഞാൻ പോയെന്ന് പറഞ്ഞപ്പോൾ അന്ന് നാക്കിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്നത് KK ജോൺ സാറാണ്. അപ്പം KK ജോൺ സാറിന് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. നമ്മുടെ നാഷണൽ സെമിനാറിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കോളേജിലെയും വിളിച്ചിരുന്നു. പേപ്പർ പ്രസൻറ്റ് ചെയ്യാനായിട്ടും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടും പല കോളേജിൽ നിന്നും വ്യക്തികളോട് എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഹാർദവമായിട്ട് സ്വീകരിച്ച്, പ്രത്യേകിച്ച് സാറിൻ്റെ PA ആണെന്ന് വേണേൽ പറയാം. അതുപോലെ തന്നെ മൂവാറ്റുപുഴ കോളേജിൻ്റെ പ്രൊഫസറായിട്ടുള്ള രാജേഷ് സാറിലൂടെ എത്തിയിട്ടുണ്ട്. മറ്റുള്ള കോളേജിൽ പലരും കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും, അതോടൊപ്പം തന്നെ ഞങ്ങളിവിടുത്തെ സ്റ്റാഫിൽ കുട്ടികളും, ശരിക്കും പറഞ്ഞാൽ ദിസ് ഈസ് മെൻറ്റ് ഫോർ അവർ സ്റ്റാഫ് ആൻഡ് അവർ സ്റ്റുഡൻസ്. കുട്ടികളെല്ലാവരും കൂടി സ്റ്റാഫും കൂടെ ഒരു 2-3 ദിവസത്തെ പ്രയത്നം കൊണ്ടാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് ഇവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമിൻ്റെയും വിജയത്തിനുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് മഹത്വം നൽകിക്കൊണ്ട് നിങ്ങളുടെ നന്മയ്ക്കായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, sir, for your valuable words. Our fruitful journey in a nutshell. Labour India was founded by Sri George Kolangara in 1983 and was listed as a public limited company in 1996. The Educational Research Centre was renovated in 2004. Labour India Public School and Junior College was founded on 4th June 1993. And now, currently, he is the chairman of Global Malayali and Farmers Association. His current innovative project is Green World, Clean World. He is always with us for empowering our teachers and students. With more pride and joy, we invite Sri George Kolangara, Chairman, Labour India Educational Institution, for the presidential address. Welcome, sir.
എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. മോസ്റ്റ് റെസ്പെക്റ്റഡ് ചീഫ് ഗസ്റ്റ് ഓഫ് ദ ഡേ പ്രൊഫസർ ഡോക്ടർ കെ ഷൈൻ, കീനോട്ട് അഡ്രസ് ഡോക്ടർ കെ ജോൺ, ശ്രീ രാജേഷ് ജോർജ് കുളങ്ങര MD, ലേബർ ഇന്ത്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൊഫസർ ഡോക്ടർ TC തങ്കച്ചൻ, മിസ്സസ് എ മഞ്ജു കെ മണി, ഡോക്ടർ TV തുളസീധരൻ, ശ്രീ ഡോക്ടർ ബാബു കൊച്ചാങ്കുന്നേൽ, and most respected teachers and most dear students of Labour India Teachers Training College. I prepared to deliver my present address in English, but as I reached here, I understood that Professor Dr. K. Shine is a Malayali. Especially he is from Kanjarapalli, Charakadavu, now residing at Thrissur. അതുകൊണ്ട് ഞാൻ മലയാളത്തിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുക. എൻ്റെ എല്ലാ പ്രതീക്ഷയും പൊളിഞ്ഞു പോയി. ഇംഗ്ലീഷിൽ കണ്ട് പറയാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. അത് 2 മാസം മുമ്പ് ഗോവ ഗവർണറുടെ രാജ്ഭവനിൽ ഇംഗ്ലീഷിൽ ഒരു തട്ട് തട്ടി. അന്ന് ഗോവ ഗവർണറും ബീഹാർ ഗവർണറും തെലുങ്കാന ഗവർണറും വേദിയിലുണ്ട്. വിഷയം ബാബു സാർ സൂചിപ്പിച്ചതുപോലെ പ്ലാവും ചക്കയാണ്. ഗോവ ഗവർണർക്ക് 2 വർഷം മുമ്പ് 72 പ്ലാന്തൈ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഗോവ രാജ്ഭവനിൽ നട്ടു. 2 മാസം മുമ്പ് അതിലെ 7 പ്ലാവ് കായ്ക്കുകയും അതിൻ്റെ ചക്ക പറിക്കൽ ഉത്സവമായിരുന്നു ഗോവയിൽ. അതിന് ഗവർണർ എന്നെ കൂടെ ക്ഷണിച്ചു. ആ കൂടെയല്ല അവരുടെ കൂടെയാണ് എന്നെ കൂടെ ക്ഷണിച്ചത്. ബീഹാർ ഗവർണറും തെലുങ്കാന ഗവർണറും ഗോവ ഗവർണറും. വലിയൊരു ഉത്സവമായിരുന്നു. ഗോവയിലെ 300 ചില്ലുവാനം കർഷകരെ ഗോവ രാജ്ഭവനിൽ ക്ഷണിച്ചു വരുത്തി ചക്ക വിഭവങ്ങൾ കൂട്ടി ഗംഭീരമായൊരു സദ്യ നൽകി സൽക്കരിക്കുകയും അതിനുശേഷം വന്ന എല്ലാ കൃഷിക്കാർക്കും ഓരോ പ്ലാന്തായി. ഈ പ്ലാവിൻ്റെ സവിശേഷത എന്ന് വെച്ചാൽ 1.5 വർഷം കൊണ്ട് കായ്ക്കും. അത്തരം പ്ലാന്തായി വിതരണം നടത്തി. അപ്പോൾ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, എ ഗവർണർ ഫ്രം ഹെവൻ ടു സോയിൽ, സെവൻ ടു എർത്ത് എന്ന്. വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന ഒരു ഗവർണറാണ് ഗോവ ഗവർണർ. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ. അദ്ദേഹം ഏതാണ്ട് 200-ലധികം പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞ അദ്ദേഹം വേറിട്ടൊരു വ്യത്യസ്തനാം ബാർബർ ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ പാടിയതുപോലെ മലയാളികൾക്കേറെ അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിൽക്കട്ടെ, ഞാൻ ചുരുക്കിക്കോളാം. കാരണം ഡോക്ടർ ഷൈൻ സാനും തങ്കച്ചൻ സാറിനൊക്കെ നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയാനുണ്ട്, വലിയ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. നമ്മുടെ ബാബു സാറ്, നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ബാബു സാർ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. 33 വർഷം മുമ്പ് നമ്മൾ കണ്ടതായില്ലേ. അന്ന് ബാബു സാർ കടുത്തരത്തിലൊരു വീട്ടിൽ താമസിക്കുക. ഞാൻ നേരെ ചെന്ന് ഞങ്ങൾ ഒന്നിച്ച് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഞാൻ ഓർക്കുക. അന്ന് സാറ് സെൻറ്റ് കുര്യാക്കോസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ്. അന്ന് ലേബർ ഇന്ത്യ സ്കൂളൊക്കെ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അടുത്ത സ്കൂളുകളുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കുക എന്ന് പറഞ്ഞ ഒരു തിയറി എനിക്കുണ്ട്. അങ്ങനെ പോകും. ആ സൗഹൃദത്തിൻ്റെ ഭാഗമായാണ് വിളിച്ച് ബാബു സാറിനെ വീട്ടിൽ പോയി കണ്ട് അന്ന് മുതലുള്ള സൗഹൃദമാണ്. അന്ന് ഞാൻ നോട്ട് വിട്ടതാണ്, ഈ സാറിനെ പിടിച്ച് ഇവിടെ കൊണ്ടുവരണം. പക്ഷേ അന്ന് ഞാൻ മിണ്ടിയില്ല. അന്ന് ഈ സെൻറ്റ് കുര്യാക്കോസ് സ്കൂളിൽ അങ്ങനെ വിരാജിച്ചങ്ങനെ പോവുക. അത് കഴിഞ്ഞ് പിന്നെ B.Ed കോളേജിൻ്റെ പ്രിൻസിപ്പലായി അങ്ങനെ പോയി. പക്ഷേ അതിനിടയ്ക്ക് ഞാനൊരു തോണ്ടി എന്തായാലും കഥകളൊന്നും നിങ്ങൾ അറിയണ്ട, ഏതായാലും ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അതാ എൻ്റെ തന്ത്രം, എൻ്റെ സ്ട്രാറ്റജി. സാറേ ഇടയ്ക്കൊന്ന് പോയായിരുന്നില്ലേ? പോകാൻ പറ്റത്തില്ല, ആര് പോയാലും തിരിച്ചിവിടെ വരും. സാറ് നമ്മുടെ കൂടെയുണ്ട്. ഇത്രയേറെ ആഴത്തിൽ അറിവുള്ള ഒരു വ്യക്തി ഞാൻ വളരെ ചുരുക്കമായിട്ടേ പരിചയപ്പെട്ടുള്ളൂ. ധാരാളം ആളുകളെ, ഗവർണേഴ്സ് ഉൾപ്പെടെ. കേരള ഗവർണർ രാജ്ഭവനിൽ കൊണ്ടുപോയി പ്ലാവ് വെച്ചു. പ്ലാവെല്ലാം കഴിച്ചു. കർണാടക രാജ്ഭവനിൽ കൊണ്ടുപോയി പ്ലാവ് വെച്ചു. MG യൂണിവേഴ്സിറ്റിയിൽ
വൈശാന്ത സാബു സാറും ഞാനും കൂടെ വെച്ച പ്ലാവെ ചക്ക കായ്ച്ചു. ഇവരും അറിഞ്ഞോ? ഇല്ലേ ചെല്ലുമ്പോൾ 2 ചക്ക പറിച്ചോണ്ട് പോകും. ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. പക്ഷേ ബാബു സാർ സൂചിപ്പിച്ചതുപോലെ 50 വർഷം ഞാൻ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ചെലവഴിക്കുക ചെയ്തത്. ലേബർ ഇന്ത്യ സ്കൂളിൻ്റെ പ്രത്യേകത സാർ ഇവിടെ പറഞ്ഞു. ഇവിടുത്തെ അഡ്മിഷൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഒന്നും മാറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? എന്താ, മനുഷ്യൻ്റെ ആകൃതി ഉണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിൽ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കും. മനുഷ്യൻ്റെ ഏതാണ്ടൊക്കെ പാർട്സ് ഉണ്ടായിരുന്നാൽ മതി. അതാണ് എൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം അതിലൊന്നേ ഉള്ളൂ, ജസ്റ്റ് വി ഹാവ് ടു ടച്ച് ദ ഹാർട്ട് ഓഫ് ദ ചൈൽഡ്. ഒരു കുട്ടിയുടെ ഹൃദയത്തെ സ്പർശിക്കാൻ ഒരു ഗുരുവിന് കഴിഞ്ഞാൽ വി ക്യാൻ ട്രാൻസ്ഫോം ഹിം. അവന് ചിലപ്പോൾ കാല് കാണുകയില്ല, കൈ കാണുകയില്ല, കണ്ണ് കാണുകയില്ല, ചെവി കേൾക്കുകയില്ല, ഒക്കെ ആയിരിക്കും. ബട്ട് വി ക്യാൻ. വികൃതി എന്ന് പറഞ്ഞത് ഭയങ്കരമായിരിക്കും. ഈ വികൃതി കുട്ടികളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? എന്താ വികൃതി കുട്ടികളുടെ പ്രത്യേകത? മുന്നിലിരിക്കുന്നതെല്ലാം ടീച്ചേഴ്സല്ലേ, അവരോട് ചോദിക്കുന്നതിൽ ആൾ മാറിപ്പോയാൽ കുഴപ്പമാണല്ലോ. എന്താ ഈ വികൃതി കുട്ടികളുടെ പ്രത്യേകത എന്നാ? വാ പെട്ടെന്ന് പറ. ഈ വികൃതി കുട്ടികൾ കുരുത്തം കെട്ടമെന്ന് പറയല്ലേ, എന്താ അവൻ്റെ പ്രത്യേകത? അവൻ്റെ യോഗ്യത എന്നാ? അവൻ അടങ്ങിയിരിക്കുകയില്ല. എന്താണ് അതിൻ്റെ കാരണം? ഡിസ്റ്റർബ്ഡ് അല്ല, അവന് ഭയങ്കര ഐഡിയയാ. അവന് തെരെ ഇങ്ങനെ ഐഡിയ വന്നുകൊണ്ടിരിക്കും. പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഒരൈഡിയ ഇല്ലാത്ത എവിടെയെങ്കിലും അടങ്ങിയിരുന്നോളും. ഏതാ ആട്ടുകൽ പോലെ അവിടെ ഇരുന്നോളും, ഒരു ശല്യവും ഇല്ല, ഇല്ലേ? അപ്പം വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു? വളരെ സ്മാർട്ടായിട്ട് കുട്ടികൾ അവരുടെ മനസ്സിലേക്ക് തെരിങ്ങനെ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഈ ആശയങ്ങൾ നടപ്പാക്കാനുള്ള വ്യഗ്രതയിലാണ് അവനെ കുതിരിക്കാൻ നേരം കിട്ടുമോ? അവനെയാണ് നമ്മൾ കുരുത്തം കെട്ടവരെന്നും അടങ്ങിയിരിക്കാത്തവനെന്നും കുഴപ്പക്കാരെന്നൊക്കെ പറഞ്ഞ് തള്ളുന്നത്. അതിൽ ഒന്ന് നരേന്ദ്രമോദി ആയിരുന്നു. ചെറുപ്പത്തിൽ ചായ എന്നും പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പാർട്ടിയല്ലേ. സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ചായ കച്ചവടം. അടങ്ങിയിരുന്നോ? അതിൻ്റെ ഒരു ചെറിയ സ്വഭാവം എനിക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പ്ലാന്തയായിട്ട് നടക്കുക, ലോകം മുഴുവൻ പ്ലാന്തയായിട്ട് നടക്കുക. അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ചുരുക്കട്ടെ, ഇന്ന് നമ്മുടെ നേതൃത്വത്തിൽ, ലേബർ ഇന്ത്യയുടെ നേതൃത്വത്തിൽ തന്നെ, കാരണം ലേബർ ഇന്ത്യയുടെ ചെയർമാനാണല്ലോ ഞാൻ, നമ്മുടെ നേതൃത്വത്തിൽ, നിങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് കുമരകംകാരെങ്കിലും ഉണ്ടോ ഇവിടെ? കുമരകത്തു നിന്ന് വന്നിരിക്കുന്നവർ, കുമരകത്തിൻ്റെ പരിസരത്തു നിന്ന് വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഭാഗ്യത്തിന് ആരുമില്ലല്ലേ? നല്ല കാര്യം. നിങ്ങളുടെ കുമരകത്ത് നമ്മുടെ 2 ഡ്രോൺ കൊണ്ട് പുഞ്ചപ്പാടത്ത് നാനോ ഫെർട്ടിലൈസർ ഏരിയൽ സ്പ്രേ നടത്തിക്കൊണ്ടിരിക്കുക. മിനിങ്ങാന്ന് ഉദ്ഘാടനമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികളെല്ലാം ഉണ്ടായിരുന്നു, കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ടായിരുന്നു, സയൻറ്റിസ്റ്റുകളെല്ലാം ഉണ്ടായിരുന്നു. എന്താ നാനോ ഫെർട്ടിലൈസർ ഏരിയൽ സ്പ്രേ നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനു മുമ്പ് എന്താ ചെയ്തേ? നമ്മുടെയൊക്കെ അച്ഛനും ഒക്കെ എന്താ ചെയ്തേ? ചന്തയിൽ പോയി വളം ചാക്കി കെട്ടിക്കൊണ്ടുവന്ന് മരത്തിൻ്റെ വേരെ കൂടെ മൂട്ടിക്കൂടെ ഇട്ടുകൊണ്ടിരുന്നു. ആ പരിപാടിയൊക്കെ നിൽക്കാൻ പോവുക. ഇനി മോഡേണൈസേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ എന്തായിരുന്നു? നാനോ യൂറിയയും നാനോ ഫെർട്ടിലൈസറും നാനോ യൂണിറ്റിൽ എന്ത് ചെയ്യുന്നു? ഏരിയൽ സ്പ്രേ. ആ ഏരിയൽ സ്പ്രേയിൽ നെല്ലിൻ്റെ ഇലകളാണ് വളം വലിച്ചെടുക്കുന്നത്, വേരുകളല്ല. അപ്പോൾ സോയിൽ പൊള്യൂഷൻ കുറയുന്നു, ഇല്ലാതാകുന്നു. ഫ്യൂച്ചർ അഗ്രികൾച്ചറാണ്. അതുപോലെ തന്നെ നാനോ യൂണിറ്റിൽ ഓർഗാനിക് പെസ്റ്റിസൈഡാണ്, കെമിക്കലല്ല, പെസ്റ്റിസൈഡ് ഏരിയൽ സ്പ്രേ നടത്താൻ പോവുക. ഇതിനു വേണ്ടി 2 ഡ്രോൺ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ ഡ്രോണിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫില്ല് ചെയ്ത് ലോഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ റേഡിയസിൽ മുഴുവൻ ഇവൻ സ്പ്രേ നടത്തി തിരിച്ച് നമ്മൾ നിൽക്കുന്നിടത്ത് അനുസരണയോടെ വന്ന് നിൽക്കും. ഒരു കുസൃത്തരവില്ല. കാരണം കൃഷിയെ ആധുനികവൽക്കരിക്കുന്നു. ഇസ്രായേലി അതുപോലെ തന്നെ വികസിത രാജ്യങ്ങളിലെ സാങ്കേതിക വിദ്യകൾ കാർഷിക രംഗത്തിൽ ഇന്ത്യ ഗവൺമെൻറ് നടപ്പാക്കാൻ വേണ്ടി 10,000 ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ്, ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയാണ് ഇന്ത്യയിൽ 10,000. അതിലൊരു കമ്പനിയാണ് മധ്യ കേരള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി. അതിന് രൂപം കൊടുത്ത് അതിനെ വളർത്തിയെടുത്ത് 600 ചിലവാനം കർഷകർ അതിൽ മെമ്പേഴ്സാണ്. വിപുലമായ രീതിയിൽ പരിപാടി പോവുകയാണ്. ഉദ്ദേശം ഒന്നേ ഉള്ളൂ, എ ടു ഇസഡ്. അതായത് സോയിൽ ടു പ്രോഡക്റ്റ് എന്നുള്ളതാണ്. സോയിൽ ടു പ്രോഡക്റ്റ്, കൃഷി ചെയ്തുകൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങളാക്കുക. ഉൽപ്പന്നങ്ങളെന്ന് പറഞ്ഞാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ഇന്ത്യയിലും ദേശത്തും കയറ്റി അഴിക്കുക. നമ്മുടെ പിള്ളേരെല്ലാം കാനഡയിലേക്കെല്ലാം പോകില്ല, ലണ്ടനിലേക്കും പിന്നെ ഓസ്ട്രേലിയയിലേക്കെല്ലാം കയറി പോവുക പിള്ളേർ വിദ്യാഭ്യാസം കഴിഞ്ഞ്. എന്താ
അവർക്ക് യോജിച്ച് ഒരു ജോലി ചെയ്യാനുള്ളതായ പശ്ചാത്തലം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്. അല്ലാണ്ട് അപ്പനും അമ്മയും നാട്ടിനോട് സ്നേഹമില്ലാഞ്ഞിട്ടില്ല, നിവൃത്തിയില്ല, അതുകൊണ്ടാണ് അവർ പോകുന്നത്. അപ്പോൾ ഭാവിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം എങ്ങനെ മാറണം? നമ്മുടെ കുഞ്ഞുങ്ങളെ ആധുനികമായ രീതിയിലുള്ള രംഗങ്ങളിലേക്ക് കൊണ്ടുവരാനും അവർക്ക് യോജിച്ച ജോലിത്തരങ്ങൾ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുവാനും വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കണം. ഇതാണ് എന്നെ സംബന്ധിച്ച ഒരു കൺസെപ്റ്റ്. അതിന് നിരവധി കൃഷിശാസ്ത്രജ്ഞന്മാർ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ ടീമിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ സ്കൂളിൽ നിന്നാൽ നിങ്ങളുമായിട്ടല്ലേ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റതല്ല, പൊതുസമൂഹമായിട്ട് വ്യാപകമായിട്ട് ഇടപെടാനും MG യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മുടെ കമ്പനി ഫാർമർ പ്രൊഡ്യൂസ് കമ്പനി MOU സൈൻ ചെയ്തിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റി ആയിട്ട് MG യൂണിവേഴ്സിറ്റി ടെക്നോളജി കൃഷിക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ലക്ഷ്യം. യൂണിവേഴ്സിറ്റി നോളജ് എല്ലാം ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ അലമാരിക്കാതിരുന്നാൽ ശരിയാവുമോ? അത് കൃഷിക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതിന് നമ്മുടെ പ്രദേശത്തെ അമ്മമാരെ MG യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞു വിട്ടു, എന്താ ഫുഡ് ടെക്നോളജി ട്രെയിനിങ്ങിന് വേണ്ടി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കർഷകരിലേക്കും മണ്ണിലേക്കും ഒക്കെ എത്തിച്ചെങ്കിൽ മാത്രമേ രാജ്യത്ത് പുരോഗതി ഉണ്ടാവുള്ളൂ. ഞാൻ ചുരുക്കട്ടെ, ഞാൻ അധികം പറഞ്ഞു പോയി ക്ഷമിക്കണം. ഒരു 1-2 സംശയം മാത്രം ഞാൻ ചോദിച്ച് ഞാൻ അവസാനിപ്പിച്ചോളാം. 1-2 കൊച്ചു സംശയമല്ല, ചുമ്മാ ഒരു തമാശയായിട്ട് എടുക്കാമല്ലോ. ആരും സീരിയസ് ആയിട്ട് എടുത്തേക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് ചിരിച്ചേ. അവിടെ താഴെ ഇരിക്കുന്നവർ ചിരിക്കുന്നില്ലല്ലോ. ഇപ്പം ചിരിക്കുന്നുണ്ട്, വെരി ഗുഡ്. എല്ലാവരും ചുമ്മാ ചിരിച്ചോളാനേ, ചിരിച്ചോണ്ടിരിക്കുക. ഇതെല്ലാം ചിരിച്ചോണ്ടിരിക്കും. വായു പിടിച്ചൊന്നും ക്ലാസ്സിലിരിക്കാൻ പാടില്ല, റിലാക്സ് ചെയ്ത് ക്ലാസ്സിലിരിക്കണം, എന്നാലല്ലേ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുകയുള്ളൂ. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഏഷ്യൻ ഗെയിംസ് നടക്കുക അല്ലേ? ഏഷ്യൻ ഗെയിംസ് ചാനലിലും പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ എളുപ്പമുണ്ട്. അതായത് ഇന്ത്യക്ക് ഇപ്പോൾ എത്ര മെഡൽ കിട്ടിയിട്ടുണ്ട്? രണ്ടാമത് നിൽക്കുന്നയാൾ. ഇത് കൂട്ട് പരിപാടിയൊക്കെ എനിക്കുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇപ്പം ഇന്നലെ വരെ എത്ര മെഡൽ കിട്ടിയിട്ടുണ്ട്? ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാമോ? ചായ തരാൻ കുറേ കഴിയുമ്പോൾ സമ്മാനം. എത്ര ആർക്കെങ്കിലും പറയാമോ? ഇതൊരു കുസൃതി ചോദ്യം എന്ന് കരുതിയാൽ മതി. അപ്പോൾ സമയം പോകുന്നു അതുകൊണ്ട്. കാരണം എനിക്ക് വേറൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ നബാർഡിൻ്റെ ജനറൽ മാനേജറെല്ലാം വന്നിരിക്കുക. നമ്മുടെ 86 എത്രയാ? 86 ഇന്നലെ വരെ ഇന്ത്യക്ക് കിട്ടിയ മെഡൽ എത്രയാ? 86. ഇന്നേ വരെ ഏഷ്യൻ ഗെയിംസിൽ ഇത്രയും മെഡൽ ഇന്ത്യ നേടിയിട്ടില്ല അല്ലേ തങ്ങ സാറേ? ഇത്രയും അതെ, ഇന്നലെ വൈകിട്ട് കൊണ്ട് 86 അതിനെ കവർ ചെയ്തു. ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊരു തമാശ രഹസ്യം കൂടെ പറയട്ടെ. ചൈനയ്ക്ക് കിട്ടിയ ആകെ മെഡൽ എത്രയാ? ചൈനയ്ക്ക് കിട്ടിയ ആകെ മെഡൽ മോളോടല്ലേ ഇപ്പോൾ ആദ്യം ചോദിച്ചത്? ചുമ്മാ പറഞ്ഞോ, തട്ടിവിട്ട് പോട്ടെ, ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞോ. ഏതെങ്കിലും ഒരു നമ്പർ പറ, ഒത്തേ വെക്കും ഇല്ലേ പോകും, അത്രയല്ലേ കാര്യമുള്ളൂ. കോൺഫിഡൻസ് വേണം. എന്താ അങ്ങോട്ട് നോക്കിയിരിക്കുന്ന മോള് എത്രയാ? 100? കൺഗ്രാജുലേഷൻ, ഉത്തരം വളരെ ശരിയാണ്. പക്ഷേ പരമ തെറ്റാ. ആർക്ക് പറയാം? 28? വെരി ഗുഡ്, നല്ല ഭയങ്കര ഉത്തരം, നല്ല ഒന്നാം തരം പൊട്ട ഉത്തരം. അടുത്തത് എത്രയാ? 180? 150? കണ്ടോ ആശയങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആശയം ബ്രെയിൻ സ്ട്രോമിങ്. എത്രയായി? എത്രയാ? കേട്ടില്ലേ? ഉറക്കെ പറ, സമയം പോകുന്നു. ചൈനയ്ക്ക് കിട്ടിയ ഇപ്പോഴത്തെ ഇന്നലെ വൈകിട്ട് വരെ ടോട്ടൽ മെഡൽ ചുമ്മാ തട്ടി. ആമ്പിള്ളേരല്ലേ ഇവിടെ? നമുക്ക് തന്നെ ക്ഷീണമാണല്ലോ ആമ്പിള്ളേരുണ്ടായിരുന്നു കഴിഞ്ഞാൽ. തീർന്നോ? വിട്ടു, പാസ്. ഫ്രണ്ടിലിരിക്കുന്ന ടീച്ചേഴ്സിന് ആർക്കും പറയാമോ? ചൈനയുടെ എത്രയാ? 300. 333 ഇന്നലെ വൈകിട്ട് വരെ. ഒരു പ്ലസ് ഒരു 33 കൂടെ കൂട്ടിയാൽ. ഏതായാലും ടീച്ചറല്ലേ, കൺഗ്രാജുലേഷൻ. ഒരു സ്പെഷ്യൽ ചായ കൊടുക്കണം കേട്ടോ. ഓക്കെ താങ്ക് യു. ജപ്പാൻ എത്ര കിട്ടിയെന്നറിയോ? 2ാം സ്ഥാനം. ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 4ാമത്തെ സ്ഥാനം. ജപ്പാൻ എത്രയാ? ജപ്പാന് വയസ്സായതുകൊണ്ട് ഓർമ്മയൊക്കെ വളരെ കുറവാണ്, എന്നാലും ഇരിക്കട്ടെ. ജപ്പാന് 158. 2ാം സ്ഥാനം ജപ്പാനാ 158 ഇന്നലെ വരെ. 3ാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? കൊറിയ. എത്രയാ? അതിൽ -1. 157. ജപ്പാൻ്റെ നിന്ന് -1 കുറച്ചാൽ മതി എന്നേ. 157.
ചുമ്മാ ഞാനൊരു തമാശ പറഞ്ഞതേ ഉള്ളൂ. എന്താ ഇതിൻ്റെ പേരാ ജനറൽ നോളജ്. B.Ed വിദ്യാർത്ഥികൾ, അധ്യാപകർ ലോകത്തെന്ത് നടക്കുന്നു അറിഞ്ഞിരിക്കണം. ലോകത്തെന്ത് നടക്കുന്നു അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് വി ആർ ലിവിങ് ഇൻ ദ ഗ്ലോബൽ വില്ലേജ്. നമ്മുടെ പിള്ളേരെല്ലാം കാനഡയിലേക്കും ലണ്ടനിലേക്കും ഓസ്ട്രേലിയയിലേക്കും അയർലൻഡിലേക്കും കയറിപ്പോവുക ഇല്ലേ? ബിക്കോസ് ദുബായിക്ക് കയറിപ്പോവുക, സൗദിയിൽ കയറിപ്പോവുക. ബിക്കോസ് വി ആർ ലിവിങ് ഇൻ ദ ഗ്ലോബൽ വില്ലേജ്. മൈഗ്രേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നു, മലയാളികൾ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു, ആര്യന്മാർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞതുപോലെയാണ്. മുഗളന്മാർ, പേർഷ്യക്കാർ ഒക്കെ മൈഗ്രേറ്റ് ചെയ്തു. ഗ്രീസുകാർ ഇങ്ങോട്ട് വന്നു, അറബികൾ ഇങ്ങോട്ട് വന്നു, യഹൂദന്മാർ ഇങ്ങോട്ട് വന്നു. അപ്പോൾ മൈഗ്രേഷൻ ഈസ് ക്വൈറ്റ് നാച്ചുറൽ. അതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മുടെ ജനറൽ നോളജാണ്. ഞാൻ ചുരുക്കട്ടെ, നമ്മൾ അധ്യാപകരായി നമ്മൾ പത്രം വായിക്കണം, ചാനൽ കാണണം, ലോകത്തെന്ന് നടക്കുന്നു എന്നറിയണം. ഈയിടെ റഷ്യക്കാർ ഉക്രൈനിലൊരു മിസൈൽ പ്രയോഗിച്ചു. എത്ര പേര് മരിച്ചു? ഇന്നലെ പ്രയോഗിച്ചതാ. ഉക്രൈനിലെ യുദ്ധം നടക്കാന്നേ പിടികിട്ടിയില്ലേ? അറിഞ്ഞില്ലേ? അങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ മിസൈൽ ആക്രമണത്തിൽ യുക്രൈനിൽ 49 പേര് മരിച്ചു. കണ്ടോ? ഇതൊക്കെ അറിഞ്ഞിരിക്കുമ്പോൾ, ലോകത്തെന്ന് നടക്കും നമ്മൾ അറിഞ്ഞിരിക്കുമ്പോൾ, ശാസ്ത്ര ലോകത്ത് നടക്കും നമ്മൾ അറിഞ്ഞിരിക്കുമ്പോൾ, അത് നമ്മുടെ ക്ലാസ്സിൽ പോയി കുട്ടികളുമായിട്ട് ഇങ്ങനെ തമാശ പറയുമ്പോൾ, ഒരു പാട്ട് പാടുമ്പോൾ, ഡാൻസ് ചെയ്യുമ്പോൾ, നല്ല ഒന്നാന്തരം ഡാൻസാണ് ഇവിടെ നടന്നത്. പ്രത്യേക അഭിനന്ദനങ്ങൾ. കാരണം എന്താ? ഈ ഡാൻസിൽ മാത്തമാറ്റിക്സ് ഉണ്ടോ? ഡാൻസിൽ മാത്തമാറ്റിക്സ് ഉണ്ടോ സാറേ? ഡാൻസിൽ മാത്തമാറ്റിക്സ് ഉണ്ടോ? അതെങ്ങനെയാ? അത് ഇങ്ങനെ വെക്കുമ്പം ജോമെട്രിക്കൽ ഫിഗർ അല്ലേ ഈ ഡാൻസ് എന്ന് പറഞ്ഞാൽ? ജോമെട്രി അല്ലേ? ഇനിയങ്ങ് കുടിച്ചോ നിങ്ങൾ. അപ്പം ഇങ്ങനൊരു അവസരം തന്നതിനും, അതുപോലെ തന്നെ ഷൈൻ സാറിൻ്റെ നല്ല ഒന്നാന്തരം ആശയപ്രധാനമായ കാര്യങ്ങളാണ് പറയും. ഞാനിങ്ങനെ കുറേ വെടി പറഞ്ഞ് അങ്ങ് പോകുന്നതേ ഉള്ളൂ. അടുത്തതിലേക്ക് പോവുകയാണ്. എല്ലാവരെയും, പ്രത്യേകിച്ച് ഇന്നത്തെ വിശ്വാസികളെ എല്ലാം അഭിനന്ദിച്ചുകൊണ്ട്, സ്വാഗതം ചെയ്തുകൊണ്ട്, നിങ്ങളെ ഒരിക്കൽ കൂടി അതിമനോഹരമായ ഒരു സദസ്സും അതിമനോഹരമായ ഒരു അറേഞ്ച്മെൻറ്റ്സ്, ക്രമീകരണം എല്ലാം വെരി ബ്യൂട്ടിഫുൾ. അതുപോലെ തന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേ എനിക്കൊരു ബൊക്കെ കിട്ടി. ഞാൻ ബൊക്കെ ആരാ കൊണ്ട് തന്നത്? അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? ഓക്കെ. അപ്പോൾ അതിനകത്ത് പ്ലാസ്റ്റിക് കവറിങ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ പ്ലാസ്റ്റിക്കിന് വേണ്ടി ലേബർ ഇന്ത്യ കോളേജിലെ വിദ്യാർത്ഥികളും B.Ed കോളേജിലെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും കൂടെ കൂടി ഹിമാലയം മുതൽ കന്യാകുമാരി 2011 പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ടൊരു യാത്ര നടത്തിയിട്ടുണ്ട്. 80 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അന്ന് ശേഖരിച്ചു. അതൊക്കെ ചരിത്രം, അതൊക്കെ പിന്നീട് മനസ്സിലാക്കിയുള്ളൂ. അപ്പോൾ പ്ലാസ്റ്റിക്കിനെതിരായിട്ട് നമ്മൾ പോരുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. എത്ര മനോഹരമാണ് ഇപ്പോൾ കിട്ടിയ ഞങ്ങൾക്ക് ഓരോ ഫ്ലവർ, എത്ര ഹൃദ്യമായി, എത്ര സിമ്പിളാണ്. ഹൃദയത്തിൻ്റെ ഒരു പ്രതിനിധാനമല്ലേ ആ ഫ്ലവർ കൂടെ കിട്ടിയത്. ആ രീതിയിലായിരിക്കണം നമ്മുടെ ചിന്താഗതികൾ. യൂസ് ആൻഡ് ത്രോ എന്നുള്ളതാണ് നമ്മുടെ കൾച്ചർ. അതുകൊണ്ടാണ് ഇപ്പോൾ എത്രമാത്രം രാജ്യം മുഴുവൻ ഇങ്ങനെയുള്ള പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ, നല്ല കാര്യങ്ങൾ ഒരിക്കൽ കൂടി എല്ലാവരെയും, ജീന ടീച്ചറിനെയും ബാബു സാറിനെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും, രണ്ടാം വർഷക്കാരെ, ഒന്നാം വർഷക്കാർ ഭയങ്കര കലാകാരികളാണ് ഇല്ലേ? ആമ്പിള്ളേരൊക്കെ വളരെ കുറവാണ്. പുറകിലിരിക്കുന്ന ആമ്പിള്ളേരാണോ ആയിരിക്കുന്നത്? ഓക്കെ, ആമ്പിള്ളേരാ, കൊള്ളാം. കൺഗ്രാജുലേഷൻ. നിങ്ങളൊക്കെ ഡാൻസ് ചെയ്യണം കേട്ടോ. ഇല്ലേ പിന്നെ നമ്മൾ ഒന്നിച്ച് ഡാൻസ് ചെയ്യേണ്ടി വരും. റെഡി ആയിക്കോ. താങ്ക് യു വെരി മച്ച്. Thank you, sir, for your valuable words. It's an honor to hear from you. Now it's time to express our gratitude. We request our chairman, Sri George Kulangara, to kindly honor our chief guest, Professor Dr. K.K. Shayan. Thank you, sir. A teacher leads both within and beyond the classroom. We are delighted to invite the chief guest of our program, who is the chairman of Southern Region Committee NCT. We are lucky to have an eminent and resourceful person as our chief guest.
He is the author of 4 books and published more than 30 articles and more than 100 discourses. He has been honored with several awards: B.D. Das Samuel Award, Bharatiya Mano Mitra Award by Pranavam Manovignan Kendra, Nation Builder Award by Rotary International, Veteran Teacher Award by Tamilnaga Institute of Education Research. He is always well versed in Sanskrit literature and successfully completed his PhD in Sanskrit literature and in education. He is pursuing as the chairman of Advisory Committee, BIOS Kerala region. He is also promoted as the director of Central Sanskrit University, Mumbai campus. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അറിവിൻ്റെ തൂലികയാൽ മനുഷ്യഗണത്തിൻ്റെ അജ്ഞതയാലുള്ള അന്ധകാരത്തെ നീക്കം ചെയ്യുന്ന ഗുരുക്കന്മാരെ പ്രണമിച്ചുകൊണ്ട് അൺലോക്കിംഗ് ദി ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ദേശീയ സെമിനാറിൻ്റെ വേദിയെ ധന്യമാക്കുവാൻ പ്രൊഫസർ ഡോക്ടർ കെ ഷൈൻ അവർകളെ പ്രകാശപൂരിതമായ വാക്കുകളാൽ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായും ഉദ്ഘാടന പ്രസംഗത്തിനായും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് കുളങ്ങര സാർ, ശ്രീ കെ ജോൺ സാർ, ശ്രീ രാജേഷ് കുളങ്ങര സാർ, പ്രൊഫസർ തങ്കച്ചൻ സാർ, ബാബു സാർ, മറ്റ് വേദിയിലും സദസ്സിലിരിക്കുന്ന മഹാവ്യക്തികളെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഈ അൺലോക്കിംഗ് ദ ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ശ്രീ ജോർജ് കുളങ്ങര സാർ, അദ്ദേഹം ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അക്കാലത്ത് കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തിൽ നശിച്ച് തകരുന്ന ഒരു സമയത്ത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് മുൻപോട്ട് പോകാൻ ഒരു മാർഗവും കാണാതെ നിൽക്കുന്ന സമയത്ത് ഒരു ദിശാനിർദ്ദേശം നൽകി ഒരു ലേബർ ഇന്ത്യ എന്നൊരു ഗൈഡ് ആദ്യമായി അവതരിപ്പിക്കുകയും അതിലൂടെ ലക്ഷക്കണക്കിന് മലയാളികളായ വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം നടത്തുന്ന ഈ കോളേജിൽ വരുവാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മളിവിടെ സംസാരിക്കുന്നത് NEP 2020, അതുപോലെ നമ്മളുടെ ഭാരതത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണ്. NEP 2020യെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ പല ആയോഗങ്ങൾ അല്ലെങ്കിൽ കമ്മീഷനുകൾ, പോളിസികളൊക്കെ വന്നിട്ടുണ്ട്. 1949 മുതൽ രാധാകൃഷ്ണൻ കമ്മീഷൻ മുതൽ ഇന്ന് 2020യിൽ കസ്തൂരിരംഗൻ പോളിസി, കസ്തൂരിരംഗൻ അധ്യക്ഷനായിട്ടുള്ള NEP 2020 എന്ന പോളിസിയും വന്നിട്ടുണ്ട്. ഇത് മറ്റുള്ള പോളിസികളുടെ ഒരു തുടർച്ചയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം മറ്റുള്ള എല്ലാ പോളിസികളും ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഉള്ള പോളിസികളായിരുന്നു. എന്നാൽ ആദ്യമായിട്ട് ഏകദേശം 185 വർഷങ്ങൾക്ക് ശേഷം മെക്കാളെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇവിടെ അവതരിപ്പിച്ച് 1835 അന്ന് മുതൽ ഇന്ന് വരെയുള്ള 185, ഞാൻ 2020 കണക്കാക്കിയാണ് പറയുന്നത്, 185 വർഷങ്ങൾക്ക് ശേഷം വന്ന
ഭാരതീയമായിട്ടുള്ള വിദ്യാഭ്യാസ നയമാണ് ഇത്. അപ്പോൾ ഭാരതീയമായ വിദ്യാഭ്യാസ നയം എന്ന് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തൊക്കെയാണോ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ പുറന്തള്ളിയത് അതിനെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, എന്നാൽ ലോകത്തിൻ്റെ അറിവിനെ മുഴുവൻ സ്വാംശീകരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ നയമാണ് ഇപ്പോൾ വന്നിട്ടുള്ള വിദ്യാഭ്യാസ നയം. ഇതിനെക്കുറിച്ച് ഇന്ത്യ മുഴുവൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ചിലപ്പോൾ ലക്ഷക്കണക്കിന് സെമിനാറുകളും ചർച്ചകളും നടക്കുകയുണ്ടായി. അതിനു മുമ്പും, ഇത് അവതരിപ്പിക്കുന്നതിന് മുമ്പും ഏകദേശം 2.5 ലക്ഷം സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ചകൾ നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് വളരെ പരമായ രീതിയിൽ ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ള പല സ്റ്റേറ്റുകളിലും സംസ്ഥാനങ്ങളിലും NEP 2020 ഏകദേശം നടപ്പിൽ വരുത്തി കഴിഞ്ഞു. നമ്മൾ 2-3 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ NEPയെക്കുറിച്ചുള്ള ചർച്ച എന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് NEP മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ? അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഓരോ പോയിൻറ്റും എടുത്ത് നമുക്ക് ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്താൽ തീരാത്ത അത്രത്തിൽ ഉണ്ട്. NEP 2020 66 പേജ് മാത്രമുള്ള ഒരു ഇംഗ്ലീഷ് ഡോക്യുമെൻ്റാണ്. എങ്കിലും ഓരോ പേജും ഓരോ 500 പേജിനുള്ള ബുക്കായിട്ട് മാറ്റാവുന്ന തരത്തിലുള്ള ഒരു പോളിസിയാണ് അത്. നമുക്കിതെല്ലാം കൂടെ ചർച്ച ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് തന്ന സമയം 20-25 മിനിറ്റാണ്. കുറഞ്ഞെനിക്ക് 1.5 മണിക്കൂറെങ്കിലും വേണം സാമാന്യമായിട്ട് ഒന്ന് പറയുവാൻ. പക്ഷേ ആ സമയക്കുറവുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. പിന്നെ ടീച്ചർ എഡ്യൂക്കേഷനെക്കുറിച്ചും 2-3 കാര്യങ്ങൾ പറഞ്ഞു നിർത്താം ഞാൻ. ഈ NEP 2020 അദ്ദേഹം ഇപ്പോൾ മലയാളത്തിൻ്റെ കാര്യം പറഞ്ഞു, മലയാളത്തിൽ സംസാരിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ആദ്യമായിട്ട് ഏറ്റവും അധികം മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പോളിസിയാണ് ഈ NEP 2020. നമുക്കറിയാം, നമ്മുടെ മാതൃഭാഷകളെല്ലാം, നമ്മുടെ ഭാരതത്തിലെ മാതൃഭാഷകളെല്ലാം നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാതൃഭാഷയെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ സ്വത്വത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യമാണ്. നമ്മൾ മാതൃഭാഷയിലാണ് ചിന്തിക്കുന്നത്. മാതൃഭാഷയാണ് എത്ര ഭാഷകൾ പഠിച്ചാലും അവസാനം നമ്മുടെ കൂടെ നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം. കാരണം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഭാഷ നമ്മുടെ മാതൃഭാഷയായിരിക്കും. അതുകൊണ്ട് തന്നെ 5ാം ക്ലാസ് വരെ മാതൃഭാഷയിൽ തന്നെ അധ്യാപനം നടത്തണം എന്നുള്ള ഒരു പുതിയ നയം ആണ് ഇതിൽ വന്നിട്ടുള്ളത്. കാലാന്തരം കുറച്ച് കഴിയുമ്പോൾ ഓരോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പോലും മലയാളം ഒരു കമ്പൽസറി, മലയാളം പോലെയുള്ള മറ്റു മാതൃഭാഷകൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനായിട്ട് കമ്പൽസറി ആയിട്ട് വരും. കാരണം നമുക്കറിയാം, ഇപ്പോൾ ചൈനയുടെ കാര്യം എടുത്തു. ചൈനയാണെങ്കിലും കൊറിയയാണെങ്കിലും ഇപ്പോൾ നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ, ജപ്പാനാണെങ്കിലും ഈ നാടുകളെല്ലാം സ്വന്തം മാതൃഭാഷയിലാണ് എല്ലാം പഠിക്കുന്നത്. എന്നിട്ടാണ് അവർ പിന്നെ ലോകത്തിലേറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത്. അപ്പോൾ മാതൃഭാഷയിൽ പഠിച്ചാൽ കൂടുതൽ നേട്ടമുണ്ടെന്നുള്ളൊരു തെളിവാണ്, ഉദാഹരണമാണ് ഈ രാജ്യങ്ങളെല്ലാം. ഇംഗ്ലീഷിൽ നമ്മൾ ഇംഗ്ലീഷിനെ എതിരൊന്നുമല്ല. ഇംഗ്ലീഷ് നമുക്ക് വേണം. ഇംഗ്ലീഷ് ഇല്ലായിരുന്നെങ്കിൽ മഹർഷി അരവിന്ദൻ ഉണ്ടായില്ലായിരുന്നു, സ്വാമി വിവേകാനന്ദൻ ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണ്ട എന്ന് നമ്മൾ NEP 2020 ഒരിടത്തും പറയുന്നില്ല. പക്ഷേ നമ്മൾ പഠിക്കാതെ പോയാൽ, നമ്മളെ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യത്തോട് ഒരു അഭിമാനമുള്ള മനസ്സുള്ളവരായി തീരുള്ളൂ. ഇന്ന് ആ മെക്കാളെ കൊണ്ടുവന്ന എഡ്യൂക്കേഷൻ 185 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ന് തലമുറ പഠിച്ചിറങ്ങുന്നത് ഇന്ത്യയെ ചീത്ത വിളിക്കാനും ഇന്ത്യയെക്കുറിച്ച് മോശമായിട്ട് പറയാൻ വേണ്ടിയാണ്. ആ ഒരു ദുരവസ്ഥയിൽ നിന്ന് നമുക്ക് മാറ്റം ആവശ്യമാണ്. എല്ലാ രാജ്യങ്ങളും, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും വലിയ പാരമ്പര്യങ്ങളൊന്നും ഇല്ലാത്ത രാജ്യങ്ങളാണെങ്കിൽ പോലും അവർക്ക് അവരുടെ രാജ്യത്തെക്കുറിച്ചൊരു അഭിമാനമുണ്ട്. ആ അഭിമാനം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കും വേണം. അതുകൊണ്ടാണ് നമ്മളുടെ വിദ്യാഭ്യാസ രംഗം ഇന്ന് ഇന്ത്യനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഭാരതവത്കരണം ആണ് നമ്മുടെ വിദ്യാഭ്യാസമുള്ളത്. ഭാരതവത്കരണം എന്ന് പറയുമ്പോൾ ഭാരതത്തിലുള്ള മാത്രം പഠിപ്പിക്കുക, ബാക്കിയെല്ലാം റിജക്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമൊന്നുമില്ല. നമ്മളുടെ പാരമ്പര്യം, ഋഗ്വേദത്തിൽ പറയുന്നൊരു മന്ത്രമുണ്ട്, ആനോ ഭദ്ര കൃതവോ എന്തു വിശ്വതഃ.
അതായത് ലോകത്തിലെ എല്ലാ നന്മ നിറഞ്ഞ ചിന്തകളും എന്നിലേക്ക് പ്രഭവിക്കട്ടെ എന്ന് പറയുന്നത് 5000 10,000 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. നമ്മളെന്നും ലോകത്തുള്ള എല്ലാ അറിവിനെയും സ്വീകരിക്കുന്ന സ്വഭാവക്കാരാണ്. അതുകൊണ്ട് ഇന്നും അതുതന്നെയാണ്. ഇനിയുള്ള കാലവും നമ്മൾ ലോകത്തിൻ്റെ അറിവുകൾ മുഴുവൻ സ്വാംശീകരിക്കും. അതോടുകൂടി നമ്മളുടെ സിലബസിൽ നിന്ന് ബ്രിട്ടീഷുകാർ എന്തൊക്കെ എടുത്ത് മാറ്റിവെച്ചോ, എന്തൊക്കെയാണ് അവർ നമ്മൾ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്, അതെല്ലാം തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു ലക്ഷ്യം. അതുപോലെ തന്നെ വേറൊരു വലിയ ഹയർ എഡ്യൂക്കേഷനിൽ വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷനാണ്. മൾട്ടി ഡിസിപ്ലിനറി ഇപ്പോൾ സംസാരിച്ച പോലെ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന സമയത്ത് നമുക്ക് സയൻസ് സ്ട്രീം പിന്നെ ആർട്സ് സ്ട്രീം എന്ന് പറഞ്ഞുള്ള വ്യത്യാസങ്ങളുണ്ടായില്ല. നമ്മളെല്ലാം ഏതൊരു വ്യക്തി എടുത്തു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾ നോക്കുക. നമ്മൾ ചിലപ്പോൾ ഒരു സമയത്ത് നമ്മൾ ഒരു വിഷയം എടുത്തു, ഒരു വിഷയം അന്നത്തെ പ്രാധാന്യമുള്ളൊരു വിഷയം നമ്മൾ പഠിക്കാനെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം തോന്നിയിട്ടുള്ള കാര്യമാണ് അത് പഠിക്കണ്ടായിരുന്നു, വേറൊന്നും പഠിച്ചാൽ മതിയായിരുന്നു, വേറൊന്നും പഠിക്കുക. പക്ഷേ നമ്മളെന്ത് പറ്റും, ഇതൊരു ജയിൽ പോലെ ആയി പോവുകയാണ്. നമ്മളുടെ ഒരെണ്ണത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക, വേറൊന്നുമില്ല. അതിൽ തന്നെ PhD താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ തന്നെ ചെയ്തോളുക എന്നുള്ളതാണ്. ഇപ്പം മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ വരുമ്പോൾ നമുക്കൊരു വിഷയം എടുക്കാം, അതിൻ്റെ കൂടെ അതേ പ്രാധാന്യത്തിൽ വേറെ വിഷയവും കൂട്ടിച്ചേർക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മാറുകയും ചെയ്യാം. മൾട്ടി എൻട്രി ആൻഡ് എക്സിറ്റ് സിസ്റ്റം ഒരെണ്ണം വരികയാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം ചിന്തിച്ച് വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യം അതാണല്ലോ വേണ്ടത് ഏറ്റവും കൂടുതൽ. അവരെന്ത് പഠിക്കണം എന്ന് അവരാണ് ചിന്തിക്കേണ്ടത്, അല്ല മാതാപിതാക്കളോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ല. അവരാണ്, ഒരു വിദ്യാർത്ഥിയാണ് ചിന്തിക്കേണ്ടത് അവൻ എന്താ പഠിക്കേണ്ടതെന്ന്. അവനൊരു വർഷം പഠിച്ചിട്ട് അവന് താല്പര്യമില്ല എങ്കിൽ അത് വിഷയം മാറിയിട്ട് വേറെ വിഷയത്തിലേക്ക് പോകാനുള്ള അധികാരം അവന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ മൾട്ടി ഡിസിപ്ലിനറി 4 years ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സും 4 years കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വർഷം ഒരു വിദ്യാർത്ഥി പഠിച്ചു കഴിഞ്ഞാൽ അവന് സർട്ടിഫിക്കറ്റ് കിട്ടും. അവൻ അതിനുശേഷം പഠിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അവൻ അപ്പോൾ പഠിക്കാൻ സാഹചര്യമില്ല എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവന് ഒരു വർഷത്തെ പഠിച്ചതിൻ്റെ ക്രെഡിറ്റ് അവന് കിട്ടും. ആ ക്രെഡിറ്റോട് കൂടി അവനൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അത് അവൻ്റെ യോഗ്യതയായിരിക്കും. അടുത്തത് അവൻ 2ാമത്തെ വർഷം പഠിക്കണം, പിന്നീട് 2 വർഷം കഴിഞ്ഞിട്ട് പഠിക്കാൻ തോന്നിയെന്ന് വെച്ചു. അപ്പോൾ അതേ കോളേജിൽ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, അതേ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിലും ഏത് കോളേജിൽ പോയും 2ാം വർഷം പഠിക്കാം. കാരണം നിങ്ങൾക്ക് കിട്ടാൻ വന്ന ABC അക്കാഡമിക് ബാങ്ക് ക്രെഡിറ്റ് അത് നാഷണൽ ലെവലിൽ അത് അവിടെ കിടക്കും. നിങ്ങൾ എത്ര ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അത് അവിടെ കിടക്കും. അത് നിങ്ങളുടെ റോൾ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അത് ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അവരെ നോക്കിയിട്ട് നിങ്ങൾക്ക് 2nd ഇയർ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കും. അങ്ങനെ എല്ലാ രീതിയിലും ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ്. എന്തൊക്കെയാണോ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചൊക്കെ കൂലങ്കുഷമായിട്ട് പഠനം നടത്തി ആണ് ഈ വിദ്യാഭ്യാസ നീതി നയം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ എതിർക്കുന്നവരുണ്ട്, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ചർച്ചകളിൽ എനിക്ക് തോന്നുന്നൊരു 50-ൽ കൂടുതൽ പ്രഭാഷണങ്ങൾ ഈ NEP-യെക്കുറിച്ച് മാത്രം ചെയ്തിട്ടുണ്ട്. നമ്മളെ എതിർക്കുന്നവരാണ്, ഈ NEP എതിർക്കുന്നവരാണ് ഇതിൻ്റെ മുമ്പിലിരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും. പക്ഷേ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കും. പിന്നീട് വലിയ ചോദ്യവും ഉത്തരവൊന്നും ഇല്ല. അങ്ങനെ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നയമാണിത്. അതിൻ്റെ അർത്ഥം ഇത് അത്രയ്ക്ക് ഇനി ഇതിനകത്ത് പ്രശ്നങ്ങളില്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രശ്നങ്ങൾ കാണാം. കാരണം 140 കോടി ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നയം അതിൽ നമ്മൾ നടപ്പിലാക്കി കഴിയുമ്പോഴാണ് ചിലപ്പോൾ പല പ്രശ്നങ്ങളും നമ്മൾ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കും. കുറവുകൾ വരുമ്പോൾ കുറവുകൾ പരിഹരിക്കുക അതാണ് ഗവൺമെൻറ് ലക്ഷ്യം. അത് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലാതെ ഒന്നും അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയും ഇല്ല. എന്ന് മാത്രമല്ല, നിങ്ങൾക്കെല്ലാം വിദ്യാർത്ഥികൾക്കറിയാം ത്രിഭാഷാ സൂത്രം എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. 3 ഭാഷകൾ, ട്രൈ ലാംഗ്വേജ് പോളിസി ഒരെണ്ണമുണ്ട്. ഒന്ന് മാതൃഭാഷ, ഒന്ന് ഇൻ്റർനാഷണൽ ലാംഗ്വേജ്, പിന്നെ നാഷണൽ ലാംഗ്വേജ് പറഞ്ഞാൽ ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ മാതൃഭാഷ. അങ്ങനെയാണ് അതിൻ്റെ ആ പാറ്റേൺ. അതിനെ നമ്മൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ഉണ്ട് 3 ഭാഷകളുടെ പോളിസി ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിന് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒന്ന് ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് പഠിക്കണം, ബാക്കി 2 ഇന്ത്യൻ ലാംഗ്വേജ്, ഏതെങ്കിലും 2 ഇന്ത്യൻ ലാംഗ്വേജസ് പഠിക്കുക, മാതൃഭാഷയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാതൃഭാഷ പഠിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും, അത് ഹിന്ദി പഠിക്കണം ഇന്ന് വരെ
ഉണ്ടായിരുന്ന പോളിസികളെല്ലാം കമ്പൽസറി ഹിന്ദി പഠിക്കണമെന്ന് പറഞ്ഞു. അതാണ് തമിഴ്നാട് പോലത്തെ സംസ്ഥാനങ്ങളിൽ വളരെയധികം എതിർപ്പുകളുണ്ടായത്. ഹിന്ദി പഠിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ഭാഷയും ഇമ്പോസ് ചെയ്യാതെ ആരിലും അടിച്ചേൽപ്പിക്കാത്ത ഒരു നയമാണ് ഇപ്പം വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അധ്യാപകനും അധ്യാപക വിദ്യാഭ്യാസവും. അതിനെക്കുറിച്ചാണ് NEP 2020 ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ളത്. കാരണം 2 ചാപ്റ്ററുകൾ, ഒന്ന് ടീച്ചർ എന്ന് പറഞ്ഞ ചാപ്റ്റർ, പിന്നീടൊന്ന് ടീച്ചർ എഡ്യൂക്കേഷൻ, 2 ചാപ്റ്ററുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ടീച്ചർ എഡ്യൂക്കേഷൻ 100% മാറാൻ പോവുകയാണ്. 100% പുതിയൊരു രീതിയിലേക്ക് മാറാൻ പോവുകയാണ്. ഇപ്പം വരെ 2 വർഷത്തെ B.Ed നടന്നിരുന്നത് 2030 അത് ഇല്ലാതാകും, സ്വയം ഇല്ലാതാകും. പുതിയതായിട്ട് 4 years ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സാണ് വരുന്നത്. 4 വർഷത്തെ ഇൻറ്റിഗ്രേറ്റഡ് BA B.Ed BSc B.Ed കോഴ്സുകൾ വരുന്നത്. കാരണം ഇത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. പ്രൊഫഷണലായിട്ടുള്ള എല്ലാ കോഴ്സുകളും ഇങ്ങനെ തന്നെയാണ്. നമുക്കറിയാം BA LLB MBBS ഇതെല്ലാം പ്രൊഫഷണൽ കോഴ്സുകൾ ഡിഗ്രിയോട് കൂടിയുള്ള ഒരു രീതിയാണ്, ഒരു പാറ്റേണാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ B.Edനെ അതിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ പിന്നിൽ എന്താണ്, ഈ 2 വർഷത്തെ കോഴ്സ് ഇല്ലാതാക്കി 4 വർഷത്തെ കോഴ്സിലേക്ക് വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലുള്ള ഒരു കോളേജ് മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ കേരളത്തിൽ B.Ed പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും ചിലപ്പം മനസ്സിലായെന്ന് വരില്ല. കാരണം ഇവിടെ റെഗുലറായിട്ട് ക്ലാസ്സുകൾ നടക്കുന്ന കോളേജുകളാണ് കേരളത്തിലുള്ളത്. റെഗുലറായിട്ട് ക്ലാസ്സുകളുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, അധ്യാപകരുണ്ട്, എല്ലാ എന്താ പറയണ്ടേ, പിന്നെ കലാപരിപാടി, എല്ലാ പരിപാടികളും ഉള്ള ഒരു രീതിയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ കേരളത്തിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കോ അല്ലെങ്കിൽ ഒരു അധ്യാപകനോ ഇതെന്താണ് ഇങ്ങനെ 4 വർഷത്തെ കോഴ്സ് ആക്കുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇതെന്തുകൊണ്ടാക്കുന്നുള്ള പല 2-3 കാരണങ്ങളുണ്ട്. ആദ്യത്തെ ഒന്ന് ആറ്റിറ്റ്യൂഡാണ്, കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്. അതായത് പൊതുവേ ഇപ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വിശേഷിച്ച് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്, പെൺകുട്ടികളാണ് B.Edലേക്ക് വരുന്നത്. ഇത് ചിലപ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എല്ലാവരെക്കുറിച്ചല്ല പറയുന്നത്, താല്പര്യത്തോടുകൂടി വരുന്നവരുണ്ട്. ഡിഗ്രി ചെയ്ത് PG ചെയ്ത് കഴിയുമ്പം സമയമുണ്ട്, കല്യാണമൊന്നും ആയില്ല, എന്നാൽ പിന്നെ B.Ed ചെയ്തേക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ഇത്. അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ല, ഒരിടത്തും കിട്ടിയില്ല, മാർക്ക് കുറവാണ്, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പം B.Ed ചെയ്യാം. അതായത് അങ്ങനെ ഏകദേശം ഇപ്പോൾ 16,000 കോളേജുകൾ കാണും. 18,000 ഉണ്ടായിരുന്നു, 18,000 ഉണ്ടായിരുന്നു. നമ്മുടെ SRC തന്നെ 1850 കോളേജുകൾ പൂട്ടി. ബാക്കി മറ്റുള്ള RCകളും കൂടെ പൂട്ടി എത്രയാണെന്ന് എനിക്കറിയില്ല. അതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്കതൊരു 15,000 കോളേജുകൾ ഇന്ന് കാണുമായിരിക്കും. അപ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ നമ്മൾ എല്ലാ വർഷവും ഡിഗ്രി ഹോൾഡർമാരായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, ആവശ്യമില്ലാത്രയും. അപ്പോൾ ഇതിൽ ഭൂരിപക്ഷവും സംഭവിക്കുന്നത് എന്താണ്, ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ പഠിക്കാൻ വരുന്നവർ. ഇനിയിപ്പം 12ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് ഞാൻ ടീച്ചറാകണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അവൻ ആ കോഴ്സിലേക്ക് പോകാം. അതാണ് ഒന്ന്. രണ്ടാമത്തേത്, കേരളം ഒഴിച്ച് മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും B.Ed കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിയായിരിക്കും. ചിലപ്പോൾ അധ്യാപകർ കാണുകയില്ല, സ്റ്റുഡൻറ്റും കാണുക. സ്റ്റുഡൻറ്റ് വീട്ടിലിരുന്ന് കേരളത്തിൽ നിന്നുള്ളവർ പലരും തമിഴ്നാട്ടിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ടോ എനിക്കറിയില്ല. പല സ്കൂളുകളിലും പഠിപ്പിക്കുന്ന ടീച്ചർമാർ തമിഴ്നാട്ടിൽ റെഗുലറായിട്ട് B.Ed ചെയ്യുകയാണ്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് 130 കോളേജ് തമിഴ്നാട്ടിൽ തന്നെ പൂട്ടി. പക്ഷേ പല ഇതിലും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല, നമ്മുടെ അധികാര പരിധി ഉള്ളതുകൊണ്ട് തന്നെയല്ല, അതാത് സംസ്ഥാനങ്ങളുടെ സഹകരണത്തിൻ്റെ കുറവ് കൊണ്ടും നമുക്ക് പലതും ചെയ്യാൻ സാധിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, കുട്ടികൾ വീട്ടിലിരുന്ന് B.Ed ചെയ്യുന്ന പരിപാടി ഇല്ലാതാകും, ആബ്സെൻറ്റീസം ഇല്ലാതാകും എന്നുള്ള. 4 വർഷത്തെ കോഴ്സ് ആകുമ്പം പഠിക്കേണ്ടി വരും. ഡിഗ്രിയുടെ നോളജ് ഇല്ലാതെ B.Ed ചെയ്തു എങ്ങനെയാണോ, പിന്നെ ഇപ്പം ഡിഗ്രി നല്ലപോലെ ചെയ്യും, അതിനുശേഷം B.Ed എങ്ങനെയൊക്കെയോ ചെയ്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് സ്കൂളിൽ ചേരുന്ന പോലെ ഇനി നടക്കില്ല. കാരണം ഡിഗ്രി നോളജ് ഇല്ലെങ്കിൽ, ആ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നോളജ് ഇല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു മാനേജ്മെൻറ്റും അധ്യാപകനായിട്ട് എടുക്കില്ല. വീട്ടിൽ ഇരുന്ന് ഡിഗ്രി ചെയ്തിട്ട് അതായത് 4 ഇയേഴ്സും വീട്ടിൽ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരിടത്തും അവന് ഒരു ചാൻസും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് കോളേജ് വന്ന് 4 വർഷം പഠിക്കും. അതാണ് അടുത്ത ഒരു നമ്മുടെ ലക്ഷ്യമായിട്ടുള്ളത്. മൂന്നാമത്തെ, സംഖ്യ കുറയ്ക്കുക എന്നുള്ളതാണ്. NEP 2020 വായിച്ചിട്ടുള്ളവർക്കറിയാം. NEP 2020 ഏതെങ്കിലും ഒരു കോളേജിനെക്കുറിച്ച്, ഏതെങ്കിലും കോളേജുകളുടെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് B.Edനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
എൻജിനീയറിംഗ് ഉണ്ട്, മറ്റുള്ള ഇഷ്ടംപോലെ കോളേജുകൾ, പല രീതിയിലുള്ള കോളേജുകളുണ്ട്. പക്ഷേ ബി.എഡിനെ കുറിച്ച് മാത്രം ബി.എഡ് കോളേജുകൾ 10,000 കോളേജുകൾ ഇന്ത്യയിൽ സബ് സ്റ്റാൻഡേർഡ് കോളേജുകളാണെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം മറ്റുള്ള കോളേജുകളെല്ലാം ഹൈ സ്റ്റാൻഡേർഡ് ആണെന്ന് അർത്ഥമല്ല. എഞ്ചിനീയറിംഗ് കോളേജെല്ലാം ഇന്ത്യയിലെ ഹൈ സ്റ്റാൻഡേർഡിന് അർത്ഥമില്ല. എന്തുകൊണ്ട് ടീച്ചർ എഡ്യൂക്കേഷനിൽ മാത്രം പറഞ്ഞു? കാരണം ടീച്ചർ എഡ്യൂക്കേഷനാണ് നമ്മുടെ ബാക്ക് ബോൺ. ടീച്ചർ എഡ്യൂക്കേഷൻ നല്ലതായില്ലെങ്കിൽ ഈ ഇന്ത്യയിലെ എല്ലാ നമ്മൾ ഉദ്ദേശിക്കുന്ന വികസനങ്ങളും തകർന്ന് തരിപ്പണമാകും. കാരണം ഈ ഡെവലപ്മെൻറ്റ് മുഴുവൻ സൃഷ്ടിക്കുന്നത് അധ്യാപകരാണ്. ചന്ദ്രനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സയൻറ്റിസ്റ്റുകളുടെ പിന്നിൽ പ്രവർത്തിച്ചത് അധ്യാപകരാണ്. അപ്പോൾ അധ്യാപകരാണ് എല്ലാത്തിൻ്റെ നെടുന്തൂണായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് NEP 2020 അധ്യാപക വിദ്യാഭ്യാസത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞത് 10,000 കോളേജുകൾ സബ് സ്റ്റാൻഡേർഡാണ്. അത് പറഞ്ഞതിൻ്റെ അർത്ഥം ആ 10,000 കോളേജുകൾ പൂട്ടണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കിനി വേണ്ടത് നല്ല സ്റ്റാൻഡേർഡുള്ള ബി.എഡ് കോളേജുകൾ ഐറ്റപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതായത് ഡിഗ്രി കോളേജായിട്ട് മാറുക. എന്നിട്ട് അവിടെ ഐറ്റപ്പ് ഇൻഡിക്കേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നിലവിലുള്ള ചെറിയ ചട്ടക്കൂടുകളിലുള്ള ചെറിയ കോളേജുകളൊന്നും അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഒരു ഡിഗ്രി കോളേജ് തുടങ്ങാൻ പറ്റുന്ന കോളേജുകൾ വളരെ കുറവായിരിക്കും, അത്രയുള്ള ഫെസിലിറ്റികളുള്ളത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനൊരു ഐറ്റപ്പ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇന്നുള്ള 16,000 കോളേജുകളുടെ എണ്ണം കൂടി വന്ന് ഒരു 6,000-7,000 ആയിട്ട് കുറയും. അത് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അത്രയും അധ്യാപകർ, സ്റ്റാൻഡേർഡുള്ള നല്ല അധ്യാപകർ ഉണ്ടായാൽ മതി എന്നുള്ളത് ആണ് നമ്മുടെ ഒരു ഉദ്ദേശമായിട്ടുള്ളത്. ഇനി അടുത്തൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാം വലിയ ചർച്ചകൾ നടത്തും. വിദ്യാഭ്യാസം അങ്ങനെയാകണം, ഇങ്ങനെയാകണം, വിദ്യാർത്ഥിക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടാകണം, ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ടീച്ചർ എഡ്യൂക്കേഷൻ ഏറ്റവും പ്രാധാന്യമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ടീച്ചർ എഡ്യൂക്കേഷൻ 92% പ്രൈവറ്റാണ്. 8% മാത്രമേ ഗവൺമെൻറ് കോളേജുകളുള്ളൂ. ഗവൺമെൻറ് കോളേജുകളിൽ അവർ UGC സാലറി കിട്ടുന്നുണ്ട്. 90% പ്രൈവറ്റ് കോളേജുകൾ, കുറച്ച് എയ്ഡഡ് കോളേജും കാണും. കേരളത്തിലെ പോലെ അധികം എയ്ഡഡ് കോളേജുകൾ മറ്റുള്ള സംസ്ഥാനങ്ങളില്ല. അപ്പോൾ പ്രൈവറ്റ് കോളേജുകളാണ് 92%. ഇവരുടെ സാലറി ആവറേജ് കണക്ക് കൂട്ടുകയാണെങ്കിൽ M.Edും ചെയ്ത് PhDയും ചെയ്ത അധ്യാപകരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്ന് ആവറേജ് എടുക്കുകയാണെങ്കിൽ 10,000 ആയിരിക്കും. ഇന്ത്യ മൊത്തം എടുത്ത് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 10,000 രൂപീസ് ആയിരിക്കും. എന്താണ് ഈ പരിതാപകരമായ അവസ്ഥ എന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഇവിടുത്തെ ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടുള്ളൊരു PhD ചെയ്തിട്ടുള്ള അധ്യാപകർക്ക് ഒരു ബംഗാളിക്ക് കിട്ടുന്നതിനേക്കാളും കുറവ് ശമ്പളമാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ ആരാണ് കഴിവുള്ളവൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്? താൽക്കാലികമായിട്ട് വീട്ടിലിരിക്കാൻ മടിയുള്ളവർ കുറച്ച് പേര് വന്ന് കോളേജുകളിൽ പണിയെടുക്കാറിയും ഇതിൽ കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്തെങ്കിലും നേടാമെന്ന് ഒരു അധ്യാപകനും വിചാരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു എൻജോയ്മെൻറ്റ് കുട്ടികളുമായിട്ട് ഒന്ന് കൂടുക, അങ്ങനെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുക. ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കും എന്നുള്ളതുകൊണ്ട് വരുന്നവരായിരിക്കും ഭൂരിപക്ഷവും. കാരണം അതിനുള്ള ശമ്പളമേ നമുക്ക് കിട്ടുന്നുള്ളൂ. നമ്മൾ വലിയ വർത്തമാനങ്ങൾ പറയുക, വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുക, എന്നിട്ട് വിദ്യാഭ്യാസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുക, ശമ്പളം സമയത്ത് കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഇത് തകർന്നു പോവുകയുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു, കൂടി വന്നാൽ 10,000 രൂപ ആയിരിക്കും ശമ്പളം. അത് സമയത്ത് കിട്ടത്തില്ല. ഇഷ്ടമുള്ളപ്പോഴാണ് കൊടുക്കുന്നത്. കേരള ഗവൺമെൻറ് 28,000 രൂപ ആയിരുന്ന ഫീസ് 60,000 രൂപ ആക്കി കൂട്ടിയിട്ടില്ലേ? കൂട്ടിയിട്ടിപ്പോൾ 1.5 വർഷമായെന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെ അധ്യാപകരുടെ ശമ്പളത്തെ കൂട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. 28,000 60,000 ആക്കി കഴിഞ്ഞാൽ കുറഞ്ഞത് ഇരട്ടി ശമ്പളം അധ്യാപകർക്കും കൊടുക്കേണ്ടതാണ്. പക്ഷേ അധ്യാപകർക്ക് ശമ്പളം കൂട്ടുന്നതിനെക്കുറിച്ചോ ഒന്നും ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഞാൻ എല്ലാ കോളേജുകളിൽ നിന്നും പോകാറില്ല. സെലക്റ്റഡ് കോളേജുകളിൽ മാത്രമേ ഞാൻ പങ്കെടുക്കാറുള്ളൂ. കാരണം പങ്കെടുത്തതിന് മുമ്പ് ആ കോളേജ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സന്ദേശം സമൂഹത്തിൽ പോകും. അതുകൊണ്ട് കോളേജ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് മാത്രമേ ഞാൻ പോകുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്. എനിക്കൊന്നേ ഉള്ളൂ എല്ലാ മാനേജ്മെൻറ്റുകളോടും പറയാനുള്ളത്,
മാന്യമായ ശമ്പളം അധ്യാപകർക്ക് കൊടുക്കുക. അതിനുള്ള വരുമാനം ഉണ്ട്. എനിക്കറിയാം കേരളത്തിലെ ഭൂരിപക്ഷം കോളേജുകളും ഫീസ് കൂടാതെ ഡൊണേഷനും മേടിക്കുന്നുണ്ട്. ഡൊണേഷൻ മേടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ആക്ഷനും എടുക്കാൻ സാധിക്കില്ല. കാരണം അതെല്ലാം പിന്നിലൂടെയാണ്, അതിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വരാത്ത കാര്യമാണ്. എങ്കിലും ഡൊണേഷൻ മേടിക്കുന്ന കോളേജുകളുടെ എനിക്കൊന്ന് പറയാനുള്ളൂ, നിങ്ങൾ ഡൊണേഷൻ മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം അധ്യാപകർക്ക് ശമ്പളമായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഫീസ് മേടിക്കുന്നുണ്ടല്ലോ, ആ ഫീസിൻ്റെ മാക്സിമം 90% നിങ്ങൾ ശമ്പളമായിട്ട് കൊടുക്കുക. അധ്യാപകരെ ബഹുമാനിക്കാത്ത ഒരു നാടും വികസിക്കില്ല, തകരും. അധ്യാപകരെ ബഹുമാനിക്കാത്ത എല്ലാ രാജ്യങ്ങളും തകർന്നിട്ടുണ്ട്. ഭാരതം അതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ സമയം ആയിരക്കണക്കിന് വർഷങ്ങൾ നിലനിന്നിട്ടുണ്ടെങ്കിൽ അത് അധ്യാപകരെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമാണ്. അധ്യാപകരാണ് എല്ലാത്തിനും നേടുന്നുണ്ട്. രാജാവിന് പോലും ഒരു പ്രാധാന്യവും ഭാരതത്തിലില്ലായിരുന്നു. രാജാവിന് അധികാരിയാണെങ്കിൽ പക്ഷേ ആ രാജാവിനേക്കാളും വലിയ അധികാരിയായിട്ട് രാജഗുരു ഉണ്ടായിരുന്നു. ഗുരുക്കന്മാർക്ക് അത്രയും പ്രാധാന്യം കൊടുത്ത നാടാണ് നമ്മളുടെ. ഞാനിപ്പോൾ അധികം സംസാരിക്കുന്നില്ല, എനിക്ക് തന്ന സമയം തീർന്നെന്ന് എനിക്ക് തോന്നുന്നു. കുറേ കാര്യങ്ങളോട് പറയാനുണ്ട്, പക്ഷേ സമയക്കുറവ് കാരണം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്നെ ഈ വലിയ പരിപാടിയിലേക്ക് ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെന്ന് പറയാൻ പറ്റിയില്ല, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആയിട്ടുള്ള ബാബു സാറ്, അദ്ദേഹമായിട്ട് എനിക്ക് കുറേ കാലമായിട്ട് പരിചയമുണ്ട്. അദ്ദേഹം വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കോളേജ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. അല്ലെങ്കിൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കോളേജുകളിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ. ഈ കോളേജ് നമ്മുടെ കോട്ടയം ജില്ലയിലെ നല്ലൊരു കോളേജാണെന്ന് എനിക്കറിയാം. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. വരാൻ പോകുന്ന സമയത്ത് NCTE പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഐറ്റപ്പ് പോർട്ടൽ തുറക്കും. അതിന് കുറച്ച് സമയമെടുക്കും. വളരെ ശ്രദ്ധിച്ചാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമാണ് ഐറ്റപ്പ് കൊടുത്തിട്ടുള്ളത്. കേരളത്തിൽ പോലും 2 യൂണിവേഴ്സിറ്റി, എൻ്റെ യൂണിവേഴ്സിറ്റിക്കും പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരളയ്ക്ക് മാത്രമാണ് ഐറ്റപ്പ് കിട്ടിയിട്ടുള്ളത്. പിന്നെ കിട്ടിയിട്ടുള്ള IITയും NITക്കും ഒക്കെയാണ്. കോഴിക്കോട് NITക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ്. ഇപ്പം നമ്മളൊരു പൈലറ്റ് പ്രൊജക്റ്റ് പോലെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിനെ സ്റ്റഡി ചെയ്യും. എങ്ങനെയാണ് ഐറ്റപ്പ് 4 ഇയേഴ്സ് ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സ് നടക്കുന്നതെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ പുതിയ പ്രൈവറ്റ് കോളേജുകൾക്ക് വേണ്ടി അത് തുറക്കുകയുള്ളൂ. കാരണം 2014 ഒരു അബദ്ധം പറ്റിയതാണ്. 2 വർഷത്തെ കോഴ്സാക്കി. അന്നത്തെ NCTയിലെ അഴിമതി കാരണം നാട് നീളെ കൂണുകൾ മുളച്ചു പൊങ്ങുന്ന പോലെ കോളേജുകൾ മുളച്ചു പൊങ്ങി. അതാണ് ഇന്ന് 16,000 കോളേജുകളായിട്ടിരിക്കുന്നത്. അതിൽ അന്ന് മുളച്ചു പൊങ്ങിയ കോളേജുകളെ പൂട്ടുന്ന പണി മാത്രമാണ് എനിക്ക് കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ക്രിയേറ്റീവായിട്ട് ഒരു കാര്യം ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. പൂട്ടുന്ന തന്നെ എല്ലാ മീറ്റിങ്ങുകളിലും പൂട്ടത് തന്നെ പൂട്ടാണ്. അപ്പോൾ എന്താ പറയണ്ടേ, അന്നുണ്ടായ ആ പുഴുക്കുത്തുകളെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു പ്രവർത്തനം മാത്രമാണ്. ഇനി ആ അബദ്ധം ഇനി സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് ഗവൺമെൻറ്റിന് വളരെ നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ മെല്ലെ നമ്മൾ ഇതിലേക്ക് പ്രൈവറ്റിലേക്ക് തുറന്നു കൊടുക്കും. അത് തുറന്നു കൊടുക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ. നമുക്ക് നാട് നീളെ പിന്നെ ഇങ്ങനത്തെ ഡിഗ്രി BA BEd കോളേജുകൾ ആവശ്യമില്ല. ആവശ്യമുള്ളത് മാത്രം കൊടുത്തിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരൊറ്റ പുതിയ BEd കോളേജ് പോലും കൊടുത്തിട്ടില്ല. ഒരൊറ്റ കോളേജിന് പോലും ഇൻടേക്ക് കൂട്ടിയിട്ടില്ല. യാതൊരു രീതിയിലും പലരും പ്രയത്നിച്ചിട്ട് പോലും നടന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ പോസ്റ്റിലേക്ക് വരുമ്പോൾ എനിക്ക് കേന്ദ്ര ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഒരു നിർദ്ദേശം തന്നത്, ഒരേ നിർദ്ദേശമാണ് എനിക്ക് തന്നത്, നല്ല കോളേജുകളെ സംരക്ഷിക്കുക, മോശം കോളേജുകളെ പൂട്ടുക എന്നുള്ള ഒറ്റ ഇതാണ് എനിക്ക് തന്നത്. അത് ഇന്ന് വരെ ഞാൻ സംരക്ഷിച്ച് പോകുന്നുണ്ട്, അതേ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കോളേജുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ യാതൊരു തരത്തിലുള്ള ബയാസും ഇല്ല, ഒരു തരത്തിലുള്ള പക്ഷപാതവും ഇല്ല. ഇതുവരെ പക്ഷപാതം കാണിച്ചിട്ടില്ല, കാണിക്കാൻ ആരും സമ്മതിക്കുകയില്ല. ആരെങ്കിലും അങ്ങനെ പക്ഷപാതം കാണിക്കാൻ പറഞ്ഞാൽ ഞാനൊട്ട് ചെയ്യുകയില്ല. ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു കോളേജിന് കൊടുക്കാനോ ഏതെങ്കിലും ഒരു കോളേജിന് കൊടുക്കാതിരിക്കാനോ ഒരു രീതിയിലുള്ള പ്രഷറും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് എനിക്കുണ്ടായിട്ടില്ല. 100% സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. പക്ഷേ ചെയ്യുന്നത് ശരിയായിരിക്കണം.
ചെയ്യുന്നത് ശരിയായിരിക്കണം. തെറ്റ് ചെയ്താൽ അപ്പോഴേ പിടിക്കപ്പെടും. അത് വളരെ ശ്രദ്ധയോടുകൂടി ഇന്ന് വരെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ലേബർ ഇന്ത്യ കോളേജിന് ഒരു ഐറ്റപ്പ് കിട്ടും എന്നുള്ളത് എനിക്ക് സംശയമില്ല. അതിൻ്റെ വരാൻ പോകുന്ന ഐറ്റപ്പിന് വേണ്ടി ഇപ്പം തന്നെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you, sir, for your valuable words. Your enlightened words would always remain in our hearts. നമ്മുടെ ടൈം കീപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് ഇനി പ്രസംഗങ്ങൾ തൽക്കാലം നിർത്തിയിട്ട് ഓണറിങ് കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഓരോ സെഷനിലും ചെയർ ചെയ്യാനുള്ളവരാണ്. ഇനി ഒരു 5 മിനിറ്റ് പുറത്തുനിന്നുള്ള അധ്യാപകർ വന്നിട്ടുണ്ട്, കുട്ടികൾ കൊണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഡൗട്ടുകളെല്ലോ ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ടൊരു 5 മിനിറ്റ് സമയം തരാം. എനി ടീച്ചേഴ്സ് ഈ കേരളത്തിൽ നമ്മുടെ കോളേജിൽ നിന്നോ മറ്റുള്ള കോളേജിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് ഇൻട്രാക്ഷനുള്ളൊരു അവസരം തരുന്നുണ്ട്. ഇഫ് എനിബഡി പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. അതിനൊന്നും പേടിക്കണ്ട, കാരണം സാറിനെ ഇവിടെ വരുത്തിയിരിക്കുന്നത് മറ്റൊന്നിനുമല്ല, നമുക്കെന്തെങ്കിലും സംശയം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സംശയം ഒന്നുണ്ടെങ്കിൽ ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ലീഡ് ചെയ്യാനല്ല, ആദ്യത്തെ സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് സാറിനെ ജോൺ സാറിനെ ക്ഷണിക്കുന്നു. ഷൈൻ സാറ് കേൾക്കാൻ വേണ്ടി ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇൻ്റഗ്രേറ്റഡ് ട്രെയിനിങ് പ്രോഗ്രാം ITEP പ്രാവർത്തികമാകുമ്പോൾ സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ITEP ഇൻ്റഗ്രേറ്റഡ് B.Ed പ്രോഗ്രാം നടത്തുവാനുള്ള അനുവാദം കിട്ടുമോ എന്നുള്ള ഒരു സംശയം. സാർ കേട്ടോ എന്ന് എനിക്കറിയത്തില്ല. സാറിനോടുള്ള ഒരു സംശയം ചോദിക്കാനാണ് പറഞ്ഞത്. B.Ed കോളേജസ് സ്റ്റാൻഡ് അലോൺ കോളേജസ് ആണ് MG യൂണിവേഴ്സിറ്റിയിലെ മെജോറിറ്റി കോളേജസും. ആ കോളേജസിന് ITEP പ്രാവർത്തികമാകുമ്പോൾ അതെങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു സംശയമാണ്. സാറൊന്ന് പറയാം. NEP 2020 വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഉള്ള സ്റ്റാൻഡ് അലോൺ കോളേജുകൾ ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു ഡിഗ്രി കോളേജസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന B.Ed കോളേജുകൾ അതിൻ്റെ ഫെസിലിറ്റി NCT പറയുന്ന ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അവർക്കത് കൺവേർട്ട് ചെയ്ത് B.A. കോളേജ് BSc B.Ed കോളേജായിട്ട് മാറ്റാം. അതിന് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഡിഗ്രി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഡിഗ്രിക്കുള്ള പെർമിഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മേടിക്കുക. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മേടിച്ചതിന് ശേഷം ആണ് നമ്മൾ NCTയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ചെയ്താൽ മതി. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന ഡിഗ്രി കോളേജുകളെക്കാൾ ഇന്ന് നിലനിൽക്കുന്ന B.Ed കോളേജുകൾ കൺവേർട്ട് ചെയ്ത് ഐറ്റപ്പ് അടുത്തുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഇന്ന് നിലനിൽക്കുന്ന ഡിഗ്രി കോളേജുകൾക്ക് B.Edൻ്റെ പ്രാധാന്യം അറിയത്തില്ല. അവർക്ക് പ്രൊഫഷണലായിട്ടുള്ള കോളേജിന് ഇതിനെക്കുറിച്ച് അറിയില്ല. അവർ ഇത് നടത്തി കഴിഞ്ഞാൽ അത് ഫെയിലാകുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഇന്ന് നിലനിൽക്കുന്ന B.Ed കോളേജുകളെ മാറ്റി ഡിഗ്രി കോളേജ് ആക്കുക എന്നുള്ളതാണ്. എങ്കിലേ ഇത് നമ്മൾ ഈ ലക്ഷ്യം പ്രാപിക്കും. Thank you very much. Yes. It's a time to express the token of our appreciation and love. Now I invite Sri Rajesh George Kulangara, MD, Labour India Education Institution, to hand over the momentum to our chief guest, Professor Dr. K.K. Shine, Chairman, SRC, NCTE. Thank you, sir. Now I request our principal, Dr. Babu Kochagundel, to kindly honor our chairman. Sri George Kulangara, Chairman, Labour India
And also I invite George sir to receive the honor. Now I invite Dr. K.K. John, President, Self-Financing Training College Principals Association, MG University, to receive the Panada. And now I invite Professor Dr. T.C. Thankachan, St. Thomas Teachers Training College, Pala, to receive the Panada. Now I invite Professor Dr. T.V. Tulasidaran, former Dean, Director, SBS and Member Syndicate, MG University, to receive the honor. Thank you all. Now, let us invite a person not only known for his leadership but also for his innovative ideas and dynamic personality. An eminent person who leads the herd effortlessly but avoid to be in the limelight. We are honored to invite Sri Rajesh Josh Kolangara, Managing Director, Labour India Educational Institutions. Sir, welcome. ഏറ്റവും ബഹുമാനപ്പെട്ട NCT ചെയർപേഴ്സൺ പ്രൊഫസർ K.K. ഷൈൻ സർ, ലേബർ ഇന്ത്യ ചെയർമാൻ നമ്മുടെ എല്ലാം ഗുരുനാഥനായ ജോർജ് സർ, വേദിയിലിരിക്കുന്ന അധ്യാപക ശ്രേഷ്ഠന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അജണ്ട ലിബറൽ ആർട്സ് എഡ്യൂക്കേഷനും സ്റ്റീമുമാണ്. ഈ അവസരത്തിൽ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സ്റ്റീം എഡ്യൂക്കേഷൻ നിങ്ങൾക്കെല്ലാവർക്കും വളരെ അറിയാവുന്ന ഒരു മേഖലയാണ്. എങ്കിൽ കൂടി നമ്മുടെ പ്രാസംഗികർ പറഞ്ഞതുപോലെ ലോകത്തെ ബെസ്റ്റ് പ്രാക്ടീസസ് എഡ്യൂക്കേഷനിൽ നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏരിയയിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. ലോകത്ത് പിസ റാങ്കിങ് ആണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സ്കെയിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ. അതിൽ തന്നെ 10ാം സ്ഥാനത്താണ് ജപ്പാൻ. ജപ്പാനോടൊപ്പം 10ാം സ്ഥാനത്ത് മറ്റൊരു രാജ്യം കൂടെയുണ്ട്, കൊറിയ. നമുക്ക് ഇന്ന് നമ്മുടെ അതിഥികളായിട്ട് ഈ ഒരു പ്രോഗ്രാമിന് നമുക്കൊരു ചെറിയ പ്രസൻറ്റേഷൻ തരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കൊറിയയിൽ സ്റ്റീം എഡ്യൂക്കേഷൻ ചെയ്യുന്നത് എന്നതിൻ്റെ കേസ് സ്റ്റഡി നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗസ്റ്റായിട്ട് കൊറിയൻ സ്റ്റീം എഡ്യൂക്കേഷനിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ സ്റ്റീം എഡ്യൂക്കേഷനിലെ ഏറ്റവും മികച്ച കമ്പനികളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ലെക്സ് റോബോ, ആഷ്ടൺ ആൻഡ് ഹിസ് ട്രെയിനേഴ്സ്. സോ ഞാൻ ഒരു ആമുഖം എന്ന രീതിയിൽ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഡ്രോണിനെ പറ്റി നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ സംസാരിച്ചു. നമ്മുടെ കാർഷിക രംഗത്ത് എങ്ങനെയാണ് ഡ്രോൺ ടെക്നോളജി, നാനോ ടെക്നോളജി ഉപയോഗിച്ച് മികച്ച വിളവ്, മികച്ച പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്നത് എന്നതിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പ്രൊഡ്യൂസർ കമ്പനികൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. നമ്മുടെ ഓരോ മേഖലയിലും വൈദ്യശാസ്ത്ര രംഗത്താവട്ടെ, കോവിഡ് വാക്സിൻ എത്ര ഫാസ്റ്റായിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ചന്ദ്രയാനിൽ നമ്മൾ ഏറ്റവും അഭിമാനമായ നമ്മുടെ ചന്ദ്രയാൻ പദ്ധതിയിൽ ആ റോവർ ചന്ദ്രനിൽ നമ്മുടെ ദേശീയ പതാകയുമായി നമ്മുടെ ദേശീയ ചിഹ്നം പതിപ്പിച്ചപ്പോൾ നമ്മൾ എത്ര അഭിമാനം ഉണർന്നവരായി എന്ന് നമുക്കറിയാം. അപ്പം ഇതിനെല്ലാം പുറകിൽ ഉള്ള ഒരു വലിയ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് സയൻസും മാത്തമാറ്റിക്സും അടങ്ങുന്ന ഒരു സാങ്കേതികവിദ്യയുടെ വളർച്ച കൂടിയാണ്. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇന്ന് ഇസ്രോ ചന്ദ്രയാനിൽ നമ്മുടെ ദേശീയ പതാക പറപ്പിക്കുന്നതിൽ എത്തി നിൽക്കുന്നത്. ഓരോ കുട്ടിയും, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോ കുട്ടിയും ഈ പതാക ചന്ദ്രനിൽ നിന്ന് ചൊവ്വയിലേക്കും അവിടുന്ന് മുമ്പിലേക്കും കൊണ്ടുപോകാൻ ബാധ്യസ്ഥരാണ് എന്ന തിരിച്ചറിവാണ്
നമ്മൾ അധ്യാപകർക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. നമ്മൾ അത് ചെയ്യണമെന്നില്ല. നമ്മുടെ കുട്ടികളെ അതിന് പ്രാപ്തരാക്കുക, അതിന് ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതിനവരെ കേപ്പബിൾ ആക്കുക, അതിന് റിസോഴ്സസ് അവൈലബിൾ ആക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നാണ് നമ്മുടെ ദൗത്യം. അതെങ്ങനെ സാധിക്കും ക്ലാസ് റൂമുകളിൽ എന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഇതിൻ്റെ ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഒരു ഉദാഹരണം വളരെ കുറച്ച് സമയം കൊണ്ട് സ്റ്റീം എഡ്യൂക്കേഷൻ എങ്ങനെയാണ് കൊറിയ പോലെയുള്ള ഒരു ആധുനിക രാജ്യത്ത് ക്ലാസ് റൂമുകളിൽ എങ്ങനെയാണ് നടപ്പാക്കുന്നതിൻ്റെ കേസ് സ്റ്റഡി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഐ ഇൻവൈറ്റ് ആഷ്ടൻ ആൻഡ് ഹിസ് ടീം just for a short presentation. Over to you, ma'am. Introduce yourself and then go. Okay. 50 minutes? Okay. Okay. Thank you, sir. Go ahead. Okay. Hello, dear teachers and students. It's good to meet you. My name is Hugh, and I am more than happy to be here today in front of you. Thank you for having us here, and thank you for your time, and thank you for this one as well. I like it. And yesterday we came from Seoul, South Korea, to discuss STEAM education trends around the world and why it plays a crucial role in education sectors. And after these two parts, we will introduce our STEAM solution that is currently being used by more than 2,500 schools around the world. Let me begin this presentation by introducing myself in detail. As you already know, my name is Hugh, and I am the Global Education Manager at LuxRobo. And for a brief introduction of our company, LuxRobo, we are an edutech company based in South Korea. And when people hear of our company's name, they often misunderstand that we made some luxurious robots, but actually that is wrong. The name LuxRobo is actually a compound word of lux and robo. Here lux refers a measuring unit of amount of light, and robo stands for robotics. We decided to use this name for our company's name because we believed this name would intuitively deliver our mission, that is, make the world brighter with robotics. We specialize in STEAM education in various education sectors, and we are currently working with Ministry of Educations in countries in Europe, Africa, Middle East, and Asia. And as explained before, we are also working at more than 2,500 schools across the globe, and recently we are expanding our relationships with international schools with prestigious reputation. And now, let's talk about STEAM education, our expertise. Some of you are already familiar with the word STEM, but STEAM here, each letter in the word STEM stands for an academic field. S is science, and T is technology, E stands for engineering, and A as in arts, and M is mathematics. STEAM education is
inevitable global educational trends in this digital era because of its integrated approach to education rather than in isolation. STEAM education is becoming more important, especially for those in lower grades. The earlier they get familiar with it, the better chances they can have in their academic and also career paths. Here, as much as reading and writing skills in academic, digital literacy level is important nowadays. We often see people who say, I am bad at technology. Help me with my smartphone. Help me with my desktop. But now it's okay. But however, in the future that our children will live in, lower digital literacy means failure in their academic and also most of their career paths. So to prevent these tragedies, the world has been placing more and heavier focus on STEAM education. And as you can see, our Lux Lobos STEAM solution is being loved worldwide like this. Let's see how students from kindergarten to university level students use Modi for their STEAM knowledge development. These are a glimpse of how they use our solution. In Poland and Luxembourg, we work directly with the Ministry of Education, and some countries in Asia, including Singapore, and Italy, and many other countries. I need to insert more photos next time. And here, and also many university professors across the globe have shown their interest in Modi for its practical academic assistance for non-engineering majors. And here's a video of Modi workshop at University of California in Los Angeles, made by an invitation of the professor at the school. And yeah, like how to make these creations. These are also made out of their creativity. And some middle school students and high school students also use our educational solution Modi for their STEAM education, and we train teachers as well. And for like grade 1 to 3, or even including kindergarten students, they use Modi for their basic knowledge of programming. And from now on, let's explore our education solution Modi in detail. From now on, Cassie will help us from here. And now Cassie's here. And this time, I want to show you the video we skipped. Actually, this one is very cool. One professor invited us to introduce Modi to master students here, and he's the professor.
is very theoretical, and so we learn all these theorems and the logic behind robots and like different systems, and we never actually get to see it put into use. So it was really nice to get some hands-on experience and like get our creativity sparked to see what we can put together ourselves. It's very user-friendly, the way you can do like if-then statements and write a code without being restricted to one specific language, and so I think it is a great. Prior to coming to graduate school, I was a teacher for elementary school. Very useful for kids at a very young age, but it also incorporates more of a hands-on aspect to it. It allows students at a very young age to express their creativity and kind of apply it towards real-life scenarios, which is the basics for engineering in general. And what's great is you don't really get frustrated, or it's almost as easy as Legos, and you can just put the modules together. The universal first thing to do, and once you understand that, you can build off of it very quickly. Modi is exciting. Like, it's a lot of fun. Like, it's super intuitive. Like, in no time at all. The education aspect is awesome. Like, I looked at the software. It's plug and play, super easy. And how it's very simple and intuitive. I think it's really easy to use, it's simple to use. Super excited to see where this thing goes. And Modi is fantastic, like great tool for teaching. Gateway for younger kids. Like the vision robotics, great fun. It's a lot of fun. Thank you. Actually, as you can see in the video, the Modi was born of the idea that smart devices around us can be made by a simple approach, and this is how we approach to the STEAM education based on robotics and coding. And from now on, Cassie will introduce Modi in detail, and I hope you guys have a time to learn more about Modi in detail here. Thank you. Hi, I'm Cassie. I'm from the Luxembourg. I'm the team of the Ashton and Hugh. Thank you for the detailed information about STEAM education here. And I'm gonna talk about the Modi. So I think you guys are familiar with the Modi as a minister name, but this Modi is actually the product, which is the based on Global Model Kit. So this has like 15 modules in the kit. For instance, there's 6 input modules, which is familiar to dial in real life, and you know the button. And environment can sense the humidity and temperature and volume, such as. So if you want to take a look, there's a demo kit in here, so you can see in it too. So with this kit, I think you guys are not sure about how this works, so I'm gonna show some video about how Modi works. Wanna make something? Modi. So with Modi, we can make a lot of things like that. So with the coding, you can programming on the Modi. So with the code, you can upload on the modules, and you can make anything you want. So there are three main
features in Modi. First of all is scalability, and second one is hardware and software and edge contact, and last one is intuitive. So about Modi, it can scale with, it can use block coding, and you can use the Python too. So to K1 to K12, they can coding with the Modi. And also you can use a lot of many devices, such as PC, laptop, tablets, even smartphone is allowed to do coding because it is web-based. So if there is internet in everywhere, you can use the Modi too. So also, you can combine with the Legos and you can make a structure with the Modi. So in the back of the Modi, there is a Lego bricks. You can put on the Lego bricks on it, so you can make everything you wanted. Also, this one, Modi is a hardware. In the coding, is you can come with the physical coding. The students can interest becomes high because it's a physical things. So with the coding, and normally in the coding we can see the result on the screen, but with the physical coding, so they can check the effect of the coding, like a motor moves or like fence or car. They can make something very show in the first slide. So also the edge contact is the it consists of various sensors that uses in everyday lives. So in the sensor, there's a tilt sensor which can sense distance. For instance, this is used as a car, and inverse sensors used in many places, such as temperature checking in the air conditioner, such as like that. So students can learn about the main idea of their devices with the Modi. The last one is intuitive. So the Modi kit is modular. Actually, this size is not that small, so it is. There is an icon on it, so students can recognize how this works. So it is very visibility. So students can grow and learn about skills, creativity, teamwork, and coding skills. Every project, lots of lessons, they can make their own project with their team members, so they can turn their ideas into realities. Okay. So we are running out of time. I'm gonna skip the video, and so I'm gonna introduce the curriculum of Modi. So Modi curriculum is like cover all the ages. So like there is a worksheet and lesson books, and everything is available, and it aligned with IST, which is a global curriculum, and CSTA, which is American curriculum. And also, we try to match with the NCERT. Some lessons are matched with the NCERT, which is Indian curriculums. Especially NCERT has a Python to the grade 11 to 12, so we can use the Python in Modi. So it is, I think, it is very much with the Indian curriculums too. And is there? Actually, it's almost time to finish up. I really want to mention that our curriculum is aligns with international standards, IST and European standards, DCOMP, and many. We can align any standards, and especially we are working on NCERT for Indian curriculum, and now we are working very hard on Python curriculum to align with Indian programming standards. So that's gonna be within this year, and I really hope this curriculum helps students in India to learn coding and robotics and also they can develop hope to
hope to help them develop their creativity and their critical thinking skills. And now is pretty much all about our Modi. And if there's time, we really wanted to make a session for questions and answers. But for now, I think there's no remaining time, so it's time to say goodbye and finish up this presentation. We really appreciate your attention to the presentation, and please wait for Modi in Indian schools. Thank you. Thank you. Now I would like to invite Ms. Manuja Kimani, Staff Secretary, Labour India College of Teacher Education, Maringatulli. He is always there to guide us to become future teachers. Welcome, ma'am, for the word of thanks. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയ ഗുരുക്കന്മാരെ, നമുക്കറിയാം ഭാരതീയ സംസ്കാരം തന്നെ ഗുരുവിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. എല്ലാത്തിനും ഉപരിയായി അജ്ഞാനത്തിൻ്റെ ആ ഒരു അന്ധകാരം മാറ്റി ആരാണോ പ്രകാശം പകർന്നു കൊടുക്കുന്നത്, ആ ഗു എന്ന അന്ധകാരത്തെ മാറ്റി രു എന്ന പ്രകാശം പകർന്നു കൊടുക്കുന്നവരാണ് അധ്യാപകർ. ഇവിടെ ലേബർ ഇന്ത്യ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നാഷണൽ സെമിനാറിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളും, നമുക്കറിയാം എല്ലാവരും ഗുരുക്കന്മാർ എന്നതിലുപരി തന്നെ ഏറ്റവും നല്ല വ്യക്തിത്വത്തിനുടമകൾ കൂടിയാണ്. ഈ അവസരത്തിൽ നമ്മുടെ നാഷണൽ സെമിനാർ ഇതിൻ്റെ അധ്യക്ഷസ്ഥാനം നിർവഹിച്ച ജോർജ് കുളങ്ങര സാർ, നമ്മുടെ ഭാരതീയ പൈതൃകം തന്നെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സംസ്കാരം തന്നെ ഗുരുകുല വിദ്യാഭ്യാസത്തിലൂന്നിയതാണ്. ഈ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഇന്നത്തെ മോഡേൺ യുഗത്തിലും നമുക്ക് നമ്മുടെ ഈ ഒരു ക്യാമ്പസിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ രംഗത്ത് ലൈഫ് സ്കില്ലിൻ്റെ പ്രാധാന്യം എന്തൊക്കെയായിരിക്കണം, 10 ലൈഫ് സ്കില്ലുകളും ആ 10 ലൈഫ് സ്കില്ലുകളുടെ പ്രാധാന്യം, ആ പ്രാധാന്യത്തിലൂന്നിയുള്ള ഒരു വിദ്യാഭ്യാസമായിരിക്കണം ഈ രംഗത്ത്. അത് കൊണ്ടുവരുന്ന നേട്ടങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്ന അറിവ് നമുക്ക് പകർന്നെന്ന നമ്മുടെ ഗുരുശ്രേഷ്ഠനായ നമ്മുടെ ജോർജ് കുളങ്ങര സാർ. അതോടൊപ്പം തന്നെ നമ്മുടെ ഭാവി തലമുറയെ എങ്ങനെ വാർത്തെടുക്കണം, നാളെയുടെ വാഗ്ദാനങ്ങൾ, നമ്മുടെ ഭൂമിക്ക് എങ്ങനെയാണ് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ടത്, ഭൂമിയുടെ ഇന്നത്തെ തനിമ പച്ചപ്പ് നഷ്ടപ്പെടാതെ, ഭൂമിക്ക് ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ, ഹിമാലയം മുതൽ അദ്ദേഹം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം പരിപാടിയൊക്കെ സംഘടിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഗ്ലോബൽ മലയാളി ആൻഡ് ഫാർമേഴ്സ് അസോസിയേഷൻ്റെ ചെയർമാനും ഒപ്പം തന്നെ ഗ്രീൻ വേൾഡ് ക്ലീൻ വേൾഡ് എന്ന ഇന്നവേറ്റീവ് പ്രോജക്റ്റും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ ജോർജ് കുളങ്ങര സാറിന് എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷൈൻ സാർ, നമുക്കറിയാം NEP 2020 എന്താണ്. NEP 2020 ഇത്രയും നാളും നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന പോളിസികൾ എത്രത്തോളം നമ്മൾ ഇന്ത്യക്കാർ അത് എടുത്തു, എത്രത്തോളം മാറ്റങ്ങൾ ഇനി നമ്മൾ വരുത്തി തീർക്കണം. അപ്പം നമ്മുടേതായ ഒരു പോളിസി, ആ പോളിസിയുടെ പ്രാധാന്യം വെറും 66 പേജ് മാത്രമുള്ള മാതൃഭാഷയ്ക്ക് ഏറ്റവും മുൻതൂക്കം നൽകിയിരിക്കുന്ന നമ്മുടെ NEP 2020 പറ്റി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു അറിവ് പകർന്നെന്ന നമ്മുടെ ഷൈൻ സാർ. അതോടൊപ്പം തന്നെ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യവും ഇൻ്റഗ്രേറ്റഡ് കോഴ്സ്, എത്രത്തോളം ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് നമുക്ക് നമ്മുടെ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റും, അത് ഏതൊക്കെ രീതിയിലായിരിക്കണം അത് നടപ്പിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ 3 ലാംഗ്വേജ് ഫോർമുല, ഇതുവരെ നമ്മൾ മുൻതൂക്കം കണ്ടിരിക്കുന്ന 3 ലാംഗ്വേജ് ഫോർമുല, അതിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ മറ്റേതെങ്കിലും 2 ഇന്ത്യൻ ലാംഗ്വേജുകൾ മാത്രം പഠിച്ചാൽ മതി എന്ന ഒരു തീരുമാനം പോലും ഇപ്പം നമ്മുടെ NEP വന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ കണ്ടുവരികയാണ്.
ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ബഹുമാന്യനായ ഞങ്ങളുടെ ഷൈൻ സാറിന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് കുളങ്ങര സാർ. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് എത്ര മുന്നേറ്റങ്ങൾ വന്നാലും സാങ്കേതിക വിദ്യയും അതിനനുസരിച്ചുള്ള സാങ്കേതിക വിദ്യയ്ക്ക് വരുന്ന മാറ്റങ്ങളെല്ലാം അപ്പോൾ തന്നെ ആ ഒരു വിദ്യാഭ്യാസ രംഗത്ത് എത്തിക്കണം എന്നത് സാറിന് നിർബന്ധമാണ്. ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ കൂടെയും ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഒപ്പമാണെങ്കിലും ഞങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് എല്ലാ മാറ്റങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ ടീച്ചേഴ്സ് തന്നെയാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അത് ടീച്ചേഴ്സ് വേണം കുട്ടികൾക്ക് അത് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പം ഞങ്ങൾക്കെല്ലാം ഏറ്റവും സപ്പോർട്ട് തന്ന് ഞങ്ങളുടെ എല്ലാ വിജയത്തിനും പിന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും ബഹുമാന്യനായ ഞങ്ങളുടെ രാജേഷ് കുളങ്ങര സാറിന് ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ ടി വി തുളസീധരൻ സാർ, നമുക്കറിയാം ഫോമർ ഡീൻ, അതുപോലെ തന്നെ SPS-ൻ്റെ ഡയറക്ടറാണ്, MG യൂണിവേഴ്സിറ്റി മെമ്പർ സിൻഡിക്കേറ്റാണ്. അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന തുളസീധരൻ സാറിന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ KK ജോൺ സാർ, പ്രസിഡൻറ്റ് സെൽഫ് ഫിനാൻസിംഗ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽസ് അസോസിയേഷൻ MG യൂണിവേഴ്സിറ്റി, നമ്മുടെ ജോൺ സാറിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ടെക്നിക്കൽ സെഷൻ കൈകാര്യം ചെയ്യാനെത്തിയിരിക്കുന്ന ഡോക്ടർ TC തങ്കച്ചൻ സാർ, സെൻറ്റ് തോമസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിലെ പ്രൊഫസറാണ്. തങ്കച്ചൻ സാറിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമുക്കിവിടെ സ്റ്റീം എഡ്യൂക്കേഷൻ എന്താണ്, സ്റ്റീം എഡ്യൂക്കേഷൻ എങ്ങനെയാണ് കൊറിയയിൽ അത് ഇമ്പാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ പ്രാധാന്യവും അതിനെപ്പറ്റി നല്ലൊരു വീഡിയോ നമുക്കിവിടെ, അതിൻ്റെ അത്തരത്തിലുള്ള നല്ല വീഡിയോ ലെസൺസ് നമുക്കിവിടെ തന്നു ഈ കൊറിയൻ ടീമിനും. Now it's time to deliver our sincere thanks to Lux Robo Korea for their valuable thoughts regarding STEAM education and Modi curriculum, their learning standards by Modi lessons. And thank you all Lux Robo team. Thank you very much. ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ഞങ്ങളുടെ ബാബു സാറ്, നിങ്ങൾക്കറിയാം ഏറ്റവും കുടുംബത്തിലെ ഏറ്റവും ഉത്തമനായൊരു കാരണവർ. ആ കാരണവർക്ക് ഏറ്റവും തുടക്കത്തിൽ തന്നെ സാർ എപ്പോഴും പറയും ഒരു 3P, ആ 3P ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പദ്ധതിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ആ 3Pയിലുള്ളതായിരിക്കണം. പ്ലാനിങ്, പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ. ഇത് 3-ൽ ആയിരിക്കണം ഏതൊരു പദ്ധതി നമ്മൾ തുടങ്ങുമ്പോഴും ഇതിൽ ഊന്നിയുള്ള ഒരു പ്രവർത്തനമായിരിക്കണം നമ്മൾ പങ്കുവെക്കേണ്ടത്. ഞങ്ങളുടെ ഏറ്റവും ബഹുമാന്യനായ ഞങ്ങളുടെ ബാബു സാറിന് സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ സെമിനാറിന് പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ എത്തിയിരിക്കുന്ന എല്ലാ അധ്യാപകരും മറ്റ് വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ ഇവിടുത്തെ 1ാം വർഷ 2ാം വർഷ B.Ed വിദ്യാർത്ഥികൾക്കും ഇവിടുത്തെ ലേബർ ഇന്ത്യ കോളേജിലെ ലേബർ ഇന്ത്യ ഫാമിലിയിലെ എല്ലാ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am. All begins well and ends well. Now it's a time for the technical section and it is led by Professor Dr. TC Thankachen. He completed his master degree in political science, sociology, English literature, applied psychology and education from different universities. He also completed Master of Philosophy in Education and PhD in Education. He has authorized around 25 books related to different dimensions of education and successfully completed 2 major projects and 1 minor research project funded by UGC. He has participated and presented papers in 8 international conferences, 25 national seminars, conferences, and published more than 50 research papers in national and international journals. He has been honored with several awards. Outstanding Faculty Award in 2015,
Shikshna Ratan Puraskar in 2012, award for the best paper presenter of the year 2009. He is working as the assistant professor in education at St. Thomas College of Teacher Education, Pala, and also functions as research supervisor in education at Bharatiyar University, Coimbatore, Tamil Nadu. So I invite Professor Dr. T.C. Thangachan to handle the technical section. Welcome, sir. സുഹൃത്തുക്കളെ, നമുക്ക് വളരെ സ്പെഷ്യലായിട്ടൊരു പ്രോഗ്രാം ആഡ് ചെയ്ത് കിട്ടി. ഇരട്ടി മധുരത്തോടു കൂടി നമുക്ക് കൊറിയനിൽ കിട്ടിയിട്ടുള്ളതുകൊണ്ട് കുറച്ച് സമയം കട്ട് ഷോട്ട് ചെയ്യുകയാണ് എല്ലാ പ്രോഗ്രാംസും. നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പേപ്പർ പ്രസൻറ്റേഴ്സ് MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിവിധ കോളേജുകളിൽ നിന്നായിട്ടോട് വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പേപ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള വന്നിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് സമയം കിട്ടിയെങ്കിൽ ഇന്ന് ചെയ്യാം, അല്ലെങ്കിൽ നാളത്തേക്ക് ചെയ്യാം. എല്ലാവർക്കും ഉള്ള അവസരം കിട്ടും എന്നുള്ള ഉറപ്പായിട്ടുണ്ട്. തങ്കച്ചൻ സാറിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ ഇത് കുറച്ചും കൂടി സാറിന് ഒരു 2 ദിവസങ്ങളോളം ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. സാറിൻ്റെ ഒരു സ്പെഷ്യൽ ഫീൽഡുമാണിത്. എങ്കിലും അത് ലിമിറ്റ് ചെയ്ത് നമുക്ക് സമയം കീപ്പപ്പ് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കുന്നു. ഉച്ചയ്ക്ക് ചോറുണ്ടുമ്പം എത്രയും വേഗം ചോറുണ്ടിട്ട് നിങ്ങൾ വരണം. സാറിൻ്റെ ജയരാമൻ സാറിൻ്റെ ക്ലാസ് അദ്ദേഹം ഇവിടെ എത്താനായിട്ട് പറ്റിയിട്ടില്ല, അങ്ങേരെ ഓൺലൈനിലായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് ആ കൃത്യസമയത്ത് തന്നെ നിങ്ങൾ ഇവിടെ എല്ലാവരും എത്തി നിങ്ങളുടെ സാന്നിധ്യവും അങ്ങേർക്ക് കാണും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് കണ്ട് വീഡിയോ കോൺഫറൻസ് വഴിയായിട്ടാണ് ചെയ്യുന്നത്. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. താങ്ക് യു സാർ. തങ്കച്ചൻ സാർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ആമുഖമില്ലാതെ വിഷയത്തിലേക്ക് കടക്കുന്നു. NEP 2020 ആൻഡ് ടീച്ചർ എഡ്യൂക്കേഷൻ, എക്സ്പെഷ്യലി ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, അൺലോക്കിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. ഞാൻ 5 വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചാണ് വന്നത്. 1 മണിക്കൂറായിരുന്നു എനിക്ക് തന്നിരുന്ന സമയം. അത് 20 മിനിറ്റായി ചുരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വിശദാംശങ്ങളില്ലാതെ എൻ്റെ ഒരു ഉദ്ദേശം 5 കാര്യങ്ങൾ. ഒന്ന്, ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ അധ്യാപക വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു, അതിൻ്റെ പോളിസി ഡയറക്റ്റീവ് എന്താണ്, അത് ഷൈൻ സാർ ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അതിലേക്ക് കടക്കുന്നില്ല. 2, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഏജൻസി, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ നമ്മളോട് സംസാരിച്ചു. NCETയുടെ ചെയർമാൻ നമ്മുടെ കൂടെ ഉണ്ട്. ഒരു പൈലറ്റ് സ്റ്റഡിയായി യൂണിവേഴ്സിറ്റികളിൽ, പ്രത്യേകിച്ച് കേന്ദ്ര സർവകലാശാല അടക്കമുള്ളിടത്ത് ഈ ITEP പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിപ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ, കേരളത്തിലെ അധ്യാപക വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരു കൺഫ്യൂഷൻ, സംസ്ഥാന സർക്കാർ ഇതിനെ എങ്ങനെ സ്വീകരിക്കും എന്നതാണ്. അതിനുവേണ്ടി എന്തു ചെയ്തിരിക്കുന്നു, നമ്മുടെ രാജ്യം എന്തു ചെയ്യുന്നു, ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ച് ഞാൻ നിർത്തിക്കൊള്ളാം. നമ്മുടെ രാജ്യം ദേശീയ വിദ്യാഭ്യാസ നയം പുറത്തിറക്കി. വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അതിൻ്റെ പിന്നിൽ ഏകദേശം 284 പേജുള്ള ഒരു വലിയ ഡോക്യുമെൻ്റ്, അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് പോളിസി ഉണ്ടായിരുന്നു. അതിൻ്റെ 15ാമത്തെ അധ്യായം ടീച്ചർ എഡ്യൂക്കേഷനെ കുറിച്ചാണ്. സാർ ഇവിടെ സൂചിപ്പിച്ചിരുന്നു അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച്. അത് ഈ 15ാമത്തെ ചാപ്റ്റർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2012 ജസ്റ്റിസ് JS വർമ്മ കമ്മീഷൻ റിപ്പോർട്ടും 2015-16 ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ റിപ്പോർട്ടിലും അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാര തകർച്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ സ്ട്രീമിൽ കോഴ്സ് നടത്തുന്ന 17,000 സ്ഥാപനങ്ങളിൽ 90% ലോ ഓർ ലെസ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ഒരു സ്ട്രിഞ്ചിൻറ്റ് ആക്ഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് സാറ് സൂചിപ്പിച്ചത്. ഇപ്പോഴെന്തൊക്കെ നടന്നിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട്? ഒന്നാമത്തെ കാര്യം, ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് അധ്യാപക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ സ്ട്രക്ചർ നമുക്കറിയാം. 2ാം ക്ലാസ് വരെ ഒരു സ്ട്രക്ചർ, ഫൗണ്ടേഷണൽ. 3, 4, 5 പ്രിപ്പറേറ്ററി, 6, 7, 8 മിഡിൽ സ്റ്റേജ്, 9 മുതൽ 12 വരെ സെക്കൻഡറി. ഇതാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞിരിക്കുന്നത്.
ഇതിനെ സാധൂകരിച്ചുകൊണ്ട് NCTE ഒരു ഐറ്റെപ് കരിക്കുലം ഫ്രെയിംവർക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാനത് പരിചയപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാറിന് അയച്ചു തരാം, നിങ്ങളുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻറ്റിൽ 3 തരത്തിലുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. BA B.Ed, BSc B.Ed, BCom B.Ed. അത് ഈ പറഞ്ഞ 4 തലങ്ങളിലും ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫൗണ്ടേഷണൽ, പ്രിപ്പറേറ്ററി, മിഡിൽ ആൻഡ് സെക്കൻഡറി. അത്രയും വിശാലമായ ഒരു സ്കീമാണ് ഈ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ SCERT ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. കേരള കരിക്കുലം ഫ്രെയിംവർക്ക്. അതിൻ്റെ പേജ് നമ്പർ 87 പറയുന്നുണ്ട്, കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന സ്കൂൾ സ്ട്രക്ചറൽ ചേഞ്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞിരിക്കുന്നതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ദിസ് ഈസ് കൺഫ്യൂഷൻ നമ്പർ 1. സ്കൂൾ സ്ട്രക്ചറിനെ കുറിച്ച് ഈ കേരളത്തിൽ ഇറക്കിയിരിക്കുന്ന ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ 6 വയസ്സ് വരെ. 6 വയസ്സ് മുതൽ ഏകദേശം 12 അല്ലെങ്കിൽ 13, 1 മുതൽ 7 വരെ ക്ലാസ്സുകൾ. 8 മുതൽ സെക്കൻഡറി ആയിട്ട് ഹയർ സെക്കൻഡറി ഇൻക്ലൂഡിങ്, അങ്ങനെ 3 സ്റ്റേജുകൾ എന്നാണ് ഈ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ 2 ഡോക്യുമെൻറ്റും കോൺട്രഡിക്ടറിയാണ്. കേരളത്തിൽ ഇറക്കിയിരിക്കുന്ന ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ് ഇറക്കിയിരിക്കുന്ന ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇറക്കിയിരിക്കുന്ന ഈ ഡോക്യുമെൻ്റ് ഈ 4 സ്റ്റേജിനെ കുറിച്ച് പറയുന്നില്ല. അതാണ് ഒന്നാമത്തെ കൺഫ്യൂഷൻ. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പ്രശ്നങ്ങൾ മാത്രം പറയല്ല, അതിന് പരിഹാരവും കൂടെ പറയാം. നമ്മുടെ B.Ed പ്രോഗ്രാമുകൾ തുടങ്ങുമ്പോൾ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് തുടങ്ങുമ്പോൾ ആര് തുടങ്ങണം, അതിനെക്കുറിച്ച് ഷൈൻ സാർ ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതിനെക്കുറിച്ച് പറയുന്നൊരു ഡോക്യുമെൻറ്റുമുണ്ട്. ഡോക്യുമെൻറ്റിൻ്റെ പേരിതാണ് ട്രാൻസ്ഫോമിങ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻറ്റു മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാം കോപ്പി ഞാൻ തരാം. ഞാൻ സമയക്കുറവ് മൂലം PPT മറ്റ് ഡോക്യുമെൻറ്റിലേക്ക് കടക്കുന്നില്ല, പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ഡോക്യുമെൻറ്റിൽ 3 തരത്തിലുള്ള ട്രാൻസ്ഫർമേഷൻ സ്ട്രാറ്റജിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാമത്തേത് സാർ ഇവിടെ സൂചിപ്പിച്ചു, നമുക്ക് കോഴ്സുകൾ തുടങ്ങാം. സൗകര്യങ്ങളുള്ള B.Ed കോളേജുകളിൽ കോഴ്സുകൾ തുടങ്ങാം. ഇപ്പോൾ BA കോഴ്സും BSc കോഴ്സോ BCom കോഴ്സോ തുടങ്ങി അതിൻ്റെ എഡ്യൂക്കേഷൻ കോഴ്സും കൂടെ തുടങ്ങിയാൽ ആ പ്രശ്നം സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, നമുക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജുമായിട്ട് മെർജ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ. UGC പറയുന്ന ഒരു ഓപ്ഷനും കൂടിയുണ്ട്, സെയിം മാനേജ്മെൻറ്റുകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ക്ലസ്റ്റർ ഓഫ് കോളേജസ് അതിൻ്റെ ഭാഗമാകാം. അപ്പോൾ ഈ 3 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ഞാനത് സ്റ്റേജിലിരുന്ന് സാറിനോട് ചോദിച്ചു, ഈ ക്വാളിറ്റിയെ സംബന്ധിക്കുന്നൊരു കാര്യം എനിക്കുണ്ടായിരുന്നൊരു സംശയമായിരുന്നു. സാറത് പറഞ്ഞ് പരിഹരിച്ചു. കോളേജുകളുടെ ക്വാളിറ്റി തീരുമാനിക്കാൻ ഇപ്പോൾ നമുക്ക് 2 സംവിധാനങ്ങളുണ്ട്. ഒന്ന് അക്രഡിറ്റേഷൻ, 2 നാഷണൽ റാങ്കിങ്. എല്ലാവർക്കും അറിയാവുന്നതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്, NIRF. നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ NIRF റാങ്കിനെ കുറിച്ച് പറയാറുണ്ട്. നമുക്ക് അഭിമാനിക്കാം കേട്ടോ. NCTയുടെ ചെയർമാൻ മലയാളിയാണ്, നമ്മുടെ നാട്ടുകാരനാണ്, നമുക്ക് അഭിമാനിക്കാം. ഇന്ത്യയിലെ NIRF റാങ്കിങ്ങിൽ ആദ്യത്തെ 100 റാങ്കുകളിൽ 49 കോളേജുകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സൗത്ത് ഇന്ത്യയിലാണ്, കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്. എന്ന് പറഞ്ഞാൽ 50%. 14 സ്ഥാപനങ്ങൾ കേരളത്തിലും 35 സ്ഥാപനങ്ങൾ തമിഴ്നാട്ടിലുമാണ്. സാറ് നയിക്കുന്ന ഈ സതേൺ റീജിയണിൽ തന്നെയാണ് ഇന്ത്യയിലെ ക്വാളിറ്റിയുള്ള 100 ആദ്യത്തെ 100 റാങ്കിൽ 49, ഞാൻ റൗണ്ട് ചെയ്ത് 50 എന്ന് പറഞ്ഞു, പകുതി സ്ഥാപനങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ക്വാളിറ്റി ഫ്രെയിംവർക്കിൽ വലിയ പ്രശ്നമില്ല, കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നമില്ല. പക്ഷേ നമ്മളിതിന് ക്വാളിറ്റിക്ക് ഒരു മാൻഡേറ്റ് വേണ്ടേ? ആ മാൻഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, സാറിനോട് സ്റ്റേജിലിരുന്നപ്പോൾ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞതാണ്, മെർജ് ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് NAAC A ഗ്രേഡ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ 2 സ്ഥാപനങ്ങൾക്കും ക്വാളിറ്റി ഇല്ലെങ്കിൽ അത് ഇൻ്റഗ്രേറ്റഡ് തുടങ്ങാൻ പറ്റുകയില്ല. അങ്ങനെയല്ലേ സാറേ? അപ്പോൾ ഒരു സ്ഥാപനത്തിന്
നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിൽ എ ഗ്രേഡ് ഉണ്ടായിരിക്കണം. നമ്മൾ അടിയന്തരമായി ചെയ്യേണ്ട കാര്യം അക്രഡിറ്റേഷന് പോകണം. അടിയന്തരമായി ചെയ്യേണ്ട കാര്യം അതാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ എ ഗ്രേഡ് ഇല്ലാത്ത കോളേജുകളാണെങ്കിൽ എ ഗ്രേഡിലേക്ക് വരാനും, ഇപ്പം നമുക്കറിയാം ഈ അടുത്ത കാലത്ത് അക്രഡിറ്റേഷൻ നടന്ന കോളേജുകൾക്കെല്ലാം എ ഗ്രേഡ് ഉണ്ട്. ഇനി ഇതിൻ്റെ കരിക്കുലം എങ്ങനെയായിരിക്കണം എന്ന് NCTയുടെ ഐറ്റപ്പ് കരിക്കുലം ഫ്രെയിംവർക്ക് ഇറങ്ങിയിട്ടുണ്ട്. വളരെ വിശാലമായൊരു ഡോക്യുമെൻ്റാണ്. അതിൽ 7 സ്കീമുകൾ പറഞ്ഞിട്ടുണ്ട്. 7 സ്കീമുകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ സെമിസ്റ്ററിൽ എന്ത് പഠിപ്പിക്കണം, 8 സെമിസ്റ്ററുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ പഠിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന, ഇപ്പോൾ സയൻസ് സ്ട്രീമാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് കാണുമായിരിക്കും. പ്ലസ് എഡ്യൂക്കേഷനിൽ നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നതിൽ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷനുണ്ട്, ഇവാലുവേഷനുണ്ട്, അസസ്മെൻറ്റ് പ്രൊസീജിയറുണ്ട്, പെഡഗോജിക് പ്രാക്ടീസസ് ഉണ്ട്, സ്കൂൾ ഇൻറ്റേൺഷിപ്പ് ആൻഡ് സ്കൂൾ പ്രാക്ടീസസ് ഉണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർവീസസ് ഉണ്ട്, എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി ഉണ്ട്, NSS ഉണ്ട്. ഇതെല്ലാം കരിക്കുലത്തിൻ്റെ ഭാഗമായി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഞാൻ തരാം. 9 ഡോക്യുമെൻറ്റുകളാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതെല്ലാം സാറിന് അയച്ചു തരും. അത് നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ വരും. അപ്പോൾ ഈ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന 8 സെമസ്റ്ററിൽ ഏകദേശം 68 ക്രെഡിറ്റുള്ള കോഴ്സുകൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. മൊത്തം 168 ക്രെഡിറ്റാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ മജോറിറ്റി ക്രെഡിറ്റും എഡ്യൂക്കേഷനാണ്. അപ്പോൾ അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഈ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഭംഗിയായി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം കൂടുകയുള്ളൂ, കുറയില്ല. മാത്രവുമല്ല, വിവിധ വിഷയങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് ആ വിഷയത്തോടൊരു കൂടുതൽ താല്പര്യം തോന്നുകയും ചെയ്യും. അതിനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നം ഇപ്പം നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതിന് സാറ് മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഗുണനിലവാരമില്ലാത്ത സ്ഥാപനങ്ങളെല്ലാം ഘട്ടം ഘട്ടമായി ഒഴിവാക്കപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു പ്രത്യേകത. അടുത്തത് ഈ കേരള കരിക്കുലം ഫ്രെയിംവർക്ക്, അതിനെക്കുറിച്ചുകൂടി നമ്മൾ ചർച്ച ചെയ്യണം. എന്താണെന്ന് ചോദിച്ചാൽ, സംസ്ഥാന സർക്കാരും സർവകലാശാലയും എല്ലാം ഇടപെടുന്ന മേഖലയാണ് ഈ ടീച്ചർ എഡ്യൂക്കേഷൻ. ഇപ്പോൾ നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് അധ്യാപക വിദ്യാഭ്യാസത്തിൽ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് പൂർണ്ണമായി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ നിയമസഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് നടപ്പിലാക്കും എന്ന് പറഞ്ഞു. മാത്രവുമല്ല, ഞാൻ മുൻപ് പറഞ്ഞ ഈ KCF 2023 അതിൻ്റെ പേജ് നമ്പർ 84 ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം ശുപാർശ ചെയ്യുന്ന അധ്യാപക വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാൻ നേതൃത്വം നൽകുന്ന NCT പോലെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും കേരളത്തിൽ അധ്യാപക വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? എന്താ? ഞാൻ ആ ഡോക്യുമെൻ്റ് കാണിക്കാതെ, അപ്പോൾ നിങ്ങൾക്ക് സംശയം മാറിക്കോളൂ. അതായത് കേരളത്തിൽ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടപ്പിലാക്കുന്നതാണോ ഇല്ലെന്നാണോ? നടപ്പിലാക്കും. അതിന് നേതൃത്വം കൊടുക്കുന്ന NCT അടക്കമുള്ള ഏജൻസികൾ. മാത്രമല്ല, ഒരു പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്ന NCTയെക്കുറിച്ച് മാത്രമല്ല കേട്ടോ, NCTയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ മെഡിക്കൽ ഏജൻസികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, AICT. എങ്ങനെ ദേശീയ തലത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നയിക്കുന്ന എല്ലാ ഏജൻസികളുടെയും സ്കീം നടപ്പിലാക്കും എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിനുവേണ്ടി ഇറക്കിയ ഒരു ഡ്രാഫ്റ്റിൽ, അധ്യാപകർക്ക് പരിശീലനം കൊടുക്കാൻ ഇറക്കിയ ഒരു ഡ്രാഫ്റ്റിലുള്ള ഒരു ചോദ്യവും ഇതാണ്: ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്ന ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടപ്പിലാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് അധ്യാപകരോട് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഐറ്റപ്പ് പ്രോഗ്രാം നടപ്പിലാകും. ഇനി നമ്മുടെ ഒരു കൺഫ്യൂഷൻ ഇതാണ്: ഇതെന്ന് നടപ്പിലാകും? നമുക്കറിയാം, അതിൻ്റെ 1ാം ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. പൈലറ്റ് സ്റ്റഡിയാണെന്ന് സാറ് പറഞ്ഞു, ഒരു പൈലറ്റ് പ്രോജക്റ്റാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും
സ്റ്റഡീസൊക്കെ നടക്കും, എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടായോ നോക്കും, അതിനുശേഷം പരിഹരിക്കും. ഇനി കൺഫ്യൂഷനൊന്നും ഉണ്ടാകില്ല എന്നും പറയാൻ പറ്റുകയില്ല കേട്ടോ. എൻ്റെ മനസ്സിലുള്ളൊരു കൺഫ്യൂഷൻ പറയാം. ഞാൻ ഈ ഡോക്യുമെൻ്റ് എല്ലാം വായിച്ച ആളാണ്. എൻ്റെ മനസ്സിലുള്ളൊരു കൺഫ്യൂഷൻ പറയാം. നമ്മൾ ഈ ട്രെയിനിങ് കോളേജുകളിലേക്ക്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ഡിഗ്രി പ്രോഗ്രാം കൂടി ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ കോഴ്സ് തുടങ്ങുമ്പോൾ നിലവിൽ കേരളത്തിലുള്ള ഒരു പ്രശ്നം, നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഡിഗ്രിക്ക് പിള്ളേരില്ല എന്നുള്ളതാണ്. നമുക്ക് കുട്ടികൾ കുറവാണ്. കേരളത്തിൽ എത്ര സീറ്റുകൾ ഈ വർഷം ഡിഗ്രിക്ക് വേക്കൻ്റ് ആണെന്നറിയാവോ? 16,500 സീറ്റുകൾ വേക്കൻ്റാണ്. അതിലേറ്റവും കൂടുതലുള്ള ഒരു യൂണിവേഴ്സിറ്റി, രണ്ടാമത്തെ സ്ഥാനം മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്കാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ചില കോളേജുകളിലേക്ക് അധ്യാപകർക്ക്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ അധ്യാപകർക്ക് NEPയുടെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഫിസിക്സിൽ 3 കുട്ടികളുള്ള ഒരു കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥാപനത്തിലും, മാത്തമാറ്റിക്സിൽ 5 പേരും, കെമിസ്ട്രിയിൽ 6 പേരുമൊക്കെ ഉള്ള, എന്ന് പറഞ്ഞാൽ 30, 40, 50 വരെ സീറ്റുകളുള്ള ഇത്രയും എണ്ണം കുറഞ്ഞ സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ ഓട്ടോണമസ് കോളേജുകളിൽ ഇത്രയും പ്രശ്നം ഇല്ല. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമുള്ളൂ. നിങ്ങൾ പറഞ്ഞു, സമയത്ത് അഡ്മിഷൻ നടക്കുന്നുണ്ട്, സമയത്ത് പരീക്ഷ നടക്കുന്നുണ്ട്, സമയത്ത് റിസൾട്ട് വരുന്നുണ്ട്. NIRF റാങ്കിങ്ങിൽ ഒരു സ്ഥാപനത്തിന് ബെറ്റർ റാങ്ക് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളിൽ ഒന്ന് എന്താണെന്നറിയാമോ? പരീക്ഷ നടന്ന് 14 ദിവസത്തിനകം റിസൾട്ട് വരുന്നുണ്ടോ എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 3 തരത്തിലുള്ള സ്ഥാപനങ്ങളെ ഉണ്ടാകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 ഓട്ടോണമസ് കോളേജുകൾ, 2 ഡിഗ്രി ഗ്രാൻഡിങ് യൂണിവേഴ്സിറ്റികൾ, 3 റിസർച്ച് ഇൻറ്റൻസീവ് യൂണിവേഴ്സിറ്റീസ്. ഇങ്ങനെ. അപ്പോൾ ആദ്യത്തെ ഘട്ടമായ ഓട്ടോണമസ് കോളേജുകളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടാൻ നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പരിശ്രമം തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാമോ? തുടങ്ങി. ഞാൻ ഏകദേശം 150ഓളം കോളേജുകളിലെ പ്രതിനിധികളുമായി സംസാരിച്ചിട്ടുണ്ട്. മീറ്റിങ്ങുകളിൽ പങ്കെടുത്തപ്പോഴും പാർട്ടിസിപ്പൻ്റായിട്ട് പോയപ്പോഴും എല്ലാം. എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് എറണാകുളത്ത് ലുലു ഹോട്ടലിൽ വെച്ച് സാറിൻ്റെ നേതൃത്വത്തിലൊരു സെമിനാർ ഈ കേരളത്തിലെ പ്രമുഖമായ കോളേജുകളിലെ എല്ലാം പ്രിൻസിപ്പൽമാരെയും മാനേജർമാരെയും വിളിച്ച് ഒരു ചർച്ച നടത്തിയിരുന്നു. അന്ന് ഞാനും അതിനകത്ത് ഒരു പങ്കാളിയായി പാർട്ടിസിപ്പൻ്റായിട്ട് പോയതാണ്. അതിനുശേഷം അന്ന് വന്ന കോളേജുകളിലെ ഏകദേശം 120ഓളം കോളേജുകളിലെ പ്രിൻസിപ്പൽമാരും മാനേജർമാരും പല സ്ഥലങ്ങളിൽ, സെൽഫ് ഫിനാൻസിങ്ങും അല്ലാത്തതെല്ലാം പല സ്ഥലങ്ങളിൽ മീറ്റിംഗ് കൂടുകയും ഒരു പകുതിയിലധികം കോളേജുകൾ ഓട്ടോണമിയിലേക്ക് പോകാനായി പരിപാടികൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. 2030 മുൻപ് കേരളത്തിൽ ഇപ്പോൾ ലീഡിംഗ് ആയിട്ടുള്ള കോളേജുകളെല്ലാം തന്നെ ഓട്ടോണമസിലേക്ക് മാറും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കോളേജുകൾക്ക് കോഴ്സ് തുടങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സാമാന്യം ഭേദപ്പെട്ട ഒരു കോളേജിനെ കണ്ട് റെഡിയാക്കി വെക്കണം. 2 ഓപ്ഷൻ നമ്മൾ എടുക്കണം. ഒന്ന്, നമുക്ക് തുടങ്ങാൻ പറ്റുമോ, നമുക്ക് ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു കോളേജിനെ കണ്ടുവെക്കണം എന്ന് പറഞ്ഞാൽ അക്രഡിറ്റേഷനുള്ള, സൗകര്യമുള്ള, ക്വാളിറ്റിക്ക് പ്രാധാന്യം നൽകുന്ന, നമ്മളെ അബ്സോർബ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള. ഞാൻ കുറേ കോളേജുകളോടൊക്കെ ചോദിച്ചപ്പം കോളേജുകൾ മാനേജ്മെൻറ്റ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. അവർക്ക് B.Ed കോളേജുകളെയും കോഴ്സിനെയും അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടമാണ്. എന്താ കാര്യം എന്നറിയാമോ? ഡിഗ്രിക്ക് കുട്ടികൾ കുറവാണെങ്കിലും B.Edന് അപേക്ഷകർ കൂടുതലാണ്. അവർക്ക് പച്ച പിടിക്കാം എന്നൊരു ധാരണ അവരിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് അധ്യാപകർ മാത്രം ചിന്തിക്കേണ്ട വിഷയമല്ല. മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പൽ, അധ്യാപക, വിദ്യാർത്ഥികൾ എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു മേഖലയാണ്, ഒരു ചർച്ചയാണ് ഈ മേഖലയിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിലെ കൺഫ്യൂഷൻസ് നമുക്ക് ധാരാളമുണ്ട്. ഞാൻ ഒരു 5 മിനിറ്റും കൂടെ നിങ്ങൾക്ക്, എനിക്കുള്ള സമയം 10 മിനിറ്റ് കഷ്ടിച്ചേ ഉള്ളിരി, 5 മിനിറ്റ് കൂടെ സമയം തരാം. ഞാൻ കൂടുതൽ പറയുന്നതിനേക്കാൾ നല്ലത്
നിങ്ങൾ ചോദിക്കുന്നതായിരിക്കും. ഞാൻ ഈ ഡോക്യുമെൻ്റ് എല്ലാം വായിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ 9 ഡോക്യുമെൻറ്റുകളുണ്ട്. ഒന്ന് NCTയുടെ ഗസറ്റ് നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾ വായിച്ചിട്ട് കാണും. ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം തുടങ്ങാനുള്ള ഫെസിലിറ്റി എന്താണ്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എന്താണ്, അധ്യാപകരെന്തായിരിക്കണം, അവരുടെ യോഗ്യത എന്തായിരിക്കണം, എത്ര അധ്യാപകർ വേണം. നിങ്ങൾക്കൊന്ന് പറയാം, ഒരു BEd കോഴ്സ് അല്ലെങ്കിൽ BSc BEd കോഴ്സ് തുടങ്ങാൻ എത്ര അധ്യാപകർ വേണമെന്നറിയാമോ? 9 പേരും, പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കൗൺസിലിങ് എന്ന് പറഞ്ഞാൽ അത് പാർട്ട് ടൈം പറ്റും കേട്ടോ. ഫിസിക്കൽ എഡ്യൂക്കേഷനൊക്കെ പാർട്ട് ടൈം പറ്റും. അങ്ങനെ ഏകദേശം 11 പേരുള്ള ഒരു സ്കീമാണ് ഈ ഗസറ്റ് നോട്ടിഫിക്കേഷനിലുണ്ട്. അപ്പോൾ അത് ഒന്ന് വായിക്കണം, എടുത്ത് കോളേജുകളിലെല്ലാം ഒരു കോപ്പി എടുത്ത് വെക്കണം. ഞാൻ അതിൻ്റെ കോപ്പി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, തരാം. ഗസറ്റ് നോട്ടിഫിക്കേഷൻ 1. രണ്ടാമത്തേത് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം NCTE കരിക്കുലം ഫ്രെയിംവർക്ക്. NCTE പറയുന്ന കരിക്കുലം ഫ്രെയിംവർക്ക് രണ്ടാമത്തെ ഡോക്യുമെൻറ്റ്. മൂന്നാമത്തെ ഡോക്യുമെൻറ്റ് ഇതിന് വേണ്ടിയിട്ട് NCERT ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. NCERTയുടെ സ്കൂൾ കരിക്കുലം ഫ്രെയിംവർക്കുണ്ട്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ NCERT. ഇനി അതിൽ തന്നെ വേറൊരു സെപ്പറേറ്റ് ഫ്രെയിംവർക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് NCERT ഫൗണ്ടേഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. ഫൗണ്ടേഷണൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും പ്ലസ് ക്ലാസ് 1 and 2 ആദ്യത്തെ സ്റ്റേജ്, അതിനുവേണ്ടി പ്രത്യേക ഒരു കരിക്കുലം ഫ്രെയിംവർക്ക്. ഇത്രയും സാധനങ്ങൾ നാഷണൽ ലെവലിൽ ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2023, കേരള കരിക്കുലം ഫ്രെയിംവർക്ക് മാനുവൽ ഫോർ ടീച്ചേഴ്സ് 2023, ഈ 2 ഡോക്യുമെൻറ്റുകൾ. ഇതെല്ലാത്തിൻ്റെയും കോപ്പിയുണ്ട്, എല്ലാം തരാം. ഇനി ഇപ്പോൾ കേരളത്തിൽ എന്തൊക്കെ ചർച്ചകൾ നടക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട്? ഒന്നാമത്തേത്, ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കേരളത്തിൽ നടപ്പിലാക്കാനായി ഒരു കരിക്കുലം ഫ്രെയിംവർക്കും കരിക്കുലം ഇംപ്ലിമെൻറ്റേഷൻ പോളിസിയും തയ്യാറാക്കാൻ SCERTയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാല ഇതിൻ്റെ കരിക്കുലം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയ്ക്ക് വേണ്ടിയിട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വർഷം അവസാനമോ അടുത്ത വർഷം ഈ 2024 ആദ്യമായി ഇതിൻ്റെ ഒരു ഡ്രാഫ്റ്റോ ഒരു ഫ്രെയിംവർക്കോ ഗൈഡ് ലൈൻസോ നമ്മുടെ കയ്യിൽ ലഭിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. 4 സ്റ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് 3 സ്റ്റേജാണ് നടപ്പിലാക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിലെന്ന് കേരളത്തിലെ കരിക്കുലം ഫ്രെയിംവർക്കിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ 4 സ്റ്റേജിലുള്ള BEd എങ്ങനെ ഇവിടെ നടപ്പിലാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ സംശയം ഗവൺമെൻറ്റും സർവകലാശാലയും ഒക്കെ പരിഹരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ചോദിച്ചാലത്തെ ഗുണം എന്താണെന്ന് പറയാം. സാറ് ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് ഒരു ഫൈനൽ വേർഡ് കിട്ടും. എനിക്കറിയാവുന്ന ഞാനും പറയാം. ഈ ദേശീയ വിദ്യാഭ്യാസ നയം പുറത്തിറങ്ങുന്നതിന് മുൻപും 2016 അതിൻ്റെ ഡ്രാഫ്റ്റ് വന്നപ്പോൾ തന്നെ ധാരാളം ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ഒരു അധ്യാപകനായതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ, നമ്മുടെ കേരളത്തിൽ നിന്ന് അധ്യാപകരുടെ ഇടയിൽ നിന്നുള്ള റെസ്പോൺസസൊക്കെ വളരെ കുറവായിരുന്നു. ഇതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്യാനോ ഒന്ന് ചർച്ച ചെയ്ത് ചില കമൻസ് അയക്കാനോ ഫീഡ്ബാക്ക് കൊടുക്കാനോ ഒന്നും ആളുകൾ തയ്യാറായില്ല. ഞാൻ കോളേജിലെ വിദ്യാർത്ഥികളോട് പറഞ്ഞപ്പം കുറച്ച് ആൾക്കാർ പറഞ്ഞു നമുക്ക് ഇതിനെക്കുറിച്ചൊരു സ്റ്റഡിയൊക്കെ നടത്തണം. ഞങ്ങളങ്ങനെ ഒരു സ്റ്റഡിയൊക്കെ നടത്തി അതിൻ്റെ ഒരു റിപ്പോർട്ടൊക്കെ ഫീഡ്ബാക്കൊക്കെ സബ്മിറ്റ് ചെയ്തിരുന്നു. മാത്രമല്ല ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒറിജിനൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 40 അധ്യാപകർ, 18 പേര് കേരളത്തിൽ നിന്നും, 15 പേര് പഞ്ചാബിൽ നിന്നും, 3-4 പേര് തമിഴ്നാട്ടിൽ നിന്നും, കർണാടകത്തിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും ഒക്കെ ഇരുന്ന് ഈ ദേശീയ വിദ്യാഭ്യാസ നയം മൊത്തം അരിച്ചു പെറുക്കി 40 വിഷയങ്ങളായിട്ട് അതിനെ തിരിച്ചു. ഓരോരുത്തരും ഓരോ വിഷയത്തെക്കുറിച്ച് പഠിച്ചു. അങ്ങനെയാണല്ലോ നമ്മുടെ പഴയ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ 2005 ഇപ്പോഴത്തേതും എല്ലാം പുറത്തിറങ്ങിയത്. അത് പഠിച്ച്
ഡോക്യുമെൻ്റായിട്ട് തയ്യാറാക്കി അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് വരും, അതിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു ബുക്ക് ഡൽഹി മീഡിയ ഹൗസ് പുറത്തിറക്കിയിട്ടുണ്ട്. NEP 2020 ഇംപ്ലിമെൻറ്റേഷൻ കൺസേൺസ് ആൻഡ് ചാലഞ്ചസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, നമ്മൾ ഈ സ്റ്റഡി ചെയ്യുന്ന കാര്യത്തിൽ അല്പം പുറകിലല്ലേ. ഒരു ഡോക്യുമെൻ്റ് വരുമ്പം പഠിക്കണ്ടേ? അതുപോലെ തന്നെ നമ്മൾ അധ്യാപകരെ എല്ലാം ബാധിക്കുന്ന ഒരു ഡോക്യുമെൻ്റ്, വളരെ മനോഹരമായൊരു ഡോക്യുമെൻ്റ് NCT പുറത്തിറക്കിയിട്ടുണ്ട്. നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. NPST, നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ്. നമുക്കറിയാം, അധ്യാപക വിദ്യാഭ്യാസത്തിലും NEPയിലും പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണല്ലോ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ, OBE. 2013 ഇന്ത്യ സൈൻ ചെയ്ത് ഇപ്പോൾ നടപ്പിലാക്കാൻ, അന്ന് വാഷിങ്ടൺ അക്കോർഡിൽ സൈൻ ചെയ്ത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന OBE പ്ലാറ്റ്ഫോം സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്കും വരികയാണ്. അധ്യാപക വിദ്യാഭ്യാസത്തിൽ OBE എങ്ങനെയായിരിക്കണം? അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിനെ കുറിച്ച് സാറ് സംസാരിച്ചു, ഞാനത് വിടുകയാണ്. OBE എങ്ങനെ ആയിരിക്കണം? അതായത് പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി ആദ്യത്തെ ഒരു 5 വർഷം അയാൾ ആരായിരിക്കണം? ഒരു 10 വർഷം കഴിയുമ്പോൾ ഇവിടുത്തെ അധ്യാപക, കേരളത്തിലെന്നല്ല നമ്മുടെ രാജ്യത്തെ മുഴുവൻ അധ്യാപക വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആൾ എന്തായിരിക്കണം? അതിനെക്കുറിച്ച് ഈ ഡോക്യുമെൻ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പഠിച്ചിറങ്ങുന്ന ഒരു അധ്യാപകനെ അല്ലെ അധ്യാപികയെ ബിഗിനർ ടീച്ചർ എന്നും, കുറച്ചുകൂടി എക്സ്പേർട്ടായിട്ടുള്ള ഒരാളിനെ പ്രൊഫീഷ്യൻ്റ് ടീച്ചർ എന്നും, കുറച്ചുകൂടി ഗൗരവമുള്ള പഠനങ്ങൾ നടത്തുന്ന ആളിനെ എക്സ്പേർട്ട് ടീച്ചർ എന്നും, ഫൈനലി എല്ലാ അധ്യാപകരും ഒരു ലീഡ് ടീച്ചർ ആകണമെന്നുമാണ് ആ ഡോക്യുമെൻ്റ് പറയുന്നത്. ലീഡ് ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ നയം, നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാഴ്ചപ്പാട്, പുതിയ ഡോക്യുമെൻറ്റുകൾ ഇറങ്ങുമ്പോൾ അതൊക്കെ പഠിച്ച് അധ്യാപകരെ പരിശീലിപ്പിക്കാൻ പറ്റുന്ന എക്സ്പെർട്ടൈസ്, ഇതൊക്കെ ഉള്ള നല്ല കണ്ടൻറ് ഉണ്ടാക്കുന്ന, ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ മോദി കരിക്കുലം ആൻഡ് കണ്ടൻറ് നമ്മൾ കണ്ടു. അതൊരു വലിയ സെൻസിങ് ടെക്നോളജി അടക്കമുള്ള ഒരു സാധനമാണ്, കൊറിയ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾ, ലീഡ് അധ്യാപകരുണ്ടാകുന്ന സിസ്റ്റം അതുണ്ടാകണമെന്നാണ് NPST പറയുന്നത്, നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ്. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന സമയം അവസാനിച്ചിരിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കാൻ, ചോദ്യങ്ങൾ എന്നോട് മാത്രമല്ല, സാർ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു ഫൈനൽ വേർഡ് കിട്ടും. സോ മേക്ക് യൂസ് ഓഫ് ദിസ് ടൈം. താങ്ക് യു. ചോദ്യങ്ങളൊന്നുമില്ല, എല്ലാം അറിയാം. 2 കാരണങ്ങളാലാണ് ചോദിക്കാത്തത്. ഒന്നുകിൽ എല്ലാം അറിയാം, അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ അധ്യാപക വിദ്യാഭ്യാസ വിദ്യാർത്ഥികളാണല്ലോ കൂടുതൽ. രാജ്യം വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്, നമ്മളടങ്ങിയിരിക്കരുത്. മനസ്സിലായോ? നിങ്ങളുടെ ചെയർമാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചെറിയ കാര്യങ്ങളാണ് സംസാരിച്ചതെന്നാണ് നമുക്ക് തോന്നിയത്. ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന റിസർച്ച് എന്താണെന്നറിയോ? ജാക്ക് ഫ്രൂട്ടിനെ കുറിച്ചാണ് ഇപ്പം നടക്കുന്നത്. വേറെ റിസർച്ച് ഇല്ലെന്നല്ല കേട്ടോ. ഈ പാലാ ഇവിടെ അടുത്താണല്ലോ, ഒരു മനുഷ്യനാണ്, ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ ജെനറ്റിക്സിൻ്റെ പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, മലയാളിയുടെ ജനിതകം എന്നാണ് പേര്. മലയാളിയുടെ ജനിതകം, മലയാളിയുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി, മലയാളിയുടെ ട്രെയിനിങ്, മലയാളിയുടെ വിഷൻ, ഇതിനെക്കുറിച്ചെല്ലാം അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എഴുതാറുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡൊക്കെ കിട്ടിയ ആളാണ് കേട്ടോ. കവിതകൾ എഴുതും, പാട്ട്. സാറ് ഒരു കവിയാണ് കേട്ടോ. സാറിൻ്റെ പാട്ടൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ട് കാണുമായിരിക്കും, സെർച്ച് ചെയ്താൽ മതി, കിട്ടും. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന, എഴുത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് എതിരൻ കതിരവൻ എന്നാണ്. എതിരൻ കതിരവൻ എന്ന പേരിൽ എഴുതുന്നയാളാണ്. ഡോക്ടർ ശ്രീധരൻ കർത്ത എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ജെനറ്റിക്സിൽ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ വളരെ ഫേമസ്, നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അദ്ദേഹത്തെ കിട്ടും. എതിരൻ കതിരവൻ എന്ന് അടിച്ചു കൊടുത്താൽ മതി. ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ വലിയൊരു പ്രൊഫസറാണ്. അങ്ങേര് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? മലയാളികൾക്ക് ഭയങ്കര ക്രിട്ടിക്കൽ മൈൻഡുണ്ട്, പ്രോബ്ലം അനലറ്റിക്കൽ മൈൻഡുണ്ട്, ക്രിയേറ്റീവ് മൈൻഡുണ്ട്, ഹൈലി ഇൻ്റലക്ച്വലാണ്, നല്ല ഇൻ്റലിജൻസ് ഉണ്ട്, എബിലിറ്റീസൊക്കെ ഉണ്ട്. പക്ഷേ അധികം പുറത്ത് കാണിക്കുകയില്ല.
ചോദ്യങ്ങൾ ചോദിക്കുകയില്ല, മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുകയില്ല. അങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചോദ്യങ്ങളൊന്നും ഇല്ലാത്തത് എന്നോടുള്ള ബഹുമാനമായിട്ട് കണക്കാക്കുന്നു. എന്നെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാത്തതെന്നും. പാർട്ടിസിപ്പൻസ് ആയിട്ട് ചോദിച്ചോ ടീച്ചറെ, എനിക്കറിയാവുന്നതാണ് ഞാൻ പറയാം, അല്ലെ സാറിന് കൈമാറും. അവരുടെ യോഗ്യത വിഷയങ്ങൾ, അതായത് സയൻസ് മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ആളുകൾക്ക് PG B.Ed മതി. അങ്ങനെയാണ് NCT പറഞ്ഞിരിക്കുന്നത്. എഡ്യൂക്കേഷൻ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ആളുകൾക്ക് M.Ed വേണം, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ചിലപ്പോൾ ഈ പല തരത്തിലുള്ള കോളേജുകളുണ്ടല്ലോ. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ, എയ്ഡഡ് കോളേജുകൾ ഒക്കെ വരുമ്പോൾ, ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ UGC ഗൈഡ് ലൈൻസ് കൂടെ ഞങ്ങൾക്ക് ബാധകമാണ്. അപ്പോൾ UGC എന്ത് പറയുന്നു? UGC ചിലപ്പോൾ പറയുന്നത് 2 പോസ്റ്റ് ഗ്രാജുവേഷനിലും 55% മാർക്കാണ്. ഇതിനകത്തും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 55% മാർക്കും നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റുമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് ഫോളോ ചെയ്യേണ്ടി വരും. ഇവിടെ NCT പറഞ്ഞിരിക്കുന്നത് ആ വിഷയങ്ങൾ പഠിപ്പിക്കാൻ. ഇപ്പോൾ ആ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഈ PGയും B.Edഉം കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ആ വിഷയം പഠിപ്പിക്കാം. അതിന് യോഗ്യതാ പ്രശ്നങ്ങളൊന്നുമില്ല. പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്നതിലല്ല, കേരളത്തിലെ കരിക്കുലം ഫ്രെയിംവർക്കിൽ. അതാണ് കൺഫ്യൂഷൻ. ദാറ്റ് ഈസ് ദ കൺഫ്യൂഷൻ. സ്കൂളിലെ സ്ട്രക്ചർ ഇപ്പോഴും ബാധിക്കുന്നുണ്ട് ടീച്ചറെ. എങ്ങനെയാണെന്നറിയോ? നമ്മളെ സംബന്ധിച്ച് ഹൈസ്കൂളിൽ പഠിപ്പിക്കാനുള്ള പരിശീലനമാണ്, സെക്കൻഡറിയിൽ പഠിപ്പിക്കാനുള്ള പരിശീലനമാണ് നമ്മളിപ്പോൾ നിലവിൽ B.Ed കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഹയർ സെക്കൻഡറിയുടെ ഭാഗമായിട്ട് ഹയർ സെക്കൻഡറി വരെ നമ്മൾ കണക്കാക്കിയിരിക്കുന്നു. UP സ്കൂളിൽ പഠിപ്പിക്കാൻ ഒരു എക്സംഷൻ തന്നിരിക്കുകയാണ്. പക്ഷേ LPയിൽ പഠിപ്പിക്കാൻ B.Ed പറ്റിയല്ല. LPക്ക് വേണ്ടി വേറൊരു കോഴ്സ് ഉണ്ട്, DLED ഉണ്ട്. അതിനിവിടെ BA B.Ed കോഴ്സ് വരുമ്പോൾ BA B.Edൻ്റെ ഫൗണ്ടേഷനലോ ഈ പറഞ്ഞ പ്രിപ്പറേറ്ററിയോ കോഴ്സ് പാസ്സാകുന്നവർക്ക് ഈ പ്രൈമറി പഠിപ്പിക്കാം. മനസ്സിലായോ? പ്രൈമറി പഠിപ്പിക്കാനുള്ള യോഗ്യത ഇപ്പോൾ ഫൗണ്ടേഷനിലാണെങ്കിൽ 1ാം ക്ലാസ്സും 2ാം ക്ലാസ് വരെ പഠിപ്പിക്കാം. പ്രിപ്പറേറ്ററിയുടെ ഇത് BA B.Ed അല്ലെങ്കിൽ BSc B.Ed കഴിഞ്ഞ ആളാണെങ്കിൽ അവർക്ക് ഈ മിഡിലിന് മുമ്പ് വരെ പഠിപ്പിക്കാം. അല്ല, അങ്ങനെ കോഴ്സ് ഉണ്ടാകുമെന്നാണ് NCTയുടെ കരിക്കുലം ഫ്രെയിംവർക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ITEP കരിക്കുലം ഫ്രെയിംവർക്കിനകത്ത് ആ കോഴ്സിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരു സിലബസിൻ്റെ സ്ട്രക്ചർ അയച്ചു തരാം, അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 8 സെമിസ്റ്ററിൽ എന്ത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ സിസ്റ്റമാറ്റിക്കാണ്. എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റികൾ കരിക്കുലം ഉണ്ടാക്കുമ്പോൾ ആ ഒരു സാധനം, ആ 2 പേജിൽ കിടക്കുന്ന ഒരു ടേബിളുണ്ട്, ആ ടേബിൾ മാത്രം നോക്കിയാൽ അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല, അത് മനസ്സിലാവും. അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, സാറ് പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ മൈക്ക് തരാം. നമസ്കാരം. 2-3 കാര്യങ്ങൾ. ആദ്യം ടീച്ചർ ചോദിച്ചേ ഏതായിരുന്നു ക്വസ്റ്റ്യൻ? ക്വാളിഫിക്കേഷൻ്റെ. അത് NEP നമ്മുടെ NCTയുടെ ഇത് വന്നിട്ടുള്ളത് റെഗുലേഷൻ, ITEPൻ്റെ റെഗുലേഷൻ വന്നിട്ടുള്ളത് ചില കൺഫ്യൂഷനുകളുണ്ട്. ഈ പ്രശ്നം ഇത് നിർമ്മിച്ച ആൾക്കാരോട് പോലും ഞാൻ ചോദിച്ചു, പക്ഷേ അവർക്ക് പോലും ഉത്തരവില്ല. എന്നാൽ ഇപ്പോൾ സാറ് പറഞ്ഞ ഒരു യൂണിറ്റിന് 9 പേര് അല്ലെ 11 പേര് എന്നുള്ള കണക്ക് വന്നിട്ടുണ്ടെങ്കിലും അവിടെ കണ്ടൻറ്റ് സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇതിന് ഉത്തരം ഞാൻ ചോദിച്ചപ്പോൾ അത് UGC നിയമമാണ്. UGC നിയമം അനുസരിച്ച് അവിടെ പഠിപ്പിക്കണം. ഉദാഹരണത്തിന് ഒരു ഡിഗ്രി ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിപ്പിക്കാൻ ഒരാളെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരാൾക്ക് ഒരു ഡിഗ്രി കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ടീച്ചിങ് മെത്തഡോളജി പഠിപ്പിക്കാനാണ് ആ വ്യക്തി.
ബാക്കി സബ്ജക്റ്റുകൾ പഠിപ്പിക്കാൻ മറ്റുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉദാഹരണത്തിന് പറയുകയാണ്, ലിറ്ററേച്ചറുള്ള മറ്റുള്ള വിഷയങ്ങൾ പഠിപ്പിക്കാൻ ആ കോളേജിൽ ഡിഗ്രി കോളേജിൽ UGC നിയമപ്രകാരമുള്ള അധ്യാപകർ വേണം. പിന്നെ രണ്ടാമത്തെ അവർക്ക് B.Ed വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് അതൊരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു തെറ്റായ ഇതാണ്. കാരണം ഒരു B.Ed ഒരു ഡിഗ്രി കോളേജിൽ ഇപ്പോൾ B.Ed തുടങ്ങുമ്പോൾ അവിടെ ഡിഗ്രി പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് B.Ed വേണമെന്ന് ഒരു നിർബന്ധമില്ല UGC നിയമപ്രകാരം. അപ്പോൾ അവർ ഇനിയും B.Ed എടുക്കാൻ പോകണോ ഇവിടെ പഠിപ്പിക്കാൻ? അത് നടക്കുന്ന കാര്യമല്ല. ഇങ്ങനെയുള്ള ചില കൺഫ്യൂഷനുകളുള്ളത് കാലാന്തരത്തിൽ മാറും, മാറാതിരിക്കാൻ സാധിക്കില്ല ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ വരാമോ സമയത്ത് ഡിഗ്രി കണ്ടൻറ് സബ്ജക്റ്റ് പഠിപ്പിക്കാൻ ആ വിഷയത്തിൽ ഡിഗ്രിയും നെറ്റും PhDയും നെറ്റും PhD ഉള്ള ആൾക്കാർ മാത്രം മതി. അവർക്ക് ഇന്നത്തെ നിയമത്തിൽ B.Ed ആവശ്യമില്ല, അതുകൊണ്ട് അത് വേണ്ട. രണ്ടാമത്തെ വിഷയം ഇവിടെ പറഞ്ഞ കേരളത്തിൽ ഒരു സ്ട്രക്ചർ, കേന്ദ്രത്തിൽ വേറൊരു സ്ട്രക്ചർ, അത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ആ സ്ട്രക്ചർ വെച്ച് നമുക്ക് നമ്മളുടെ ഇപ്പോൾ കരിക്കുലം ഫ്രെയിംവർക്ക് വന്നിരിക്കുന്ന 4 രീതിയിലാണ്. ഇപ്പോൾ സാർ അത് പറഞ്ഞു. ആ രീതിയിൽ ഇവിടെ നടപ്പിലാക്കിയാൽ മാത്രമേ ഇവിടെ ഐറ്റപ്പ് നമ്മൾ കൊടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കില്ല. അവർ അവരുടേതായിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന പോലെ ആകും, അത് നടപ്പിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ വെറും താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇതെല്ലാം മാറ്റി പണ്ട് ട്രാക്ടർ പറ്റില്ല എന്നും കമ്പ്യൂട്ടർ പറ്റില്ല എന്നും പറഞ്ഞ പോലെ തന്നെ ഇനി വരാൻ പോകുന്ന സമയത്ത് ഇത് തന്നെ ഈ NEP തന്നെ അംഗീകരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഈ പാറ്റേൺ അംഗീകരിച്ചില്ലെങ്കിൽ ഇവിടുന്ന് +2 എടുത്തിട്ട് കേരളത്തിന് വെളിയിൽ പോകുന്ന ഒരു കുട്ടിക്കും കേരളത്തിന് വെളിയിൽ ഒരിടത്തും പഠിക്കാൻ സാധിക്കില്ല. കാരണം ഇത് നാഷണൽ പോളിസി, എഡ്യൂക്കേഷൻ പോളിസി പറയുന്ന നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ അത് പിന്തുടർന്നില്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന് കേരളത്തിന് വെളിയിൽ ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കില്ല, ഒരു വാലിഡിറ്റി ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഇതെല്ലാം ഇതുപോലെ തന്നെ നിയമത്തിൽ കൊണ്ടുവരേണ്ടി വരും. നമ്മൾ ഏത് NEP ഏത് സമയത്ത് വന്നാലും ചില നിയമങ്ങൾ വെക്കും. ഫെഡറൽ സിസ്റ്റത്തിൽ ചില നിയമങ്ങളുണ്ട്. നമ്മൾ ഓരോ സ്റ്റേറ്റും സിലബസുകൾ നിർമ്മിക്കുമ്പോൾ ഒരു 30% അവർക്ക് അവരുടേതായിട്ടുള്ള സ്ഥലത്തിനും പിന്നെ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റികളുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാറ്റാനുള്ള അധികാരമുണ്ട്. അതല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തം രാജ്യത്ത് തന്നെ അംഗീകാരം കിട്ടില്ല, അത് വലിയ പ്രശ്നമാകും. ഇപ്പം നമ്മൾ OTPRMS കുറിച്ച് സംസാരിച്ചിരുന്നു കഴിഞ്ഞു. OTPRMS എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് NCTE B.Ed അംഗീകാരമുള്ള B.Ed കോളേജിൽ നിന്ന് പഠിച്ച കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഇന്നേ വരെ കേരളത്തിൽ നിന്ന് ഒരു കുട്ടി പോലും ആ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി NCTയിൽ അപ്ലൈ ചെയ്തിട്ടില്ല. അതേസമയം ഓരോ ദിവസവും ഒറീസക്കാരും UPക്കാരുമായിട്ടുള്ള കുട്ടികൾ എന്നെ വിളിക്കാറുണ്ട്. എവിടുന്നാണ് നമ്പർ കിട്ടുന്നത് എനിക്കറിയില്ല. വിളിച്ചിട്ട് അവർക്ക് ആ സർട്ടിഫിക്കറ്റ്, കാരണം അവരുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ അവർക്ക് ജോലി കിട്ടണമെങ്കിൽ NCTയുടെ OTPRMS സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. കേരളത്തിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ കേരളത്തിന് വെളിയിലോട്ട് പോകുമ്പം ഇവിടെ പഠിച്ച B.Ed പഠിക്കുന്ന കുട്ടികൾക്ക് ഇതില്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടാകും. എനിക്കറിയാം കാനഡയിൽ പോയ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ബഹ്റിനിലൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും OTPRMS നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ NCT വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾ B.Edൻ്റെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ് അംഗീകാരമുള്ളതാണെന്ന് അവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും. അതെപ്പോഴും കയ്യിൽ ഒരെണ്ണം വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. കേരള ഗവൺമെൻറ് ചോദിക്കാറില്ല. കാരണം കേരള ഗവൺമെൻറ് സ്വയം നടത്തുന്ന ഫേക്ക് കോളേജുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ചോദിക്കാഞ്ഞത്. ഇപ്പോൾ അതെല്ലാം ശരിയായി വരുന്നുണ്ട്. എങ്കിലും ഇത് ചോദിക്കാതെ അതായത് നാഷണൽ ലെവലിലുള്ള തീരുമാനങ്ങളെ അംഗീകരിക്കാതെ പോകുന്നതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിനോ ഇവിടുത്തെ പൊളിറ്റീഷ്യനോ യാതൊരു ദോഷവുമില്ല. അനുഭവിക്കുന്ന മുഴുവൻ നമ്മൾ വിദ്യാർത്ഥികളായിരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരമില്ലാതെ 11 കോളേജ് നടത്തിയ ആയിരക്കണക്കിന് കുട്ടികൾ ഇന്ന് അവിടുന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചവർക്ക് അവർക്ക് ഈ കേരളത്തിന് വെളിയിലോ അവർക്ക് ഒരു കേന്ദ്രീയ വിദ്യാലയത്തിലോ ജോലി കിട്ടില്ല. അതിനെയാണ് നമ്മൾ എതിർത്തതും. അവർക്ക് അംഗീകാരം കൊടുപ്പിക്കാൻ വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് അംഗീകാരം മേടിക്കാൻ തയ്യാറില്ലായിരുന്നു. ഇപ്പം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് ഈ പ്രശ്നം ഉണ്ട്. നേരായ വഴിയെ പോയി കഴിഞ്ഞാൽ നമുക്കല്ല, നമ്മുടെ തലമുറയ്ക്കാണ് നല്ലത്. പിന്നെ മൂന്നാമത്തെ കാര്യം സാറി വെച്ചതായിരുന്നു RIയും പിന്നെ 3-4 RI ഉണ്ട്. അവിടെ 4 years ഇൻഡിക്കേറ്റഡ് കോഴ്സ്
PhD പോലും ഇത് 2 ഡ്യുവൽ ഡിഗ്രിയാണ്. ഈ ഡ്യുവൽ ഡിഗ്രിയിൽ അതേ നിയമം, ആ സർട്ടിഫിക്കറ്റ് പിന്നെ 2 വർഷമാണെങ്കിൽ ഡിപ്ലോമ, 3 വർഷമാണെങ്കിൽ ഡിഗ്രി, 4 വർഷമാണെങ്കിൽ ഇൻഡിക്കേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ, അതായത് BA/B.Ed എന്നുള്ള ഡിഗ്രി കിട്ടും. അപ്പോൾ അതെല്ലാം ഇനി കൺവേർട്ടായി പുതിയ രീതിയിലേക്ക് വരാൻ പോവാണ്. ഇപ്പോഴത്തെ പിന്നെ ഈ ഇപ്പം നിലവിലുള്ള BA/B.Ed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിർത്തി നമ്മൾ. ഇനി ആ BA/B.Ed ഉണ്ടായിരിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അവർ തന്നെ അത് കൺവേർട്ടാക്കി, അവർക്കെല്ലാം ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് അവർക്ക് ഓട്ടോമാറ്റിക്കലി അറിയില്ല. ഇപ്പോൾ ഉള്ള BA/B.Ed നിർത്തുക എന്നല്ല, അത് അവർ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ കണ്ടിന്യൂ ചെയ്യുന്ന ഐറ്റപ്പായിട്ടായിരിക്കും. ഐറ്റപ്പായിട്ട് കണ്ടിന്യൂ ചെയ്യും. അതിൽ NEP-യുടെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഉള്ള ഐറ്റപ്പായിരിക്കും എന്നുള്ളത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഉണ്ടാക്കി വലിയ കാര്യമായിട്ടുള്ള നിയമങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓരോ പ്രൈവറ്റ് കോളേജ് അവരിഷ്ടത്തിന് നടത്തുകയായിരുന്നു. ആ നിയമങ്ങളൊന്നും ഇനി പറ്റില്ല. പ്രൈവറ്റ് കോളേജ് 720 കോളേജുകൾ, പ്രൈവറ്റ് കോളേജുകൾ BA/B.Ed, BSc/B.Ed ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. അവരോടും ഇനി അവർ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഉള്ള കുട്ടികൾ മാത്രം പൂർത്തിയാക്കിയിട്ട് അതിനുള്ളിൽ അവർ പ്രൈവറ്റ് വരുമ്പം അവർക്ക് അതിലേക്ക് ഐറ്റപ്പായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തവർ, അല്ലെ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തവർക്ക് ആകാൻ സാധിക്കുകയില്ല. പൂട്ടുക രക്ഷയുള്ള നടത്താം. ഇല്ലില്ല, അവിടുന്ന് അവർ നോക്കിയിട്ട് തരുള്ളൂ. ഓരോ കുട്ടിക്ക് അയച്ചു കഴിഞ്ഞാൽ അവർ നോക്കും ഈ കോളേജ് ഉള്ളതാണോ, ലിസ്റ്റിലുണ്ടോ, അതുപോലെ തന്നെ പേര് കറക്റ്റാണോ. ഒരു അക്ഷരം മാറിക്കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യും. ഞാൻ തന്നെ കുട്ടികളുടെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുന്നത് പലതവണ റിജക്റ്റ് ചെയ്തിട്ട് പിന്നെ കാരണങ്ങൾ ചോദിച്ച് പൊതുവേ റിജക്റ്റ് ആകുകയാണ് എപ്പോഴും ചെയ്യുന്നത്. ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു അഫിലിയേറ്റിംഗ് ബോഡിയുടെ പേരിനകത്ത് ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ അപ്പം റിജക്റ്റ് ചെയ്യും. കാരണം എല്ലായിടത്തും പേടിയാണ്. കാരണം ഫേക്ക് കോളേജുകൾ ഏറ്റവും കൂടുതൽ. B.Ed കോളേജ് ഫേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് B.Ed കോളേജ് എന്ന് പേര് മാത്രം, ഒരു ബോർഡ് മാത്രം കാണും, അതിനുള്ള ഫെസിലിറ്റി കാണില്ല, അധ്യാപകരില്ല, സ്റ്റുഡൻസും ഇല്ല. സ്റ്റുഡൻസ് മറ്റുള്ള സ്റ്റേറ്റുകൾ അവരുടെ വീട്ടിൽ ഇരിക്കും, പരീക്ഷ എഴുതാൻ മാത്രം വരും, ടീച്ചിങ് പ്രാക്ടീസ് ഇല്ല, സ്കൂൾ ഇൻറ്റേൺഷിപ്പ് ഇല്ല. അങ്ങനെയൊക്കെയാണ് കേരളത്തിന് വെളിയിൽ ഭൂരിപക്ഷവും കോളേജുകൾ നടക്കുന്നത്. അതിനെയാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് മാത്രമേ SRCയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അവർ ലിസ്റ്റ് തന്നു, ഈ ഇന്ന കോളേജുകൾ 650 കോളേജുകളുടെയൊക്കെ ലിസ്റ്റ് തന്നിട്ട് ഇത് നിങ്ങൾ പൂട്ടണം എന്ന് പറഞ്ഞു. നമുക്ക് നേരെ പൂട്ടാൻ പറ്റില്ല. പിന്നെ നമ്മളതിൻ്റെ പ്രോസസ്സുണ്ട്, അല്ലെങ്കിൽ കോടതി നമ്മളെ പിടിക്കും. നേരിട്ട് ഒരു ഗവൺമെൻറ് നമുക്കിത് പൂട്ടിക്കുമെന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് പൂട്ടാൻ സാധിക്കില്ല. അതിനൊക്കെ പ്രോസസ്സുണ്ട്. നമ്മൾ അവർക്ക് പിന്നെ ഷോക്ക് നോട്ടീസ് കൊടുക്കും. പിന്നെ അവരിൽ നിന്ന് കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് പൂട്ടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കോടതി പിന്നെ ഇടപെടും. വലിയ പ്രശ്നങ്ങളാണ്. നമ്മൾ അധ്യാപകരില്ലാത്ത കോളേജുകൾ പൂട്ടിയിട്ടും ആ കോളേജ് തുറപ്പിച്ചു കോടതി ഒന്നും നോക്കുന്നില്ല. ഒരാൾ വന്നു കഴിഞ്ഞാൽ അങ്ങ് ഇത് കൊടുക്കുകയാണ്. ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ല MG യൂണിവേഴ്സിറ്റി സ്റ്റേ കൊടുത്തു. എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നില്ല. Can we start now? Yeah. So can you kindly put on my PPT? Or shall I try from here? Yes, sir. Just a moment. Are you able to see? Oh, yes. Can you see me? Can you hear me? Yes, sir. We can hear you. Oh, fine. Yes. So, good afternoon to all beautiful and curious minds here. We are now having a post-lunch session after our food. I'm sure it would have been a very mouth-watering food all of you had. And when we have a good food, all the blood will be flowing to our stomach and not necessarily to our brain. So therefore, our cerebral activity after post-lunch session may be a little less. Doesn't matter. We can go ahead with that. First and foremost, I congratulate Labour India Teachers College and the MG University and the Self-Financed Training College Principals Association. These are 3 tributaries that have come together
to make this event happen. Congratulations to the three tributaries. My salutations to George Kulangara sir for his visionary educational leadership. I recall with privilege some 20 years ago, we were discussing the Singaporean education system. Somewhere both of us were in Singapore, and we had long chat on this. And ever since, that has been an intensely inspiring passion with him. And I have been witness to and participant in the program he is doing now. Now, our topic is unlocking the future of education in India. And we have a sub-theme, the power of liberal arts and STEAM education for teacher educators. Yes. After my retirement from the Baba Atomic Research Center, I have been working with universities. And presently, I am working with a university called HSNC University. And we have deemed ourselves as a liberal arts university. Now, the liberal arts concept today, in fact, that is the concept for the future, to make our students future ready, is balancing the two cultures. It was Sir C.P. Snow who propounded the theory that arts and humanities on one side, science and engineering on the other side, they don't talk to each other. These are two distinct cultural islands. And not only that they are distinct, they also make faces at each other. That is, the artist and the humanist will not speak to the scientist and the engineer, and vice versa. So there has been a communication gap, a total breakdown of communication because of these two different distinct cultures. Right now, all universities across the globe, and Indian universities in particular, are engaged in liberal arts education. All of you know that 50% of our population is under 25. And this is the youth, the extremely vulnerable youth, to we are giving this baggage of new education. I would just quickly take you through some of the thoughts that cross through the minds of educators of today as they are designing the project and processes for tomorrow. So we are now convinced that there is a set of 4 squared skills, 16 skill sets, which is absolutely essential, the irreducible minimum for any person to navigate through the world. So that's a life skill. I'm not going into the details of what those 16 skills are. That's a topic by itself. But we should focus our attention on 3 aspects. We have foundational literacies, literacy, numeracy, scientific literacy, and ICT literacy. So we are going to be literate, and we are also going to be numerate. This marriage or wedding between literacy and numeracy, that is the mantra of today. To that foundational literacies, we bring in competencies, because competencies alone will give us confidence. So that conglomeration of competencies and confidence can be brought in by another set of 4 parameters. Said and done, you have the skill sets, you have the literacies, you have the competencies, but life will still be empty unless you have qualities of character, that is the essential human characters of curiosity. Curiosity is ability, your distinct desire to know things more than what you know. If I know something, and if I think that everything is known to me, I am not curious. My curiosity is dead, and I'm also brain dead. So that should not happen. We should also prepare our students. Next slide, something moving. 1 second. Can any one of you help me to navigate my slides? Yes. Who has helped me? Yes. Now, this is the Nobel Prizes given last 3 days. And I want the student community and the teaching community to remember that there are no singletons or singularities. You can work only in collaboration.
There is that singular genius of the olden times, the golden genius, that's gone. Today you need to work with the teams, and you will find that although there are 3 people in physics and 3 in chemistry and 2 in physiology and medicine, you will find, if you look at their communication channels, they have been working with another thousands of scientists together, and that cluster is represented here. So the essential message is this: today, nothing can be achieved by single performance. We need teams. We need coherent teams. We need cogent teams. And science activity, science, technology, engineering, mathematics activity, STEM activity is essentially a team activity. Well, that's a big transition. Am I moving fast? Yes, fine. Yes. So we need to have an evolution. We need to have an evolution, a teacherly evolution. Next one, please. Still next. Yes. So we are in the second decade of the 21st century. And if you look at the learner's profile, you will find that they're all extremely neuroplastic. They can chat GPT. They can do Google. They have all the information. They have a wealth of information. They have a wealth of information with them. So a teacher is no longer a vendor or a hawker or a provider of information. They can access it faster than most of us. We have to tell them the processing of information. How do we connect the dots? How do we find meaning? How do we attribute significance to that? How can we recognize patterns? So that is the job profile of the teachers in the second decade of the 21st century. And you will also find that many of them have SAT scores of 1500s. And you will find that some of our students, in fact, I have been dealing with students at my first generation, my daughter's level, at my grandson's level. At every level, I am finding a difference of 1 log cycle. 10 times difference between me and my next generation and my grand generation. So that is the information explosion we have. So we are valued only for our capacity for processing information. Right. Next one, please. Yes. There was a time, this is NEP 2020. Now we will understand that we have been all familiar with the fountain pen. And today it's a curiosity. In fact, it's a rare museum piece. None of us use it. But when the ballpoint pen came, that was not showing much progress. The evolutionary phase of the fountain pen and the ballpoint pen will show you very, very clearly how obsolescence sets in. And certain things will become historical, fossilized objects. Fountain pen is a classical example. So the new technology and the new taxonomy of teaching and learning is now undergoing a transition, a revolutionary transformation, very similar to the one which is fountain pen faced with the dot pen. Next one. May I have my next slide? Yes. So teachers have evolved in the past. They have gone through several steps. They have come to world class. They have come to cutting edge technology. Still, we will find the rate of evolution has to be faster. It's not enough if we evolve qualitatively. We need to have rapid dynamic change, and that the evolution rate or the mutation rate has to be very high. That is from a practicing scientific teacher to an advanced scientific teacher, and the liberal arts requiring for us to have an eclectic scientific teacher. That is evolution we are designing under the new programs, the next generation science standards, as well as under NEP 2020. Next one, please. Yes. As far as the STEM is concerned, how to be a good scientific teacher. Now, I must go to Sir Button Rather William Russell, one of the finest teachers of mathematics and philosophy, and he gave a very simple definition. And that simple definition is science enables us to know things and do things. That's probably the simplest, most irreducible definition of what science in STEM stands for. Science enables, helps us
to know things and to do things. So knowing and doing are the bifunctionality of science. It is like the two sides of a coin. On one side we know, on the other side we do. But there is a dichotomy. There is a diffusion barrier between knowing and doing. STEM education will dissolve that barrier, and there will be a rapid diffusion of knowing and doing things. That has been explained again by the Russellian model. Next one. Yes. So we have the Russell Kiddy teacher. Some of us have small knowledge and small doing. We know small things and we do small things. Yes, our K and D both are small. But a good many of us have a huge amount of a big burden of knowledge on our head, but we do very little things. In doing, we are very dwarf. And there are some over pretentious who know little but start doing a lot of things in an executive fashion. Let me do all sorts of things, although my knowledge bank is, my intellectual capital is small. So small intellectual capital and big grandiose schemes on one side. The ideal situation is you should have an intellectual capital and you should have an action field D. The K and D should be capital. So that is what the Russellian model is asking. In any laboratory, from KG to 12, you should be able to do this K and D in equal proportion. Next one, please. So the scientific teacher will be first a transdisciplinary, that is a higher level of synthesis. But first we start with PCBM at the disciplinary, silos and storehouses. I know physics, I know chemistry, I know biology, I know mathematics, but I do not know the connection between the two. Then we start looking into our neighbors. Physics looks into chemistry, then you get physical chemistry, chemical physics, and chemistry. So the border between physics and chemistry is not a straight line Berlin Wall. There are diffusion areas like chemical physics and physical chemistry. The whole knowledge spectrum, you will find there is a continuum and there are no discrete particles in between. So we go from the multidisciplinary into the interdisciplinary state, and that with the interaction, what is required now for STEM teaching and STEM learning is transdisciplinary phenomenon. Next one, please. One of the most important things which is missing as a property today is your ability to observe. We see things, we look at things, but we do not observe. What we look at, things don't go in. What we see doesn't get absorbed. So observation is a scientific phenomenon. You should train your mind to do observation. Next slide, please. The classical example is given by Professor Aristotle. He wrote in his textbook that women have fewer teeth than men. Aristotle was a twice married man. He has never observed. He has never asked his two wives to open their mouths and count the teeth. That elementary scientific principle was lost to a scientific philosopher because the value of observation was considered secondary in old intellectual capital systems. Next one. Well, next, that's the story I narrated. Two women, Aristotle never asking his wives to open their mouth. They kept their mouths shut all through and he never counted yes. So one of the most important things is we should recall Socrates for just a second. I cannot teach anybody anything. If a professor stands up in the class and says, I can't teach you anything, then I think that's a little of a problem. But at the same time, instead of teaching means giving information, I can only make you think. So the ability to start or initiate a thought process, that's what a teacher's function today is. Next one. So when I decided to become a teacher after my retirement, the first thing I did was I went for a magnetic resonance imaging and see what the brain says. I looked at all the alpha, beta, theta waves of my brain and found out whether I can absorb information, I can process information, I can transmit information. I suggest that all teachers of the future will be undergoing this or advanced tests like this to find their cerebral fitness for their occupation. Next one, please.
So Socrates said, my business is to make people think. And Rene Descartes said that I think and therefore I am. If you do not think, you are brain dead. So thinking about thinking, that's what STEM in second decade of 21st century will demand from all of us. Next one, please. Now, thinking, there are several fashions of doing it: deductive thinking, inductive thinking, hypothetico-deductive thinking, hypothetico-inductive thinking. But we should understand that inductive thinking, imagine a thought experiment like this. You have a chicken. Every day you are giving the chicken 100 grams. By behavioral science, chicken expects to get 100 grams of grain every day. Its weight goes. Next slide, please. Keep the slide moving. There it goes up. This is called a linear thinking. Mathematically, you can derive the weight of the chicken based on the input feed you have given. And then inductive thinking. Next slide, please. That was 24th December. So you cannot extrapolate on a linear fashion over a long period of time. Inductive thinking helped us in the linear graph. But another event happened, and therefore many of the scientific thoughts, particularly in the STEM sciences, based solely exclusively on inductive thinking, are not fault-free. Next one, please. So our great scientist Albert Einstein said education is not the learning of facts. There was a time when I could remember the periodic table: hydrogen, helium, lithium, beryllium, boron, carbon, nitrogen, oxygen, all of them up to 118. If you can keep it a rote memory and release it in the class, you are considered a genius. Today, nobody does that because periodic table is hanging on the wall. It is your ability to process the information in the periodic table important, not the names of 118 elements in the periodic table. That's what Albert Einstein said: learning of facts, but the training of the mind to think. Yes, next one, please. And one of the finest, iconic scientific teachers whom I had the privilege of working with is a periodic table man, Martin Polyakov, fellow of the Royal Society. He said scientific teaching is teaching that mirrors science at its best, experimental, rigorous, and based on evidence. That is what I said, scientific thinking. Scientific thinking is observation. From observation, pattern recognition, quantitative aspects of it, processing the information with a method, and then discussing the topic and coming to a conclusion. Every 40-minute lesson, every lecture in the class should be a scientific mode of this method. Next one, please. Yes, this is a forgotten aspect in the STEM. Mathematics seems to have been driven away with the bell, book, and candle from our syllabus. There is a natural aversion for this. This has been built because some of the unwanted things in mathematics were taught. Presently, the challenge is how to make mathematics acceptable. In fact, literacy and numeracy, the two components of education, the numeracy aspect is very important. And this is the right time to teach it because the flattening of the curve is something which we learned in COVID times. We are beneficiaries of it. And that's the right time to introduce mathematics into STEM in a more energetic and a more fanciful way. Next one, please. So as far as the STEM is concerned, we need with verbs. We are not much concerned with the nouns. Let us understand this. Understanding a concept in science is good. But understanding a concept and your ability to reproduce against a test, that's only half the story. Unless you can do something, knowing and doing. And all doing is by verb. So there are 19 verbs, which we call sacrosanct and holy in science. And these 19 words should be learned, practiced, internalized, and performed every day in the class. So unless you integrate them into your thinking process, science will still remain something distinct from your body, mind, your mental makeup. Next one, please. So this is, we have been the products of the Macaulay system of education. I'm also a product of Macaulay system of education. A class of person, Indian in blood and color. Yes, we are all Indian in color and blood, but English in taste. We think with English language. We think with Rand and Martin. And some of us think with Fowler's modern English usage.
So most of the teachers and university professors are comfortable if their Ryan Martin is good, if their Fowler's modern English is good. And I was addressing a group of professors and I told them, this is only a small 1% of our story. That's only a tool. The concepts and doing the concepts, that is where STEM comes in. Next one, please. So I had the privilege of working with these three great educators of the country. Kalam was with us. He has been talking to us many times about his vision 2020 of education. An illuminary educator. He has his own concept of education that we can see in 2020, the conceptual model. Then we have Dr. Anil Kakotkar, who was our boss in the Atomic Energy Commission. He has been speaking to us about his concept of science education and technology education. Combining Kalam and Kakotkar together, we have Kasturi Rangan, who was also the Space Commission chairman with whom I had the privilege of working. In fact, Kasturi Rangan came to Todupuzha and he wanted to speak in English, and I had to translate his speech for farmers, what the space science will do to our villages. So that was one occasion I distinctly recall now. But he has now, from his crucible of imagination, we have the NEP coming out. Now, NEP is almost like an elephant today. People have very different comprehensions of different parts of the elephant's body. Understanding NEP in toto, in the Kasturi Rangan model, that's what is required. We should understand the quintessential NEP, what are the objectives, how can they be achieved, and how fast they can be achieved. So that needs a different approach to NEP by us. Yes. Next one. Well, we have, this is the from Technology Vision document. In these primary schools, we have 1.5 million principals in this country. The destiny of this country depends on what attitude they take, what mental attitude they take. That's very important. Next one, please. Well, to put it in a larger macro perspective, there needs to be a change in mindset. I am not referring to a single mindset. To be a responsible and responsive citizen in the second decade or the third decade, hopefully, by our student community today in the 10th standard, it is necessary to have four or five different mindsets. Four essentially, one comes with a little more experience. One I call the Ramanic mindset or the Liss-Meitner mindset. If you want to know any subject, you should know every depth of it. Raman knows all about light and how light interacts with matter. The Raman effect is known to. Nobody knew Raman effect better than Raman at that point of time. But today, many people know Raman effect much better than Raman. That's a different story. Anytime knowledge is an evolving one. Raman had the finest domain of knowledge. Liz Meitner, in her days, she knew all about how to split an atom. The nuclear fission was completely known to her. Both of them, the male and the female, they represent to me the ultimate disciplined mindset. And all students should have a disciplined mindset, domain specific. Next one. Now, beyond that domain depth, as I told you, from physics, you should look at chemistry. We have Marie Curie, who was good at physics and chemistry. And we have Mendeleev, who had a larger perspective. So the radiochemistry and the discovery of polonium, radium, those things came from Marie because she could marry two domains. Now, all the domains of chemistry were married by Dmitry Ivanovich Mendeleev because he evolved the periodic table. And in that periodic table, the periodic concept, the whole chemistry was condensed to that. So our knowledge base increased because we had a synthesizing mindset, a making mindset, to do something beyond what is seen immediately by the eyes. And that is what we call the synthesizing mindset. All of us would need in large measure in the days ahead. Of course, those who are old like me may not need it, but future generation, the students today in KG to 12, they will be needing the synthesizing mindset most. Next mindset, please. The creative mindset of Albert Einstein. Yes, you should be doing something other than what is known at that point of time. That can be done only if you have creativity. Here are two examples. Nobel laureate Wengi and Albert Einstein.
they gave us to make something which was unknown at that point of time. So that is beyond the synthesizing mind. We need a creative mindset. Next one, please. So we should have respect for people from different domains. So you can see two classical examples, Kalam over here and Bradline. Today we are speaking about SDG 17. But what is sustainability? It took 10 years for Brundtland to give a definition of what sustainability is, which is acceptable to a polarized world. So she had great respect for conflicting opinions, but she synthesized a harmonious equation out of the conflicting concepts. And today, all of us repeat that definition of sustainability which she gave us. And the fifth mindset, next slide, which we need is a moral mindset or an ethical mindset. Classically exemplified by an educationist philosopher, Dr. Radhakrishnan, and by Michael Sandel of the Harvard University. Next slide, please. Now, this is a thought experiment which is most principals would have gone through. Imagine for a moment there is an electric train which is traveling on a track. As it is moving and reaching this place, the engine brake fails totally. You cannot stop the engine, brake fail. You have only the steering is in full control. You can either turn to the left or turn to the right. If you turn to the left, you have the principal and the vice principal on the track. They will vanish in no time. And if you turn it to the right, you have 5 teachers, physics, chemistry, biology, maths, and arts, history. They are walking on the right track. They will go. What will you do? What will you not do? Will you kill the principal and the vice principal by turning to the left? Or will you turn your steering to the right and annihilate 5 teachers together? Choice is cruel, painful, poignant. But there is no other way. There are situations, issues like that coming up in life. What will you do? That ethical dilemma, students should understand very well. Now imagine an extension of a thought process. There is a ramp on top of the junction. And there you have a very fat man, 120 kilograms, standing over there. If you can push him down, the engine will stop. You can save the principal and the vice principal and the 5 teachers. Will you do that or will you not do that? And if that fat man happens to be your father, will you do it or will you not do it? Ethical dimensions have to be contextualized and you have to understand and find the significance of each aspect. And that ability to evaluate, recognize and evaluate, that property, that trait, that mental training has to be given to students before they leave their K-12. Next one, please. So that's the synthesis of the 5 mindset: the respectful, the ethical, synthesizing, disciplinary, and creative. So you need not 1 mindset, 2, not 3, not 4, but you need 5 harmonious blend of mindsets to be a successful citizen in the 21st century. Next one, please. So the load on the teachers are very high. To remain where you are, today I am here. To be here tomorrow in the same place where I was yesterday, I have to run faster. Now that is what Lewis Carroll said in The Looking Glass. Scientific teachers run smarter and not harder. That means the processing skill of information, the new algorithms which are being developed, you must be able to stand on the shoulders of ChatGPT in the classroom. Next one. Well, we are now trying to think to create a new brand of citizenship. And that is called, we have to create anti-fragility. That the spelling is wrong. It's called fragile, anti-fragile. Most of our education system helps the students to become very robust. If there is a pressure or a stress being applied, they should withstand that. So robustness, that's what we are trying to do. We found that robustness has limitations. You cannot make a thing beyond steel, beyond diamond. There are inherent weaknesses in robustness. So robust citizens will not be sufficient. We need resilient citizens. So today, the paradigm is from robustness, we have moved to
resilience. Oh, he is very resilient. We are very happy. As if resilience is the end of this game. 5 years from now, what we need is not resilience, but we need anti-fragility. That is, the life is a VUCA world, is a volatile world, it's an uncertain world, it is a complex world, and it is an ambiguous world. And in that VUCA world, the only protective device we can have is anti-fragility. That is, going through a series of turbulences, conflicts, stresses, failures through that, and repeated exposure to fragile situations will make you anti-fragile. So running away from these problems, faults and defects and errors, you have to walk through that. And when you walk through that and survive each collision, then you will become anti-fragile. And we are trying to build a generation of anti-fragile students in the universities today. Next one, please. Yes, my alarm has given me the warning. So I'll just take 2 minutes. Now, a scientific teacher has to see the horsepower of the children. You can make your child walk at 5 kilometers per hour. That is a walking horse. But we must understand that the same walking horse can be made into a trotting horse with double the speed, 10 kilometers per hour. That's what a scientific teacher should attend to. And the same teacher should be able to make the horse a cantering horse with a speed of 15 kilometers per hour. So 5 to 10 to 15 possible. That is also a non-optimal utilization of the teaching power. All your STEM students should be able to gallop at a speed of 50 kilometers per hour. That is the objective. That is a vector which should be driving all scientific teachers. Next one, please. I'll leave it. Next. Yeah. I would like every teacher to be a cooking teacher. Cooking is one of the finest arts, the culinary arts. So the next generation science standards in the liberal arts, the teachers will be doing the cooking. We do not have physics and chemistry. We will have only physical sciences. Compare it with meat. We will have life sciences. That will include your botany, biology, biochemistry, bioorganics, and biotechnology on one side. Then we need grains, millets, and that branch is called geo and space sciences. All of them have to be melded together, and we have engineering and technology for that. Therefore, if you look at the anatomy and physiology of the next generation science standards, remember the anatomy and physiology of the next generation science standards, it says that physical sciences, no physics, chemistry, no life sciences, geo and space sciences, which we are yet reluctant and averse to taking, and an engineering mindset. So these are the 4 ingredients required for cooking STEM properly in the schools and laboratories. The last slide. Over. Are my slides over? Yeah. So I have taken you a rapid tour of some of the thoughts crossing the minds of educators today, what they would like. And we will also find that liberal arts will increase the STEM component. Almost 60 to 70% is the STEM component now being looked after by the major universities of the world, and 30 to 40%. For example, engineering, if you are doing electrical engineering, you will have 60 to 65% of your domain-specific knowledge. Rest you can pick up from
resounding success. On behalf of the Labour India Educational Society, I would like to extend my heartfelt gratitude to our resource person, Professor A.P. Jayaraman sir, who has given us his views and ideas on the topic, the power of STEM education. We are all inspired by your valuable words, sir. We as student teachers take this as a privilege to listen to your views, and I am sure that this will help us in navigating through the current challenges in educational system. Once again, I thank you, sir, for sharing your expertise. Last but not the least, I thank all the audience who have attended this session. Thank you. To improve the golden moment, catch the good that is in our reach is the great art of life. മാറുന്ന ലോകത്തിൽ മാറുന്ന ചിന്തയ്ക്ക് വിധിവിനേരായിട്ടാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വിദ്യാഭ്യാസ ലോകത്തെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ലേബർ ഇന്ത്യ കോളേജ് ഇന്ന് വേദിയായിരിക്കുകയായിരുന്നു. ലേബർ ഇന്ത്യയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കപ്പെടേണ്ട അഭിമാനത്തിൻ്റെ സുദിനമായിരുന്നു ഇന്ന്. ലേബർ ഇന്ത്യ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ടീച്ചർ ട്രെയിനിങ് കോളേജ് അണിയിച്ചൊരുക്കിയ അൺലോക്കിംഗ് ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ ഓഫ് ഇന്ത്യ എന്ന നാഷണൽ സെമിനാറിൻ്റെ സമാപന സമ്മേളനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. A very warm good evening, galaxy of intellectuals, invited guests, professors, students and ladies and gentlemen. I am Amala. I am Alka, your anchor for today's valedictory section. It is a matter of immense pride to stand here before all of you this evening. On behalf of this institution, we are delighted to offer a gracious welcome to all of you. The function of prayer is not to influence God, but rather to change the nature of the one who prays. I like to call upon college choir to invite the Almighty. Let us all stand up for the prayer. മന്ദാരപ്പൂവിലും മഞ്ഞിൻ കണത്തിലും ചന്തം ചുരത്തുന്ന ചാരുമൂർത്തേ, മൺതരിക്കുള്ളിലും മാമലയ്ക്കുള്ളിലും സ്പന്ദനം കൊള്ളുന്ന ചാരുസത്തേ, ചിന്തയിൽ വാക്കിൽ പ്രവൃത്തിയിലൊക്കെയും ചിന്തനെ നന്മതൻ തൂവെളിച്ചം, സന്താപമെല്ലാം അകറ്റിയൻ മാനസം സന്തോഷ സൗഖ്യങ്ങൾ സഞ്ചിതങ്ങൾ, ലോകാസമസ്താ സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെന്നും മുഴങ്ങാൻ, വിജ്ഞാനദീപം നിറകതിർത്തുകാൻ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. മന്ദാരപ്പൂവിലും മഞ്ഞിൻ കണത്തിലും ചന്തം ചുരത്തുന്ന ചാരുമൂർത്തേ, മൺതരിക്കുള്ളിലും മാമലയ്ക്കുള്ളിലും സ്പന്ദനം കൊള്ളുന്ന ചാരുസത്തേ. My Lord, my God, have mercy on us. One child, one teacher, one pen, one book can change the world. With this quote, I invite Mrs. Asha V. Nair,
Assistant Professor, Physical Science for the welcome speech. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബഹുമാന്യരായ അതിഥികളെ, ഏറ്റവും ആദരണീയരായ അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നിങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അസറ്റാണെന്നും നിങ്ങൾ വളർന്നാലേ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരുകയുള്ളൂ എന്നും നമുക്ക് പ്രചോദനം തന്ന ലേബർ ഇന്ത്യ, ഈ ലേബർ ഇന്ത്യയുടെ ഇന്നത്തെ ഈ അറിവിൻ്റെ ദിനത്തിലേക്ക് എല്ലാവരെയും ഒരുമിച്ച് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ തൻ്റെ അസാന്നിധ്യത്തിലും രാജേഷ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നെടുന്തൂണായി നിന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടിയുള്ള എല്ലാ നേതൃത്വവും നൽകിയ ഏറ്റവും ആദരണീയനായ പ്രിൻസിപ്പൽ സാർ ഡോക്ടർ ബാബു കൊച്ചാങ്കുന്നേൽ സാറിനെ വേദിയിലേക്ക് ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. വാക്കുകൾ കൊണ്ട് പരിചയപ്പെടുത്തേണ്ട വ്യക്തിത്വമല്ല ശ്രീ പ്രൊഫസർ ഡോക്ടർ ടി.വി. തുളസീധരൻ സാറിൻ്റേത്. അദ്ദേഹം ഫോമർ ഡീൻ, ഡയറക്ടർ സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസ് ആൻഡ് മെമ്പർ സിൻഡിക്കേറ്റ് ഓഫ് MG യൂണിവേഴ്സിറ്റിയാണ്. സാറിനെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടൈറ്റസ് ട്രെയിനിങ് കോളേജ് 2 മുൻ പ്രിൻസിപ്പളായിരുന്ന KK ജോൺ സാറും നമുക്ക് ഏവർക്കും സുപരിചിതനാണ്. സാറിനെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാമിൻ്റെ കൺവീനറായ ലീന മിസ്സിനെയും ഡോക്യുമെൻറ്റേഷൻ ടീമിനെ ലീഡ് ചെയ്ത നെജില മിസ്സിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ നെടുന്തൂണാണ് നിങ്ങൾ ഓരോ വിദ്യാർത്ഥികളും. നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന നിങ്ങളുടെ യൂണിയൻ ചെയർമാൻ ബിനിയെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ജീവനായി നിന്ന എല്ലാ അധ്യാപകരെയും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ജീവനായിരുന്ന എൻ്റെ വിദ്യാർത്ഥികളെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Asha Miss. The keystone, the guiding lamp of our Labor India Educational Society Teacher Training College. I kindly request Dr. Babu Kochangunnel for the presidential address. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും നമസ്കാരം. വീണ്ടും അധിക പ്രസംഗമാവോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നത്തെ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് രാജേഷ് സാറായിരുന്നു. രാജേഷ് സാറിന് പകരമായിട്ട് 1-2 കാര്യങ്ങൾ പറയുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും പിന്നായിട്ടുള്ള 2-3 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, വലിയ ഒരുക്കങ്ങൾ അല്ലാതെയാണ് നമ്മൾ നടത്തിയത്. പക്ഷേ പ്രതീക്ഷിച്ചതിലധികം ഇത് നന്നായി വന്നു എന്നുള്ളൊരു ബോധ്യവും ആത്മസംതൃപ്തിയും എനിക്കുണ്ട്. അത് പല കാരണങ്ങളാലാണ്. ഞാൻ നിങ്ങളോട് ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ തന്നെ എല്ലാവരോടും പറഞ്ഞു, കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് നിങ്ങളെല്ലാവരും ഇതിൻ്റെ വിജയത്തിനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥനയുടെ ഫലമാണ് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹത്താലാണ് നടന്നത്. സാറ്, അതായത് ഷൈൻ സാറ് സാധാരണ ഒരു കോളേജിലൊന്നും പോകാറില്ല. കോളേജിൽ പോകണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ടെന്ന് തന്നെ വേറെ എന്നോട് പറഞ്ഞു. ഒരു കണ്ടീഷൻസും പാലിക്കാതെ ജസ്റ്റ് നിങ്ങളെപ്പറ്റിയുള്ള ഒരു ഇമ്പ്രഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് സാർ ഇവിടെ വന്നത്. സാറിന് വേറെ കോളേജിലേക്കൊന്നും വരില്ല കുട്ടികളെ. അതെങ്ങനെ ഇമ്പ്രഷൻ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ലേബർ ഇന്ത്യയിലെ കഴിഞ്ഞ വർഷവും ഈ വർഷവും നടത്തുന്ന നല്ല പെർഫോമൻസ് ഞാൻ അങ്ങോട്ട് സാറിന് അയച്ചു കൊടുക്കാറുണ്ട്. അയച്ചു കൊടുക്കുന്നതിന് അവിടെ എത്തി 1 മിനിറ്റിനുള്ളിൽ ഇങ്ങനെ വരും. ഇതിൻ്റെ അർത്ഥം എന്താ? ഇത് വെരി ഗുഡ് എന്നാണ്, വെൽ ഡൺ എന്നൊക്കെ ഉള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായത്. കാരണം ഞാൻ ഈ ഫീൽഡിൽ വളരെ വീക്കാണ്. ഫോണിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് അറിയാമല്ലോ. ഏതായാലും
അതുകൊണ്ട് ലേബർ ഇന്ത്യയെ പറ്റി സാറിന് നല്ലൊരു ഇമ്പ്രഷനുണ്ട്. ആ ഇമ്പ്രഷൻ തീർച്ചയായിട്ടും സാധിച്ചു. ഇനി അടുത്തൊരു കാര്യമുള്ളത്, ഞാൻ വിളിച്ചിട്ടുള്ള എല്ലാവരും വന്നു. ഞാൻ വിളിച്ചിരുന്നത് നിങ്ങൾ വന്ന കണ്ടല്ലോ. ജയരാജൻ സാറിൻ്റെ ഓൺലൈനിൽ മാത്രമേ കിട്ടിയുള്ളൂ. അദ്ദേഹത്തിന് വരാൻ വേണ്ടിയിട്ടൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ എടുത്തു കൊടുത്തതാണ്. പക്ഷേ അത്ര ബിസി ആയിട്ടുള്ള ഒരു മണിക്കൂർ പുള്ളി ഗ്യാപ്പിൽ ആണ് നമുക്ക് ചെയ്തത്. രാവിലെ ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്, പിന്നീട് അദ്ദേഹം പറഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു ഗ്യാപ്പിൽ 1:30 തൊട്ടോ 2 മണി തൊട്ട് ആ ഗ്യാപ്പിൽ സാറ് വന്നു. അതും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റി. ബാക്കി എല്ലാവരും ഇവിടെ വരാൻ സാധിച്ചു. അതൊക്കെ ദൈവാനുഗ്രഹം. ഇനി അതിനേക്കാളൊക്കെ വെച്ചുള്ള നമ്മളുടെ കാലടി കോളേജിൽ നിന്നും നാഷണൽ കോളേജിൽ നിന്നൊക്കെ ടീച്ചേഴ്സൊക്കെ ഹോൾ ഹാർട്ടഡ് ആയിട്ട് ഒരു ടീമായിട്ട് തന്നെയാണ് വന്നവർ. വേറെ കോളേജിന് അവധി കൊടുത്തിരുന്നെന്ന് തോന്നുന്നു. 7 പേര് വന്നിട്ടുണ്ട് അല്ലേ? 7 പേര് വന്നു. അതിന് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. അതാണ് എൻ്റെ ടീ സ്പിരിറ്റ്. ഇനി ഇത് ഓർഗനൈസ് ചെയ്ത് സെൽഫ് ഫിനാൻസിങ് നമ്മുടെ കോളേജും ഉൾപ്പെടെയുള്ള സെൽഫ് ഫിനാൻസിങ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽസ് അസോസിയേഷനാണ്. പക്ഷേ എനിക്ക് അവിടെ അറിയാവുന്ന ഒരൊറ്റ പ്രിൻസിപ്പലേ ഉള്ളൂ, അത് TK ജോൺ സാറാണ്. ബാക്കിയുള്ളവരെ ആരെയും കോൺടാക്റ്റ് ചെയ്തിട്ടില്ല. മറ്റുള്ളവരൊക്കെ കണ്ടിട്ട് ഞാൻ ആരെയും കണ്ടിട്ടില്ല. കാരണം എനിക്ക് MG യൂണിവേഴ്സിറ്റിയിൽ ആരെയും പരിചയമില്ല. എങ്കിലും സാറ് വിളിച്ചിട്ട് 3-4 പേരൂടെ വന്നവരെനിക്ക് അതിന് സാറ് വിളിക്കാനും അതിനെ ഇനിഷ്യേറ്റ് ചെയ്യാനും ഒക്കെ വരാനായിട്ട് സാധിച്ചതിന് സാറിനോട് നന്ദി പറയുന്നു. ഇനി എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടാനായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയപ്പോൾ അവിടുന്ന് ഒപ്പിടേണ്ടത് ഡയറക്ടർ DC ആണ്. അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണമാണ്. അങ്ങേരായിരുന്നു വോളണ്ടറി അഡ്രസ്സ് തരേണ്ടത്. പക്ഷേ അങ്ങേര് തിരക്ക് കാരണം വരാൻ പറ്റില്ല. ഒപ്പിട്ടിട്ടുണ്ട്, അത് ഓൺ ദ വേയിലാണ്. വന്നു കഴിയുമ്പോഴേ നിങ്ങളുടെ എല്ലാം പേരെഴുതി വെച്ചിരിക്കുന്നതാണ്. സാറിൻ്റെ ഒപ്പും സീലും കൂടെ കിട്ടിയാൽ മതി. അത് കിട്ടുമ്പോഴേ ആദ്യമായിട്ട് ഇന്ന് നമ്മുടെ സ്റ്റുഡൻസിന് നാളെ കൊടുക്കുന്നുള്ളൂ, മൺഡേ കൊടുക്കുന്നുള്ളൂ. പുറത്തുനിന്ന് വന്നിട്ടുള്ളവർക്ക് ആദ്യം തന്നെ കൊടുത്തോളാം. മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്കും വരും. കാരണം അവർ ഓൾറെഡി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. അതിന് പുറപ്പെട്ടിട്ടുള്ള 2 കുട്ടികൾ എനിക്കറിയാം. ഇവർ ഇന്നലെ തൊട്ട് ഞാൻ കണ്ടതാണ്. ഇന്നലെ 5 മണി വരെ അവരിവിടുന്ന് എഴുതുന്നുണ്ടായിരുന്നു. കംപ്ലീറ്റ് എഴുതി. നിങ്ങളുടെ ക്ലാസ് ടീച്ചറിൻ്റെ നേതൃത്വത്തിലൊക്കെ കുട്ടികളെല്ലാം വളരെ സജീവമായിട്ട് എഴുതി. പിന്നെ മറ്റുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു, ഇതൊരു ടീം വർക്കായിരുന്നു പറഞ്ഞു. എല്ലാ അധ്യാപകരും എല്ലാ കുട്ടികളും ചേർന്നുള്ള ടീം വർക്ക്. ഞാൻ ടീമിന് കൊടുക്കുന്ന ഡെഫിനിഷൻ ആയിരുന്നു, ഓർക്കുന്നുണ്ടോ? ടീം എത്ര വാക്കുണ്ട്? TEAM. ടീം സ്റ്റാൻഡ്സ് ഫോർ. ജയറാം സാർ അതേ ഒരിക്കലും ആയിട്ട് പേഴ്സണലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി എല്ലാം കോപ്പറേറ്റീവായിട്ട് ചെയ്യുള്ളൂ, കൊലാബറേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ടീമിൻ്റെ അർത്ഥം ടുഗദർ ഈച്ച് വൺ അറ്റൈൻസ് മോർ. നമ്മളെല്ലാവരും കൂടി ഭംഗിയായി ചെയ്തപ്പോൾ എത്ര മനോഹരമായിട്ടത് വന്നു. ഇതൊരിക്കലും ഇത് പ്രിൻസിപ്പലോ അല്ല കൺവീനറോ ടീച്ചേഴ്സ് മാത്രമല്ല, നിങ്ങളെല്ലാവരും അതിൻ്റെ അകത്ത് സജീവമായിട്ട് ഓരോ ടീമിലും ഓരോ മെമ്പറും വളരെ സജീവമായിട്ട് പങ്കെടുത്തു എന്നുള്ളത് ഞാൻ ഒബ്സർവ് ചെയ്തു. ഭക്ഷണമൊക്കെ എത്ര മനോഹരമായിട്ടായിരുന്നു. ഞാൻ സാധാരണ സാമ്പാർ കൂട്ടുകയില്ലാത്ത നിങ്ങൾ ഉണ്ടാക്കിയാണോ എന്ന് അറിഞ്ഞുകൂടാ. സാമ്പാറൊക്കെ വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുകയത് അതുപോലെ എല്ലാ ഭക്ഷണവും. അപ്പോൾ അതിന് ഫുഡ് കമ്മിറ്റിയൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ലിറ്റുമിസാണ് ഇന്നലെ വൈകിട്ട് വരെ വരച്ചോണ്ടായിരുന്നത്. എങ്ങനെ എല്ലാവർക്കും കൂടെ കൊടുക്കുമെന്നുള്ള എല്ലാം ഇതൊക്കെ നടക്കുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ഓൾ ഡിപ്പെൻഡ്സ് കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടി ഉണ്ടായിരിക്കണമെന്നുള്ള പ്രാർത്ഥന നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ. അത് സാധിച്ചു. ഇനി ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഈ ആശയം വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യമേ വിളിച്ചത് തുളസീധരൻ സാറിനെയാണ്. തുളസീധരൻ വന്നപ്പോഴേ കൊടുത്ത റോളും കൊടുത്തു. ആ റോള് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ഇന്നലെ വരുമെന്നുള്ളത് എനിക്ക് പേടിയായിരുന്നു. കാരണം നാക്കിൻ്റെ ചെയർമാനായിട്ട്, നാക്ക് വിസിറ്റിൻ്റെ ചെയർമാനായിട്ട് പുള്ളിയും എവിടെയായിരുന്നു സാറേ ലാസ്റ്റ് പോയത്? റാഞ്ചിയിലായിരുന്നു. റാഞ്ചിയിൽ നിന്ന് പോയതിൻ്റെ ക്ഷീണം പോലും പുള്ളി മാറിയിട്ടില്ല. എങ്കിലും നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. സാറിനെ സംബന്ധിച്ചോളം എന്നെ വളർത്താനും തളർത്തിയിട്ടില്ല. എന്നെ വളർത്താൻ വേണ്ടിയിട്ട് എപ്പോഴും വളരെ ഹാർദമായിട്ട് എൻ്റെ ഒരു കൊച്ചനിയനെ പോലെ തന്നെ. കാരണം ഞാൻ ടീച്ചർ എഡ്യൂക്കേഷനായിട്ട് കയറിയിട്ട് ഞാൻ 15 വർഷമേ ഉള്ളൂ ടീച്ചർ എഡ്യൂക്കേഷനായിട്ടുണ്ട്.
അതിന് മുമ്പൊക്കെ സ്കൂളിലായിരുന്നു. ഞാൻ അത് നിങ്ങളോട് പറഞ്ഞു, ഐ സ്റ്റാർട്ടഡ് മൈ ടീച്ചിങ് കരിയർ ആസ് എ സ്റ്റാൻഡേർഡ് 1 ടീച്ചർ. 1ാം ക്ലാസ്സിലെ അധ്യാപകൻ, 1 ബിയുടെ ഊട്ടിയിലുള്ള സെൻട്രൽ സ്കൂളിലെ 1ാം ക്ലാസ്സിലെ അധ്യാപകനായിട്ടാണ് എൻ്റെ തുടങ്ങിയത്. പക്ഷേ അവസാനം വരെ കർത്താവ് എന്നെ ഉയർത്തിക്കൊണ്ടു വന്നു. ഞാൻ അവസാനം എൻ്റെ റിട്ടയർമെൻറ്റ് ടീമിൽ 10 വർഷമായി 9 വർഷം കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് ചെയ്തപ്പോൾ ഏറ്റവും അവസാനത്തെ പറഞ്ഞ വാചകം നിർത്തിക്കൊണ്ട് ഞാൻ നിർത്തിക്കോളാം. അന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ അർഹിച്ചതിലും ആഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലും അധികം എന്നെ ദൈവം ഉയർത്തി വളർത്തി. അപ്പോൾ അതുപോലെ വളർത്തിക്കൊണ്ട് ഞാൻ കർത്തൻ്റെ കീഴിലാണ് വളർന്നുകൊണ്ട് പോകുന്നത്. അതിനെല്ലാം ഭംഗിയായിട്ട് നടക്കാനായിട്ട് എല്ലാവരും കൂടെ കോർത്തിണക്കിക്കൊണ്ട് പോകാനായിട്ട് പലരും പലതരത്തിൽ നമ്മുടെ കോളേജിലുള്ളവരുണ്ട്, പുറത്തുള്ള കോളേജിലുണ്ട്, പുറത്തുള്ള സ്റ്റാഫുണ്ട്. പലരും കൂടെ സഹകരിച്ചപ്പോഴാണ് അതെല്ലാം സഹകരിച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത പ്രോഗ്രാമിലേക്ക് മൈക്ക് കൈമാറുന്നു. താങ്ക് യു. Thank you, sir, for your valuable words. For the Labor India Educational Society Teacher Training College, this is a date to be written in golden letters. To have resumes and recommendations about National Seminar Unlocking the Future of Education in India, I would like to invite Ms. Najila KP, Assistant Professor, English Department and the Convener of Documentation Committee. A very warm evening to everyone present on the dais and for the audience. Now it is time for the conclusions and recommendations. So it is said that if your actions create a legacy that inspire others to dream more, learn more, do more and become more, then you are an excellent leader. So I hope on this day of 6th October 2023, Labor India Educational Society Teachers Training College conducted the National Seminar on Unlocking the Future of Education in India have inspired you all. So, the major conclusions and recommendations of this national seminar, it is just like for the inspiring the participants about the importance of STEAM education that is practiced in Korean schools and university levels, which was exclusively demonstrated by the International EduTech team from Korea. Then about the NEP 2020, its impact and relevance in teacher education and integrated B.Ed course. The participant teachers had queries related to the clarity in the qualification of teacher educators and school teachers according to the new education policy and the standardization procedures. Great thoughts on national professional standards of teaching and academic bank of credits and its relevance in education were also discussed. A detailed concern on NCT curriculum framework and ITEP implementations were from the participants were clearly discussed, and our chief guest gave clear, valid answers for their queries. Then about the paper presentations, a variety of topics has been discussed under our sub-themes, main themes and sub-themes. Major included regarding the liberal arts and STEM education, and a few points regarding the conclusions are that the mental health issues or problems prevalent among the students and teachers, and explore the impact of academic pressures and the well-being of learners, and discussion about effective strategies for promoting mental health awareness were discussed. And also how the digital age has brought about the significant transformation in the field of education. And also how the 21st century skills is maintaining the role in STEM excellence and the future role of education, and how collaboration and communication is the key aspects of teaching. Thank you. Thank you so much, ma'am. Nothing great will be achieved without a great man.
and men are only great if they are determined to do so. We are happy to have Dr. T.V. Tulasidharan sir, former Dean, Director SVS and the member Syndicate MG University with us. I kindly invite Tulasidharan sir for the valedictory address. ഇത്രയും പ്രിയങ്കരനായ നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ, എൻ്റെ പ്രിയ സുഹൃത്തുമായ ബാബു കൊച്ചാങ്കുന്നേൽ സാർ, അതുപോലെ ഡോക്ടർ കെ ജോൺ സാർ, സെൽഫ് ഫിനാൻസിങ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽസ് അസോസിയേഷൻ പ്രസിഡൻ്റായ കെ ജോൺ സാറ്, അതുപോലെ തന്നെ നജീല KP ആൻഡ് ലീന ജോർജ്, കലാദേവി യൂണിയൻ ചെയർമാൻ, ആൾ അതർ ഡിഗ്നിറ്ററീസ്, ഏറ്റവും പ്രിയങ്കരായ എൻ്റെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് നമ്മുടെ കാലടി കോളേജിൽ നിന്നും മറ്റു കോളേജിൽ നിന്നും വന്നിട്ടുള്ള പ്രിൻസിപ്പലും ടീച്ചേഴ്സും അടങ്ങുന്ന ഒരു നമ്മുടെ വിദ്യാർത്ഥി സമൂഹങ്ങൾ, ഏറ്റവും പ്രിയങ്കരായ നമ്മുടെ സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, നമ്മുടെ ലേബർ ഇന്ത്യ കോളേജിൻ്റെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജ് പ്രിൻസിപ്പൽസ് അസോസിയേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നമ്മുടെ ലേബർ ഇന്ത്യ കോളേജ് നടത്തിയ വൺ ഡേ നാഷണൽ സെമിനാറിൻ്റെ ഒരു പരിസമാപ്തി കുറിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളോട് വാലഡിക്ടറി ഒരു സന്ദേശം വാലഡിക്ടറി എന്ന രീതിയിൽ 2 വാക്ക് പറയാനുള്ള അവസരം തന്നത് വളരെ വലിയൊരു ഓണറായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. കാരണം ഈ കോളേജിനെക്കുറിച്ച് ട്രെയിനിങ് കോളേജിൻ്റെ 18 വർഷമായെന്ന് രാവിലെ ബാബു സാർ പറയുകയുണ്ടായി, അല്ലേ? 18 വർഷവും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ലേബർ ഇന്ത്യ അല്ലെങ്കിൽ മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് പേർക്ക് കേൾക്കുമ്പോൾ തന്നെ ലേബർ ഇന്ത്യ എന്നൊരു പബ്ലിക്കേഷനാണ് നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത്. ഞാനൊക്കെ പൊന്നൂരുകാരനാണ്. അവിടെ ഈ ലേബർ ഇന്ത്യ കോളേജല്ല കേൾക്കുന്നത്, ലേബർ ഇന്ത്യ പബ്ലിക്കേഷനാണ്. പിന്നീടാണ് സ്കൂളും കോളേജും B.Ed കോളേജും. ആക്ച്വലി ഞാൻ പറയാം 18 വർഷമായെന്ന് ബാബു സാർ പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ എഴുതി വയ്ക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഈ മഹത്തായ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള നമ്മുടെ ലേബർ ഇന്ത്യ കോളേജിൽ നടന്ന ഈ പരിപാടിയിൽ ഇതിൻ്റെ വാലഡിക്ടറി അഡ്രസ്സ് നടത്താൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഓണറായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. രാവിലെ നമ്മുടെ ഇതിൻ്റെ സന്തോഷ് കുളങ്ങര സാറ് വളരെ സരസമായിട്ട് ഒരുപാട് ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ചുരുങ്ങിയ സമയം കൊണ്ട് പറയുകയുണ്ടായി. ടീച്ചർ എന്തായിരിക്കണം, ടീച്ചർ ആരായിരിക്കണം, ടീച്ചറിൻ്റെ ക്വാളിറ്റീസ്. അദ്ദേഹം അങ്ങനെയൊന്നും അല്ല അത് പ്രസൻറ്റ് ചെയ്തത്, പക്ഷെ വളരെ ആർട്ടിസ്റ്റിക്കായിട്ട് നമ്മുടെ മുന്നിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തു, അല്ലേ? ചോദ്യങ്ങൾ ചോദിച്ചു, തോട്ട് പ്രൊവോക്കിംഗ് ആയി ക്വസ്റ്റ്യൻസ് തന്നു, അങ്ങനെ പലതരത്തിലും. അതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്. അദ്ദേഹം കൈവച്ചിട്ടുള്ള മേഖലയിലെല്ലാം തന്നെ വിജയം വരിച്ചിട്ടുള്ള ഒരു അത്ഭുത പ്രതിഭയാണ്. അത് നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ മനസ്സിലാകുന്നത്. അദ്ദേഹം പറഞ്ഞല്ലോ, ഗോവയിൽ പോയി അവിടെ ചെന്നിട്ട് എന്താ അദ്ദേഹം ചെയ്തതെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ നമ്മുടെ ഉദ്ഘാടക പ്രസംഗൻ കെ ഷൈൻ സാറ്, അദ്ദേഹം NCTയുടെ നാഷണൽ ചെയർമാനാണ്. അദ്ദേഹം വിദ്യാഭ്യാസത്തെക്കുറിച്ച് NEP 2020യെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നമ്മൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവരെ കൊണ്ടുപോയിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി 180 വർഷത്തെ കാലത്തെ വളരെ ശ്രമകരമായ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ എല്ലാ ആശയങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, സ്വാംശീകരിച്ചുകൊണ്ട് പുതിയ ഒരു നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ, ഭാരതത്തിൻ്റെതായ തനതായ കൾച്ചറും അതിൻ്റെതായ എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ആണ്, ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. അത് ഭാരതത്തിൻ്റെ കൾച്ചറും ട്രഡീഷനും എല്ലാം തന്നെ ആർഷഭാരത സംസ്കാരം എല്ലാം സ്വാംശീകരിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. അതിൽ നമ്മൾ ഇംഗ്ലീഷിനും ലാംഗ്വേജസിനും എല്ലാം തന്നെ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ടെന്നും നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു, മറ്റു പല കാര്യങ്ങൾ പറഞ്ഞു, മൾട്ടി ഡിസിപ്ലിനറി എല്ലാ സബ്ജക്റ്റും, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പോലെ 10+2 എന്ന് പറയുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് കമ്പാർട്ട്മെൻറ്റലൈസേഷൻ, ഇവിടെ കമ്പാർട്ട്മെൻറ്റലൈസേഷനും സബ്ജക്റ്റ് മാറ്റർ ഇല്ല. ഇവിടെ ഏത് സബ്ജക്റ്റും നമ്മുടെ അഭിരുചിക്കനുസരിച്ച് ആഗ്രഹത്തനുസരിച്ച് വ്യക്തികൾക്ക് പഠിക്കാം, കുട്ടികൾക്ക് പഠിക്കാം. കുട്ടികളുടെ കപ്പാസിറ്റിയും ആറ്റിറ്റ്യൂഡും മാത്രമാണ് പ്രശ്നം. മാത്സ് പഠിക്കുന്ന കുട്ടിക്ക് സംഗീതം പഠിക്കണമെങ്കിൽ, ആർട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ,
കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഉള്ള വാതായനം തുറന്നു കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് NEP 2020 കൂടി വിഭാവന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതി രൂപകൽപ്പന ചെയ്യുമ്പോൾ, വിഭാവനം ചെയ്യുമ്പോൾ, ഇത് നമുക്കറിയാം 21st സെഞ്ച്വറിയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ പോളിസിയാണ്. 1986 പോളിസിയും 92 അത് മോഡിഫൈ ചെയ്തതെന്നും നമുക്ക് മുഖ്യമായി കിട്ടിയ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 അല്ലേ സാർ? 2009 വിദ്യാഭ്യാസം നമ്മുടെ അവകാശമാക്കി മാറ്റുന്ന ഒരു അതിനെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ വന്നത് നമുക്ക് വലിയധികം ആശാവമായ ഒന്നാണ്. അങ്ങനെ വരുമ്പോൾ എനർജറ്റിക് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള യങ്ങർ ജനറേഷനെ വാർത്തെടുക്കണമെങ്കിൽ അതിൻ്റെ ചുക്കാൻ പിടിക്കേണ്ടത്, ഗ്ലോബൽ വേൾഡ് വൈഡ് സിറ്റിസൺഷിപ്പിനെ വാർത്തെടുക്കാനുള്ള ചുക്കാൻ പിടിക്കേണ്ടത് അധ്യാപകരാണ്. അതുകൊണ്ട് നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ അതിൻ്റേതായ ആവശ്യമായ മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ, ശക്തമായ കാൽവെപ്പുകൾ ഉണ്ടാകണം. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് റീഫോം ചെയ്യണം. ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം. ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അധ്യാപകരെ നമ്മൾ ശാക്തീകരിക്കണം. അധ്യാപക ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ 2 വർഷത്തെ BEd പ്രോഗ്രാമും 1 ഇയർ പ്രോഗ്രാമും എല്ലാം തന്നെ ഗ്രാജുവലി 2030 നിർത്തിക്കൊണ്ട് ഇൻ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാമിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും എല്ലാ ശേഷികളും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം നമ്മുടെ യങ്സ്റ്റേഴ്സിന് കൊടുക്കണം. എന്നാൽ മാത്രമേ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറയുന്ന ഒരു 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ യങ് ഇന്ത്യയാണ്. ഏതാണ്ട് യുവാക്കളുടെ ഒരു വലിയൊരു പെർസെൻറ്റേജ്, നല്ലൊരു 50-55% യങ്സ്റ്റേഴ്സാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അവരെ നമ്മൾ നല്ല രീതിയിൽ ചാനലൈസ് ചെയ്ത് വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഭാവി തന്നെ വളരെ അപകടത്തിലാവും. അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിക്ക് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 20 മുമ്പോട്ട് പോകുന്നു. ഇതെല്ലാം തന്നെ ആകുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഇന്ന് നമ്മളുടെ ടീച്ചർ എഡ്യൂക്കേഷൻ അൺലോക്കിംഗ് ദ ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ പ്രോബ്ലംസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇവിടെ നല്ല പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. പേപ്പേഴ്സിനെ കുറിച്ച് ചില ക്രിറ്റിസിസമൊക്കെ ചില കമൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബിഗിനേഴ്സ് എന്ന നിലയിൽ അടുത്ത ഒരു കോളേജിൽ ഒരു ഇൻ്റർനാഷണൽ പേപ്പറൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഓരോ കുട്ടിയും ഓർത്തിരിക്കേണ്ടത് ഒന്നാണ്. അതുകൊണ്ട് മാത്രമാണ് ഒരു മോഡിഫിക്കേഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുള്ളത്. ആരെയും ഡിസ്കറേജ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. നല്ല രീതിയിലുള്ള പേപ്പേഴ്സുകളായിരുന്നു. ഇനിയും നമ്മൾ ഇത് 1 ഡേ പ്രോഗ്രാമായിരുന്നു. ഇനിയും വലിയ സെമിനാറുകൾ നടത്താൻ നമ്മൾ അതിന് ഏറ്റവും കൂടുതൽ സന്തോഷമായി കാണുന്നത് അത് ചെയ്യാനുള്ള മനസ്സിനെയാണ്. ചെയ്യിക്കാനുള്ള മനസ്സ് കാണിച്ച നല്ല അധ്യാപകരാണ്. ഇതിനെല്ലാം മുൻകൈയെടുത്ത് പ്രവർത്തിച്ച നമ്മുടെ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഇവിടെയുണ്ട്. ഒരുപാട് ബാബുസാർ ഇതിൻ്റെ ആദ്യകാലം പറയുമ്പോൾ തന്നെ ഇവിടെ എല്ലാം തന്നെ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്ന അധ്യാപകരുണ്ട്. അപ്പം അവരുടെ ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും നമ്മുടെ അധ്യാപകരിൽ അവരുടെ അതുപോലെ തന്നെ കൂട്ടായി നിന്ന് പ്രവർത്തിച്ച നമ്മുടെ വിദ്യാർത്ഥികൾ, അതുപോലെ നമ്മുടെ അൺലിമിറ്റഡ് അൺകണ്ടീഷണൽ സപ്പോർട്ട് കൊടുത്ത നമ്മുടെ മാനേജ്മെൻറ്റ്, അതുപോലെ നമ്മുടെ മാനേജിങ് ഡയറക്ടർ അല്ലേ, എന്താ സാറിൻ്റെ പേര്? രാജേഷ് കുളങ്ങര സാറ്. അപ്പം നമ്മുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ആണ് നമ്മുടെ ബാബു സാർ പറഞ്ഞ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു നല്ല ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. ഉദ്ദേശിച്ചതിൽ കൂടുതൽ വിജയമായിരുന്നു. അതിൽ എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അധ്യാപകരും കുട്ടികളും. പിന്നെ നമ്മുടെ ഷൈൻ സാറാണെങ്കിൽ അദ്ദേഹം ഞാനും അന്വേഷിച്ചിടത്തോളം മറ്റു കോളേജിൽ അധികം കൂടുതൽ പോകാറില്ല. അദ്ദേഹം വന്ന് നമ്മളോടൊപ്പം ഇത്രയും കൂടുതൽ സമയം വളരെ ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. പിന്നെ നമ്മുടെ ജോൺ സാറ്, അതുപോലെ നമ്മുടെ ടീച്ചേഴ്സ്, പിന്നെ എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. പിന്നെ ഞാനും ബാബു സാർ ചില കാര്യങ്ങളൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, മെമ്പർ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർമർ മെമ്പർ സിൻഡിക്കേറ്റ്, ഫോർമർ പ്രൊഫസർ, ഫോർമർ ഡീൻ, ഫോർമർ ഹയർ എഡ്യൂക്കേഷൻ ഗവേണിംഗ് കൗൺസിൽ എല്ലാം ഫോർമറാണ്. ഇപ്പോൾ ഒന്നുമല്ല, ഇപ്പോൾ ശാന്തം സ്വസ്ഥം. പിന്നെ ബാബു സാറിനെ കുറിച്ച് എനിക്ക് എൻ്റെ ഒരു അനുഭവം, ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു വിദ്യാഭ്യാസ ചിന്തകൻ എൻ്റെ തൊട്ടടുത്ത്, ഞാൻ പുല്ലൂരാണെങ്കിൽ എപ്പോൾ കോട്ടയത്ത് തന്നെയാണ്, ഈ മറ്റങ്ങര എന്ന സ്ഥലത്തുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ തൃച്ചിയിൽ ഒരു ഇൻ്റർനാഷണൽ സെറ്റാർഡിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ ഒരു പേപ്പർ
എൻ്റെ പേപ്പർ വലിയ മെച്ചമൊന്നും ആയിരുന്നില്ല. കാരണം ഞാൻ ഓടിച്ചെന്ന് ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യുക, അത് പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒരു വാങ്ങാൻ നിൽക്കില്ല, പ്രസൻറ്റേഷൻ കഴിഞ്ഞ് വൈകിട്ട് ട്രെയിനിൽ പോകും. സാറങ്ങനെയല്ല, സാറവിടെ വന്ന് ഭയങ്കര സയൻസിൻ്റെ എന്തൊക്കെയോ സയൻസിങ് എന്തൊരു കോൺസെപ്റ്റൊക്കെ കാണിച്ച് എക്സ്പെരിമെൻ്റൊക്കെ കാണിച്ച് വലിയ പേപ്പറൊക്കെ ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ സാർ ഓടി വന്ന് എന്നെ കണ്ട് അന്ന് തുടങ്ങിയ സൗഹൃദമാണ്. പിന്നെ ഞങ്ങൾ ഒരുപാട് പരിപാടികളിൽ ഒരുമിച്ച് പോവുകയും ഒക്കെ ചെയ്ത്. ആക്ച്വലി സാറാണ് എൻ്റെ മെൻറ്റർ, അല്ലാതെ സാറിൻ്റെ മെൻറ്റർ ഞാനല്ല. എന്തായാലും ശരി, വളരെയധികം സന്തോഷമുണ്ട് ഈ കോളേജിൽ വന്ന്. ഞാൻ മുമ്പൊരിക്കലും സാർ ഇവിടെ പ്രിൻസിപ്പലായിരുന്നപ്പോൾ ഏതോ ഒരു ഫംഗ്ഷനിൽ, അന്ന് ഞാൻ MG യൂണിവേഴ്സിറ്റിയിലുണ്ട്, അന്ന് ഒരിക്കൽ വന്നതാണ്. അപ്പോൾ ഇവിടെ വരാനും നിങ്ങളെ കാണാനും ഇത്തരത്തിലുള്ള വളരെ മനോഹരമായ ഒരു നാഷണൽ സെമിനാറിൽ പങ്കെടുക്കാനും അതിൻ്റെ വാലിഡിറ്റിക്ക് സംസാരിക്കാനുള്ള അവസരം തന്ന ലേബർ ഇന്ത്യ കുടുംബത്തിലെ എല്ലാവരോടും അതിൻ്റെ എല്ലാവരോടും ഉള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. Thank you very much, sir, for sharing your deep knowledge. Your words were full of enthusiasm and valuable knowledge. The fragrance of flowers spread only in the direction of the wind, but the goodness of a person spreads in all directions. I invite Dr. K.K. John, President Self-Finance Training College, Principal Association, MG University, for the felicitation. ഏറ്റവും പ്രിയമുള്ള ബാബു കൊച്ചുകുന്നിൽ സാർ, എൻ്റെ PhD ഗൈഡ് കൂടിയായ പ്രൊഫസർ ഡോക്ടർ തുളസീധരൻ സാർ, വേദിയിൽ ഇരിക്കുന്ന അധ്യാപകരെ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ, സദസ്സിലായിരിക്കുന്ന പ്രിയമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നാഷണൽ സെമിനാർ സംഘടിപ്പിച്ചതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. എത്ര മനോഹരമായി ഈ സെമിനാർ സംഘടിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വിദ്യാർത്ഥികളായ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സെൽഫ് ഫിനാൻസിങ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽസ് അസോസിയേഷൻ്റെ സഹകരണത്തോടു കൂടിയാണ് ഇന്ന് ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം അഭിനന്ദനാർഹമാണ്. രാവിലെ അവില കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ബെന്നി വർഗീസ് ഉണ്ടായിരുന്നു. കാരിക്കോട് കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ഗിനീഷ് ഗോപാൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആദിശങ്കര കോളേജിലെ പ്രിൻസിപ്പൽ പ്രസീത ടീച്ചർ, വൈസ് പ്രിൻസിപ്പൽ പ്രസീത ടീച്ചർ നമ്മോടൊപ്പമുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് ട്രെയിനിങ് കോളേജ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ 52 B.Ed കോളേജുകളാണ് മൊത്തമുള്ളത്. അതിൽ 27 സെൽഫ് ഫിനാൻസിങ് മേഖലകളിൽ പ്രവർത്തിക്കുന്നതാണ്. ഇക്കാലത്ത് B.Ed അഡ്മിഷൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാം. എത്ര പ്രയാസമാണ് ഒരു അഡ്മിഷൻ കിട്ടാൻ. MG യൂണിവേഴ്സിറ്റിയിലെ പകുതിയിലധികം കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യുവാനും വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുവാനും സെൽഫ് ഫിനാൻസിങ് ട്രെയിനിങ് കോളേജസിന് കഴിയുന്നു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിങ്ങളോടുകൂടി പറയുകയാണ്. നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി B.Ed കോഴ്സ് പൂർത്തീകരിക്കാൻ കഴിയട്ടെ. ഇത്തരം ഭംഗിയായി, ഉചിതമായി, കാലോചിതമായ രീതിയിൽ നിങ്ങൾ നടത്തുന്ന പരിപാടികളൊക്കെ നിങ്ങളുടെ തൊപ്പിയിൽ പൊൻതൂവലുകളാകട്ടെ. നിങ്ങൾക്കെല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഈ മീറ്റിങ്ങിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. നമ്മൾ 4-5 കോളേജിലെ പ്രിൻസിപ്പൽസ് ഇവിടെ വന്നു. ഒരു കോളേജിൽ നിന്ന് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞു 7 ടീച്ചേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആദിശങ്കര കോളേജിൽ അതിനെ 7 പേരെയും കൂടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പൽ ശ്രീമതി ഡോക്ടർ പ്രസീത 2 വാക്ക് പറയണമെന്ന് പ്ലീസ്. കമോൺ. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ പ്രസിഡന്റ് സാർ, അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബാബു സാർ, പ്രിൻസിപ്പലായ ബാബു സാർ, തുളസീധരൻ സാർ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജോൺ സാർ, ലീന ടീച്ചർ,
കൺവീനർ, ചെയർമാൻ, എൻ്റെ പ്രിയ അധ്യാപകരെ, കുട്ടികളെ, ഇതൊരു വല്ലാത്ത ഞങ്ങൾ ഇതൊന്നും ആലോചിച്ചിട്ടല്ല ഇങ്ങ് വന്നത്. ഇതൊരു നല്ലൊരു, ഞാൻ അതിൻ്റെ ബ്രൗഷർ കണ്ടപ്പോൾ എൻ്റെ കൂട്ടരോട് പറഞ്ഞത് ഇതൊരു നല്ല സദസ്സ് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തികൾ ചേർന്ന് നിന്ന, അല്ലെങ്കിൽ തങ്കച്ചി സാറ്, ഷൈൻ സാറ്, അതുപോലെ തന്നെ സുധീർ സാറ്, ജയറാം സാറ്, ഇങ്ങനെ ഒത്തിരി പേര് നിറഞ്ഞു നിൽക്കുന്ന ഒരു നാഷണൽ സെമിനാറാണ്. നമ്മളിതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിലധികം നമുക്ക് നമ്മളെക്കുറിച്ചും നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചും എന്തെങ്കിലും നമുക്ക് കിട്ടാനുണ്ടാവും എന്നൊരു ചിന്തയിലാണ് ഞങ്ങൾ ഒത്തൊരുമിച്ച് ഇങ്ങ് പോരാനിടയത്. എന്തായാലും ഞങ്ങൾക്ക് തന്ന ഈ ആദരത്തിന് വളരെയധികം നന്ദിയുണ്ട്. നന്ദി സാർ, എനിക്കിത് അവസരം തന്നതിൽ. എനിക്ക് തോന്നുന്നു ഞങ്ങളിന്ന് വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരു പിടി കാര്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ഞങ്ങളൊരു നാഷണൽ സെമിനാർ ചെയ്യും എന്നുള്ളൊരു മനസ്സുമായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അതിന് ജോൺ സാറിൻ്റെ ഒരു കൂട്ടായ സഹകരണം കൂടി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ദ ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ അൺലോക്കിംഗ് ഈ പ്രോഗ്രാം എന്ന് നമുക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഭാവി ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് അതിനൊരു തക്കതായ ഒരു നാഷണൽ സെമിനാർ ആയിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് അത് നടത്തി, അത് കൈകാര്യം ചെയ്തു. കുട്ടികളും അതിൽ ആവശ്യത്തിൽ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞങ്ങൾക്കും ആവശ്യത്തിലധികം കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഒരു അവസരം തന്നതിനും ഇങ്ങനൊരു സെമിനാറിൽ അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയതിലും ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. അതിന് ഈ സംഘാടകരോട് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം കൂടെ, ഈ സെമിനാർ നമ്മൾ ഇന്നലെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അതായത് ഇന്നലെ ഏതായാലും ഡേറ്റ് 5th ഒക്ടോബർ. എന്തുകൊണ്ടാണ് ഇന്നലെ പ്ലാൻ ചെയ്തത്? ഗ്ലോബൽ ടീച്ചേഴ്സ് ഡേ. പക്ഷേ MG യൂണിവേഴ്സിറ്റി അന്ന് എലക്ഷൻ ഡിക്ലെയർ ചെയ്തിരുന്നു. അതുകൊണ്ട് അത് ഇന്നത്തേക്ക് മാറ്റിയതാണ്. എല്ലാം നന്മയ്ക്ക് കരുതാം. ലേബർ ഇന്ത്യയിലും എലക്ഷൻ നടന്നു. ലേബർ ഇന്ത്യയിലെ എലക്ഷൻ 10 മിനിറ്റ് കൊണ്ട് എലക്ഷൻ കഴിഞ്ഞു. അതിൻ്റെ നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട്, നിങ്ങളുടെ എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവായിട്ട് ചെയർപേഴ്സൺ ബിനിയെ ഞാൻ ക്ഷണിക്കുന്നു. ബിനിയുടെ ഗുഡ് ഈവനിങ്. ഞാനിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പോകുന്ന സ്കില്ല് സ്പോണ്ടേനിറ്റി ആയിരിക്കും. കാരണം എല്ലാം വളരെ പെട്ടെന്നാണ്. ഇപ്പോൾ ഈ സ്റ്റേജിൽ വന്നിരിക്കാൻ മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളായിരുന്നു. പെട്ടെന്ന് സ്പീച്ച് പറയാണ്ട് വന്നു. അപ്പം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറയാനായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എല്ലാവരുടെയും ഒരു സഹകരണം എന്നെ വളരെ ഞെട്ടിച്ച് കളഞ്ഞു. എല്ലാവരും സെക്കൻഡ് ഇയേഴ്സും ഫസ്റ്റ് ഇയേഴ്സും ടീച്ചേഴ്സും എല്ലാവരും അങ്ങനെ ഒരു വേർതിരിവില്ലാതെ ഒരുപാട് പ്രയത്നിക്കുന്നത് കണ്ടു. പ്രിൻസിപ്പൽ സാറാണെങ്കിലും ഒത്തിരി നിർദ്ദേശങ്ങൾ നമുക്ക് വേണ്ടി തരുന്നത് കണ്ടു. അങ്ങനെ അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സെമിനാറിനെ കുറിച്ച് എനിക്ക് ഏറ്റവും സ്പർശിച്ച ഒരു കാര്യം അതാണ്. എല്ലാവരും ഒന്നിച്ചു നിന്നു. എവിടെയും ഒരു ഒരു പ്രശ്നം ഞാൻ കണ്ടില്ല. എല്ലാവരും സഹകരിച്ചു. അതാണ് ഞാൻ ഇവിടുത്തെ ഒരു വിജയമായിട്ട് കാണുന്നത്. പിന്നെ പുറത്തുനിന്ന് എത്തിയ എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ അവരോട് നന്ദി പറയുന്നു. അങ്ങനെ വളരെ ഒരു വിജയകരമാണ് ഈ സെമിനാറെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം എല്ലാ രീതിയിലും വളരെ മികച്ച ഒരു പരിപാടിയായിട്ട് ഇത് മുന്നോട്ട് പോയി. അതിന് സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ്. നന്ദി. Thank you, Bini. Gratitude is the fairest blossom which springs from the soul. Every celebration is an experience. The external fades away, and the internal lingers and echoes in the most deep of our hearts. We are reminded that events like this one are the milestones on the journey of life and the reminders of God's fidelity all through. As we come to the close of our valedictory ceremony, I invite Vice Principal Ms. Leena George to propose the vote of thanks. Most respected dignitaries of the dais, teachers, dear paper presenters, and my dear students, a hearty good afternoon to all. ഈ നാഷണൽ സെമിനാറിൻ്റെ സമാപന സമ്മേളനം നടക്കുന്ന ഈ വേദിയിൽ എനിക്ക് പറയാനുള്ളത് ഇറ്റ് ഈസ് എ സക്സസ്.
ആക്ച്വലി ഞങ്ങളോട് ബാബു സാർ ഇത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് ഇത് വളരെ ചെറിയ രീതിയിലുള്ളൊരു പ്രോഗ്രാം ആയിരിക്കും, നമുക്ക് ഷൈൻ സാറിനെ കൊണ്ടുവരാൻ ഞാൻ ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചു പോലുമില്ല ഇത്രയും നല്ല ഭംഗിയായ രീതിയിൽ ഇത് നടത്താനായിട്ട് സാധിക്കുമെന്ന്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് ഈ വേദിയിൽ നന്ദി പ്രകാശിപ്പിക്കാനുള്ളത് നമ്മുടെ പ്രിൻസിപ്പൽ, ഈ യോഗത്തിൻ്റെ പ്രസിഡൻഷ്യൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന പ്രിൻസിപ്പൽ ബാബു കൊച്ചാങ്കുന്നൽ സാറിനാണ്. സാറിൻ്റെ സിംപ്ലിസിറ്റി, വളരെ സോഫ്റ്റായിട്ടാണ് സാർ എല്ലാവരോടും വളരെ കോഡിയലായിട്ടാണ് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് സാറിനോട് നമുക്ക് വേറെ ഒന്നും നോ പറയാൻ പറ്റത്തില്ല. സാറ് ടീച്ചറെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലേ എന്നേ ചോദിക്കാറുള്ളൂ. അപ്പോൾ സാറിൻ്റെ ആ ഒരു സഹകരണ മനോഭാവം നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഒരു സക്സസ്സിന് മുന്നിൽ ഇപ്പോൾ രാവിലത്തെ പ്രസംഗത്തിൽ ഒരാൾ പറഞ്ഞു ഈ വീട്ടിലെ കാരണവരെ പോലെയാണ് ബാബു സാറെന്ന്. തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും ആത്മീയതയിൽ പോലും നമ്മളെ നയിക്കുന്ന ബാബു കൊച്ചാങ്കുന്നൽ സാറിൻ്റെ സപ്പോർട്ടിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ ഈ വേദിയിൽ പ്രകാശിപ്പിക്കുന്നു. അടുത്തതായി നന്ദി പ്രകാശിപ്പിക്കാനുള്ളത് ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മുടെ MD രാജേഷ് കുളങ്ങര സാറാണ് എത്തേണ്ടിയിരുന്നത്. സാറിന് കുറച്ച് തിരക്കൊക്കെ അത്യാവശ്യം വന്നതുകൊണ്ട് സാറിന് ഈ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല. ഏതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെയും പ്രോഗ്രാമുകളുടെ സക്സസ്സിന് പിന്നിൽ അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ഒരു കൈ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മുടെ മാനേജിംഗ് ഡയറക്ടറെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ പുതിയ ഐഡിയാസ് ഞങ്ങൾ ഈവൻ ഈ ബാക്ക് ഡ്രോപ്പിൽ കാണുന്ന ഈ ഒരു നമ്മളുടെ ഈ ഒരു മോഡൽ പോലും ഡിസൈൻ ചെയ്തത് സാറാണ്. ആക്ച്വലി സാറാണ് ഞങ്ങൾക്ക് ഇത് അയച്ചു തന്നത്. അത്രമാത്രം എഫേർട്ട് എടുത്ത് സാറ് അതിൻ്റെ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മളെ എപ്പോഴും ഒരു കുറച്ചുകൂടി ടീച്ചറെ അതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മളൊരു നാഷണൽ സെമിനാർ അല്ലേ നടത്തുന്നത്, നമുക്കപ്പം ഒരു കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാം, ഡിസൈൻ ചെയ്യുന്നവരെക്കുറിച്ച് ഒക്കെ അങ്ങനെ നമ്മളെയും കുറച്ചുകൂടി മുന്നോട്ട് ചിന്തിപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് തുളസീധരൻ സാറാണ്. തുളസീധരൻ സാർ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഞാൻ എല്ലാം ഫോർമർ. ആക്ച്വലി സാർ ഇപ്പോഴും പവർഫുൾ പേഴ്സണാലിറ്റിയാണ്. നമുക്കെല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന പലരുടെയും അധ്യാപകനാണ്. പല ടീച്ചേഴ്സിൻ്റെയും ഈ വേദിയിലിരിക്കുന്ന ടീച്ചേഴ്സിൻ്റെ വരെ അധ്യാപകനായിട്ട് വർത്തിച്ച ആളാണ് തുളസീധരൻ സാർ. ബാബു സാർ പലപ്പോഴും ഈ സെമിനാർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പലപ്പോഴും ഞങ്ങൾ ഇതിൻ്റെ ടോപ്പിക് സെലക്ഷൻ പറഞ്ഞപ്പോൾ പോലും പറഞ്ഞ കാര്യമാണ് തുളസീധരൻ സാറിനോട് കൂടി ചോദിക്കാം. സാറ് വളരെ ഇന്നൊവേറ്റീവായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് തരും. ആദ്യം ഞങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ ഇങ്ങനെ ഈ സ്റ്റെം എഡ്യൂക്കേഷനെ ഫോക്കസ് ചെയ്ത് NEP 2020 എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തിയത് തന്നെ തുളസീധരൻ സാറിൻ്റെ ആശയമാണ്. അപ്പം അതിൻ്റെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പിലും സാറിൻ്റെ ഒരു ഗൈഡൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. ഈ അവസരത്തിൽ സാറിനോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി നന്ദി പ്രകാശിപ്പിക്കുന്നത് നമ്മളുടെ TK ജോൺ സാറാണ്. TK ജോൺ സാറിനെ നിങ്ങൾ മോർണിംഗ് സെഷനിൽ നിങ്ങൾ കുറച്ച് പേര് പേപ്പർ പ്രസൻറ്റേഷന് കണ്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും. അപ്പോൾ സാറിൻ്റെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം വളരെ സൗമ്യനായ ഒരു വ്യക്തിത്വമായിട്ടാണ് അദ്ദേഹം. എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് ആയിട്ടാണ് അല്ലേ, നമുക്ക് തന്നെ ഒരു അങ്ങനെ ഒരു വളരെ ഒരു നമുക്ക് കുറച്ചുകൂടി അപ്രോച്ചബിൾ ആയിട്ട് തോന്നും. സാറ് ഈ സെൽഫ് ഫിനാൻസിങ് കോളേജസ് അസോസിയേഷൻ്റെ ഈ ഒരു പ്രസിഡൻറ്റ് നമ്മളുടെ ഈ ഒരു കോളേജിൻ്റെ വർക്കിങ്ങിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാഷണൽ സെമിനാർ ഓർഗനൈസ് ചെയ്തപ്പോൾ സാറും കൂടെ കൊളാബറേറ്റ് ചെയ്യാമെന്ന് മുന്നോട്ട് സഹകരിച്ചതിന് സാറിന് ലേബർ ഇന്ത്യ ഫാമിലിയുടെ പേരിലുള്ള എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നു. അടുത്തതായി നന്ദി പ്രകാശിപ്പിക്കാനുള്ളത് എൻ്റെ കൊളീഗ്സ്, എൻ്റെ ടീച്ചേഴ്സിനോടാണ്. ഞങ്ങൾ പല കമ്മിറ്റികളായിട്ട് തിരിഞ്ഞു. പല ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ബാബു സാറ് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തു. ഓരോ കമ്മിറ്റിക്കാരും എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം, ഈച്ച് ആൻഡ് എവറിത്തിങ് ഞങ്ങളെല്ലാവരും സാറിൻ്റെ മീറ്റിംഗ് കഴിയുമ്പോൾ ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. എന്നാ ചെയ്യണം, ഓരോരുത്തരും ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചുമ്മാ പറഞ്ഞേ എന്നൊക്കെ ആയിരിക്കും വരാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ഒരു കമ്മിറ്റിയിലുള്ള ആൾ അയാളുടെ കമ്മിറ്റിയുടെ കാര്യം മാത്രമല്ല മറ്റു കമ്മിറ്റികളിലെ കാര്യങ്ങൾ കൂടി പറയുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു പ്ലാൻ B
എന്നാൽ പോലും ലാഗിങ് ഞങ്ങൾക്കുണ്ടായി, എന്നാൽ പോലും ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഈ ഒരു പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത വെച്ച് ചില ഇഷ്യൂസൊക്കെ ഉണ്ടായി. ചിലർക്ക് എത്തിപ്പെടാനൊക്കെ ഇച്ചിരി താമസവും ബുദ്ധിമുട്ടും. ആദിശങ്കരയിൽ നിന്ന് വന്ന ടീച്ചേഴ്സൊക്കെയാണ് ലൊക്കേഷൻ മാപ്പൊക്കെ ഒന്ന് ഇട്ട് തരണം. അത്രയ്ക്ക് ഇങ്ങനെ ഒരു ഭൂപ്രകൃതിയുടെ പ്രത്യേകതയുള്ളൊരു സ്ഥലമായതുകൊണ്ട് എത്തിപ്പെടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ടീച്ചേഴ്സ് ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്തു. അതാണ് അതിനകത്തെ വലിയൊരു കാര്യം. ഞങ്ങളുടെ ഈ ഒരു ടീമിന് എല്ലാവിധ നന്ദിയും പ്രകാശിപ്പിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അടുത്തതായി നന്ദി പ്രകാശിപ്പിക്കേണ്ടത് ഞങ്ങളുടെ നോൺ ടീച്ചിങ് സ്റ്റാഫ്. അതായത് നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വലങ്കൈയായിട്ട് നിന്ന ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ ഷിജോ സാറിനാണ്. ഷിജോ സാറ് രാജേഷ് സാറും പ്രിൻസിപ്പൽ സാറും തമ്മിലുള്ളൊരു ലിങ്ക് ആയിട്ട് ഞങ്ങൾക്ക് സ്റ്റാഫിന് പോയി സംസാരിക്കാം. ഏത് കാര്യത്തിനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. സാറിനും ഈ അവസരത്തിലുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ലേബർ ഇന്ത്യ എന്ന് പറയുന്നത് ലേബർ ഇന്ത്യ BEd കോളേജ് മാത്രമല്ല, ഇവിടെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട്, ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കോഴ്സ് ഇവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളും ഇവിടെയുണ്ട്. ഇതിലെ എല്ലാ മേലധികാരികളും, ദീപക് സാർ ഇപ്പം നമ്മളോടൊപ്പം ഉണ്ട്, സുജ ടീച്ചർ പ്രിൻസിപ്പൽ സ്കൂളിൻ്റേത് ഒക്കെ, അവരെല്ലാം, അതുപോലെ തന്നെ നമ്മളുടെ ടിനു മാം ഡയറക്ടർ, ഇവരെല്ലാം ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുമായിരുന്നു. ദീപക് സാറ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചാർജാണ്. സാറാണ് ആ സൂം മീറ്റിംഗ് ജയറാമൻ സാറിൻ്റെ ടെക്നിക്കൽ സെഷനിൽ ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നം വന്നപ്പോൾ ഇന്നലെ ഞങ്ങളെല്ലാം സെറ്റാക്കി പോയതാണ്. പക്ഷേ ഇന്നിപ്പം വന്നപ്പോഴത്തേക്കും ലിങ്ക് കിട്ടാനൊക്കെ ആയിട്ട് ഇത്തിരി പ്രശ്നം വന്നു. ഉടനെ സാറ് വന്ന് വേണ്ട ഗൈഡൻസ് തന്നു. എല്ലാവരുടെയും പേരിൽ, ഞങ്ങൾ ലേബർ ഇന്ത്യയിലെ BEd കോളേജിലെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അർപ്പിച്ചുകൊള്ളുന്നു. ഈ ഒരു പ്രോഗ്രാം ഇത്രയും ഭംഗിയായി. ഞങ്ങൾ വളരെ കുറച്ച് പാർട്ടിസിപ്പൻസ് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഈ ഒരു സെമിനാറിൽ പാർട്ടിസിപ്പേഷന് വേണ്ടി പുറത്തുനിന്ന് വന്ന എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സും, അതിനകത്ത് അധ്യാപകരുണ്ട്, റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, ഇവരെ എല്ലാം ലേബർ ഇന്ത്യയുടെ പേരിലുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഈ ഒരു അവസരത്തിൽ ഇവിടെ എല്ലാവിധ സർവീസുകളും പ്രൊവൈഡ് ചെയ്ത നോൺ ടീച്ചിങ് സ്റ്റാഫിന് ഒക്കെ ഉള്ള നന്ദി ഈ അവസരത്തിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഈ ഒരു പിന്നെ ഏറ്റവും ലാസ്റ്റാണെന്ന് പറയുന്നത് പിള്ളേരൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഇനി ഞങ്ങളുടെ ഊഴമാണ്. സെക്കൻഡ് ഇയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ടീച്ചിങ് പ്രാക്ടീസിലായിരുന്നു. അതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സ് ഡ്യൂട്ടീസ് എല്ലാം അലോട്ട് ചെയ്തപ്പം മെയിൻ ഡ്യൂട്ടീസ് എല്ലാം ഫസ്റ്റ് ഇയേഴ്സിനാണ് കൊടുത്തത്. ഈവൻ ഡോക്യുമെൻറ്റേഷനിലെ കുട്ടികൾ, അതുപോലെ തന്നെ ടെക്നിക്കൽ സെഷനിലെ കുട്ടികൾ, സർട്ടിഫിക്കേഷൻ നടത്തേണ്ടതിന് യൂണിവേഴ്സിറ്റി പോകേണ്ട കുട്ടികൾ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ തൊട്ട് അവരുടെ ഹോംവർക്ക് തുടങ്ങിയിരുന്നു. ഇന്നലെയൊക്കെ ഞാൻ പോകുമ്പോൾ പോലും പല റൂമുകളിലും കുട്ടികൾ അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സിന് ഈ ദിവസങ്ങളിലാണ് അവർക്ക് വരാൻ പറ്റിയത്. ഇപ്പം മോർണിംഗിലെ അനൗൺസ്മെൻറ്റ് കോമ്പയറിംഗ് ഒക്കെ സെക്കൻഡ് ഇയേഴ്സാണ് ലീഡ് ചെയ്തത്. അപ്പോൾ വന്നു കഴിഞ്ഞതിന് ശേഷം അവർ ഫുൾ സ്വിങ്ങിൽ സെക്കൻഡ് ഇയേഴ്സും ഈ ഒരു പ്രോഗ്രാം ഒരു സക്സസ് ആക്കാനായിട്ട് അവർ ഇൻവോൾവ് ചെയ്തു. അതിനുള്ള എല്ലാവിധ നന്ദിയും ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നു. ഏറ്റവും ലാസ്റ്റിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ ലൈവായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ യൂട്യൂബ് ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് QR കോഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ലൈവായി പോയിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാംസാണ്, റെക്കോർഡഡ് ആണ്. ഇത് നിങ്ങൾക്ക് വീണ്ടും വാച്ച് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ട എല്ലാ സപ്പോർട്ടും തന്ന ടെക്നിക്കൽ ടീമിന് ലേബർ ഇന്ത്യ BEd കോളേജിൻ്റെ പേരുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Miss.
The participation certificate and duty certificate for the participants will be distributed in the registration counter. The end of the story is the new beginning for many others. On this note, let's conclude a remarkable, memorable, and knowledgeable valedictory section. On behalf of the Labour India Educational Institution, we sincerely thank the dignitaries for being with us this evening and enlightening us with their enthusiastic remarks. I shower my heartfelt gratitude to the professors and everyone of Labour India family for their wholehearted support rendered in the success of this valedictory section. Now let us all stand up for the national anthem. विनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तव शुभ नामे जाहे तव शुभ आशीष माहे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. അവിടെ നിൽക്കുക അവിടെ